അതിപരിശുദ്ധമായ നാമം ഈ പകൽ പിന്നെയും ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ಕರ್ತನ ಅತಿ ಪರಿಶುದ್ಧವಾದ ನಾಮಕ್ಕೆ ಇಂದು ಹಗಲಿನ ವೇಳೆ ಇನ್ನೊಂದು ಆವರ್ತಿ ಮಹಿಮೆಯಾಗಲಿ. ಎಲ್ಲರೂ ಕರಗಳು ಉಯರ್ತಿ ಸಂತೋಷವುಳ್ಳ ಎಲ್ಲರೂ ಕರಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ನಿಮ್ಮ ಶಬ್ದವು ಇನ್ನೂ ಜೋರಾಗಿ ಬರಲಿ. എത്ര പേര് പ്രതീക്ഷയുടെ ദൈവസന്നിധിയിലായിരിക്കുന്നു? ಎಷ್ಟು ಜನ ನಿರೀಕ್ಷೆಯಿಂದ ದೇವರ ಸಮ್ಮುಖದಲ್ಲಾಗಿದ್ದೀರಾ? പ്രതീക്ഷയോടെ ആയിരിക്കുന്ന എല്ലാവരും രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. ನಿರೀಕ್ಷೆಯಿಂದ ಇರುವವರು ಎರಡು ಕರಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. എല്ലാ കണ്ണുകളടച്ച കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ ಎಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಕರಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ದೇವರನ್ನ ಸ್ವಲ್ಪ ಹೊತ್ತು ಸ್ತುತಿಸೋಣವೇ. ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ചലിക്കുന്നു. ದೇವರ ಆತ್ಮ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸುತ್ತಿದ್ದಾನೆ. ശബ്ദം ഉയർത്തി എല്ലാവരും ദൈവത്തിന് ಎಲ್ಲರೂ ಜೋರಾಗಿ ಗಟ್ಟಿಯಾಗಿ ಶಬ್ದವನ್ನು ಹೆಚ್ಚಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. നല്ല ദൈവമേ, വിശ്വാസ കർത്താവേ, ಒಳ್ಳೆಯ ದೇವರೇ, ಪರಿಶುದ್ಧ ಕರ್ತನೇ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ಈ ಅನುಗ್ರಹಿಸಲ್ಪಟ್ಟ ಒಳ್ಳೆಯ ಹಗಲಿನ ವೇಳೆಗಾಗಿ ಸ್ತೋತ್ರ. മധ്യത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദಿ. ನೀನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದು ನಿಂತಿರುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഞങ്ങളോട് സംസാരിക്കണമേ. ನೀನು ನಮ್ಮ ಸಂಗಡ ಮಾತನಾಡು. വചനത്തിന്റെ വാതിൽ അവിടുന്ന് തുറക്കണം. ವಚನದ ಬಾಗಿಲುಗಳನ್ನು ತೆರೆಯ ಮಾಡು. വചനത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ പ്രാപിപ്പാൻ കൃപ ചെയ്യും. ನಿನ್ನ ವಚನದ ರಹಸ್ಯಗಳನ್ನ ತಿಳ್ಕೊಳ್ಳುವಂತೆ ನಮಗೆ ಕೃಪೆ ಮಾಡು. അങ്ങനെ തന്നെ ഞങ്ങളോട് സംസാരിക്കുക. ನೀನೇ ನಮ್ಮ ಸಂಗಡ ಮಾತನಾಡಪ್ಪ. ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിൽ അധികമായ സാത്താന്റെ എല്ലാ ക്രിയകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചവിടമേൽ ಅದಕ್ಕೆ ತಡೆಯಾಗಿ ನಿಂತಿರುವಂತ ಎಲ್ಲ ಆಮೇಲೆ ಸೈತಾನನ ಜನರ ಕಣ್ಣುಗಳನ್ನ ಕುರುಡು ಮಾಡತಕ್ಕಂತ ಎಲ್ಲ ದುರಾತ್ಮನ ಕ್ರಿಯೆಗಳನ್ನ ಲಯಪಡಿಸುತ್ತಿದ್ದೇವೆ. ಎಲ್ಲ ಮೂಡುಬಡಗಳು യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറട്ടെ. ಎಲ್ಲ ಮುಸುಕುಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟು ನೀಗಲಿ. യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ഈ അന്തരീക്ഷത്തെ കർത്താവ് മൂടിയാട്ടെ. ಕರ್ತನೇ, ನಿಮ್ಮ ರಕ್ತದಿಂದ ನಮ್ಮನ್ನ ಆಧರಿಸು. ಕರ್ತನೇ, ಆವರಿಸಿಕೋ. നിന്റെ ജനത്തോട് സംസാരിക്കുക. ನಮ್ಮ ಎಲ್ಲರ ಸಂಗಡ ನೀನು ಮಾತನಾಡು. നിന്റെ ജനത്തോട് അവിടുന്ന് ഇടപെട. ನಿನ್ನ ಜನರ ಸಂಗಡ ನೀನು ಒಡನಾಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಎಲ್ಲ ಮಹತ್ವ ನಿನಗೆ, ಎಲ್ಲ ಮಹಿಮೆ ನಿನಗೊಬ್ಬನಿಗೆ. യേശുവിൻ നാമത്തിൽ തന്നെ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ. ಆಮೆನ್. ಆಮೆನ್. രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിനെ ಕರಗಳನ್ನ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ദൈവസന്നിധിയിൽ നമുക്ക് ഏവർക്കും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 10ನೇ ಅಧ್ಯಾಯ 38ನೇ ವಚನಕ್ಕೆ ನಾವು ಆಮೇಲೆ ನಮ್ಮ ಗಮನವನ್ನು ಸೆಳೆಯೋಣ. അപ്പോസ്തല പ്രവൃത്തി 10:38. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 10:38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ದೇವರ ನಜರೇತಿನ ಯೇಸುವನ್ನು ಪವಿತ್ರಾತ್ಮದಿಂದಲೂ ಬಲದಿಂದಲೂ ಅಭಿಷೇಕಿಸಿದನು. ದೇವರು ಆತನ ಸಂಗಡ ಇದ್ದುದರಿಂದ ಆತನು ಉಪಕಾರಗಳನ್ನು ಮಾಡುತ್ತಾ സൈത്താനിಂದ ബാധിസൽപ്പെടുത്തിരുവരെല്ലರನ್ನು ഗുണപ്പെടുത്തുತ್ತಾ ಸಂಚರಿಸಿದನು. ഹീലിംഗിനെ കുറിച്ചാണ് പാസ്റ്റർ സുനിൽ എന്നോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. സൗഖ്ಯದ ಕುರಿತಾಗಿ ಮಾತನಾಡಬೇಕೆಂಬುದಾಗಿ ಪ್ರಿಯ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಅವರು ನನಗೆ ತಿಳಿಸಿದ್ರು. ಈ ವಾಕ್ಯ പറയുന്നത് യേശു സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. ಇಲ್ಲಿ ವಚನ ಹೇಳುತ್ತದೆ ಯೇಸು ಗುಣ ಮಾಡುತ್ತಾ ಸಂಚರಿಸಿದನು. മൂന്ന് വിധത്തിലുള്ളതായ സൗഖ്യങ്ങളെ കുറിച്ച് ദൈവവചനം പറയുന്നു. ಮೂರು ರೀತಿಯ ಕುರಿತಾಗಿರುವ ಸೌಖ್ಯದ ಕುರಿತಾಗಿ ದೇವರ ವಚನವು ನಮಗೆ ಕಲಿಸುತ್ತದೆ. ആത്മാവിന്റെ സൗഖ്യം, ಒಂದು ಆತ್ಮನ ಸೌಖ್ಯ. ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി, പിന്മാറ്റങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സൗഖ്യമാക്കുന്നു. ನಿನ್ನೆ ಸಾಯಂಕಾಲ ನಾವು ಕಲಿತಿದ್ದೇವೆ, ಹಿಂಜಾರುವಿಕೆಗಳಿಂದ ದೇವರು ಆಮೇಲೆ ಸೌಖ್ಯ ಕೊಡುತ್ತಾನೆ ಎಂಬುದಾಗಿ. അതിന്റെ മറ്റൊരു പേരാണ് ആത്മീയ സൗഖ്യം. ಅದರ ಇನ್ನೊಂದು ಹೆಸರಾಗಿದೆ ಆತ್ಮೀಕ ಸೌಖ್ಯ. രണ്ടാമത്തെ ഇതാണ് തകർന്ന ഹൃദയങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നു. ಎರಡನೆಯ ಸೌಖ್ಯವಾಗಿದೆ ಮುರಿದ ಮನಸ್ಸುಳ್ಳವರನ್ನ ಆತನ ಸೌಖ್ಯ ಮಾಡುವನು. ആന്തരിക സൗഖ്യം. ಅದನ್ನೇ ಆಂತರಿಕ ಸೌಖ್ಯವೆಂಬುದಾಗಿ ಹೇಳಲ್ಪಡುವಂಥದ್ದು. ആത്മീയ സൗഖ്യം, ಆತ್ಮಿಕ ಸೌಖ್ಯ, ആന്തരിക സൗഖ്യം, ಆಂತರಿಕ ಸೌಖ್ಯ. മൂന്നാമത് ശാരീരിക സൗഖ്യം. ಮೂರನೇದು ಶಾರೀರಿಕ ಸೌಖ್ಯ. ശാരീരിക സൗഖ്യത്തെ കുറിച്ച് നമ്മൾ ഇന്ന് പകലും ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. ಶಾರೀರಿಕ ಸೌಖ್ಯದ ಕುರಿತಾಗಿ ಇಂದು ಹಗಲಿನ ವೇಳೆ ಇಂದು ಸಾಯಂಕಾಲವೂ ನಾವು ಕೇಳಲಿಕ್ಕಿದ್ದೇವೆ. രണ്ടിൽ ഒന്ന് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. ಎರಡರಲ್ಲಿ ಒಂದು ನಿಮಗೆ ಸಂಭವಿಸುತ್ತದೆ. ഒന്നിൽ രോഗികളാണെങ്കിൽ നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു. ಒಂದು ನೀವು ರೋಗಿಗಳಾಗಿದ್ರೆ ಸೌಖ್ಯವಾಗಲಿಕ್ಕಿದ್ದೀರಿ. രണ്ട് ആയിരങ്ങളെ സൗഖ്യമാക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കുവാൻ പോകുന്നു. 2,000 ಗಟ್ಟಲೆ ಜನರನ್ನ ಸೌಖ್ಯ ಮಾಡಲಿಕ್ಕೆ ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸ್ತಾರೆ. കാരണം ദൈവം സൗഖ്യങ്ങളുടെ ദൈവമാണ്. ಕಾರಣ ದೇವರು ಸೌಖ್ಯಗಳ ದೇವರಾಗಿದ್ದಾನೆ. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പേര് തന്നെ യഹോവ റാഫ. ದೇವರ ಒಂದು ಪ್ರಧಾನ ಹೆಸರಾಗಿದೆ ಯೆಹೋವ ರಾಫ. ദൈവം സൗഖ്യത്തിന്റെ ദൈവമാണ്. ದೇವರು ಸೌಖ್ಯದ ದೇವರಾಗಿದ್ದಾನೆ. അതെ, ചെങ്കടൽ ഇസ്രായേൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിക്കുകയുണ്ടായി. ಇಸ್ರಾಯೇಲ್ಯರು ಆ ಕೆಂಪು ಸಮುದ್ರವನ್ನ ದಾಟಿ ಮರುಭೂಮಿಯನ್ನು ಪ್ರವೇಶಿಸುತ್ತಿದ್ದಾರೆ. ചെങ്കടൽ കടക്കുന്നത് സ്നാനത്തിന്റെ തത്തുല്യമായ കാര്യമാണ്. ಆ ಕೆಂಪು ಸಮುದ್ರವನ್ನ ದಾಟಿರುವಂತದ್ದು
ದೀಕ್ಷಾ ಸ್ನಾನಕ್ಕೆ ಸರಿ ಬೀಳುವಂತದ್ದು ಹೋಲಿಕೆಯೂ ಆಗಿದೆ. അവർ മരുഭൂമിയിൽ കടന്ന ഉടൻ, ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കടന്ന ഉടൻ ഒന്നാമതായി ദൈവം പറഞ്ഞത് സൗഖ്യത്തെക്കുറിച്ചാണ്. ಅವರು ಕೆಂಪು ಸಮುದ್ರವನ್ನ ದಾಟಿ ಮರುಭೂಮಿಯನ್ನ ಪ್ರವೇಶಿಸಿದ ತಕ್ಷಣ ದೇವರು ಹೇಳ್ತಾರೆ, ಯೆಹೋವನು ಸೌಖ್ಯದಾಯಕನು. സ്നാനം കഴിഞ്ഞ് ആദ്യം ദൈവത്തിന് നിന്നെക്കുറിച്ച് പറയാനുള്ള സൗഖ്യത്തെ കുറിച്ചാണ്. ದೀಕ್ಷಾ ಸ್ನಾನದ ನಂತರ ದೇವರು ನಿನ್ನ ಸಂಗಡ ಹೇಳಲಿಕ್ಕಿರುವಂತದ್ದು ದೇವರ ಸೌಖ್ಯದ ಕುರಿತಾಗಿದೆ. തിരുവചനം പറയുന്നു, ചെങ്കടൽ കടന്ന് ജനം മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ, ದೇವರ ವಚನ ಹೇಳುತ್ತದೆ, ಕೆಂಪು ಸಮುದ್ರವನ್ನ ದಾಟಿ ಜನರು ಮರುಭೂಮಿಯನ್ನು ಪ್ರವೇಶಿಸಿದಾಗ അവിടെ ഇതാ മാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തുകയുണ്ടായി. ಅಲ್ಲಿ ಮಾರಾ ಎಂಬ ಸ್ಥಳವನ್ನು ಅವರು ತಲುಪಿದರು. മാറ എന്ന് പറയുന്നത് വളരെ കയ്പുള്ളതായ അവസ്ഥയാണ്. ಮಾರಾ ಎಂಬಂತ ಒಂದು ಅನುಭವವು ಬಹಳ ಕಹಿಯಾದ ಅನುಭವವಾಗಿತ್ತು. മോശ ദൈവത്തോട് നിലവിളിച്ചു. ಮೋಶೆಯು ದೇವರ ಸಂಗಡ ಕೂಗಿದನು. ദൈവം ആ ನಿലവിളി കേട്ടു. ದೇವರು ಅವನ ಕೂಗನ್ನ ಕೇಳಿದನು. ദൈവം കയ്പിന്റെ ദൈവമല്ല, ದೇವರು ಕಹಿಯ ದೇವರಲ್ಲ. നിങ്ങളുടെ ജീവിതം കഴിച്ചിരിക്കുന്നു എങ്കിൽ, ನಮ್ಮ ಜೀವಿತ ಒಂದು ವೇಳೆ ಕಹಿಯಾಗಿರುವುದಾದ್ರೆ, നിങ്ങളുടെ ഹൃദയം കഴിച്ചിരിക്കുന്നു എങ്കിൽ, ನಿಮ್ಮ ಹೃದಯವು ಕಹಿಯಾಗಿರುವುದಾದ್ರೆ, അതെ, മാറിയ മധുരമാക്കുന്നവനാണ് ദൈവം. ಮಾರವನ್ನ ಮಧುರವನ್ನಾಗಿ ಮಾರ್ಪಡಿಸುವ ದೇವರಾಗಿದ್ದಾನೆ ನಮ್ಮ ದೇವರು. നിങ്ങളുടെ കയ്പുകൾ മുഴുവൻ മധുരമാകട്ടെ. ನಿಮ್ಮ ಕಹಿಯಾದ ಅನುಭವಗಳೆಲ್ಲವೂ ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡಲಿ. മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ಮೋಶೆಯು ದೇವರ ಸಂಗಡ ಕೂಗುತ್ತಿದ್ದಾಗ പറഞ്ഞു, അവിടെ വൃക്ഷമുണ്ട്. ಆ ದೇವರು ಹೇಳ್ತಾನೆ, ಅಲ್ಲೊಂದು ವೃಕ್ಷವಿದೆ. ആ വൃക്ഷത്തെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. ಆ ವೃಕ್ಷದ ಕೊಂಬೆಯನ್ನು ತೆಗೆದು ನೀರಿಗೆ ಹಾಕು. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ മാറ മധുരമായി തീർന്നു. ಒಂದೇ ಕ್ಷಣದಲ್ಲಿ ಆ ಮಾರವು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡುತ್ತಿದೆ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഒരു വൃക്ഷമുണ്ട്. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಮುಟ್ಟಿ ಹೇಳ್ರಿ, ಒಂದು ವೃಕ್ಷವಿದೆ. ഒരു വൃക്ഷമുണ്ട്. ಒಂದು ವೃಕ್ಷವುಂಟು. ഒരു വൃക്ഷമുണ്ട്. ಒಂದು ವೃಕ್ಷವುಂಟು. ഒരു മരമുണ്ട്. ಒಂದು ಮರವುಂಟು. There is a tree. ಒಂದು ಮರವಿದೆ. ഓ, ഒരു മരമുണ്ട്. ಒಂದು ಮರವಿದೆ. കയ്പുകളെ മധുരമാക്കുന്ന ഒരു മരമുണ്ട്. ಅದು ಕಹಿಯನ್ನ ಸಿಹಿಯನ್ನಾಗಿ ಮಾಡುವಂತ ಒಂದು ಮರವಿದೆ. കയ്പുകളെ മധുരമാക്കുന്ന ഒരു മരമുണ്ട്. ಕಹಿಯನ್ನ ಸಿಹಿಯನ್ನಾಗಿ ಮಾಡುವಂತ ಒಂದು ಮರವಿದೆ. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു മരമുണ്ട്. ರೋಗಗಳನ್ನ ಸೌಖ್ಯ ಮಾಡುವಂತ ಒಂದು ಮರವಿದೆ. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? ಆ ಮರದ ಪ್ರತ್ಯೇಕತೆ ಏನು? ആ മരം എപ്പോഴാണോ ആ വെള്ളത്തിൽ കയ്പ് കാടിയിൽ വീണത്, ഉടനെ അത് മധുരമായി. ಆ ಮರವು ಯಾವಾಗ ಆ ಕಹಿಯಾದ ನೀರಿನಲ್ಲಿ ಬಿತ್ತೋ ತಕ್ಷಣ ಅದು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಟ್ಟಿತು. പഴയ നിയമത്തിൽ ഒരു മരം ഉണ്ടായിരുന്നു. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ಮರವಿತ್ತು. പുതിയ നിയമത്തിൽ ഒരു മരത്തെ നിങ്ങൾക്ക് കാൽവരിയിൽ കാണുവാൻ കഴിയും. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಒಂದು ಮರವನ್ನ ಕಲ್ವಾರಿಯಲ್ಲಿ ನಿಮಗೆ ನೋಡಬಹುದಾಗಿದೆ. മരത്തിന്മേൽ ഒരുവൻ തൂങ്ങി നിൽക്കുകയാണ്. ಆ ಮರದಲ್ಲಿ ಒಬ್ಬನು ತೂಗು ಹಾಕಲ್ಪಟ್ಟಿದ್ದಾನೆ. അവനിതാ വിളിച്ചു ചോദിച്ചു. ಅನೇಕರು ಈ ರೀತಿ ಕರೆದು ಕೇಳಿದರು. ഇങ്ങനെ വിളിച്ചു ചോദിച്ചു. ಆತನು ಈ ರೀತಿ ಕರೆದು ಕೇಳಿದನು, എനിക്ക് ദാഹിക്കുന്നു. ಓ ನನಗೆ ಬಾಯಾರಿಕೆ ಆಗುತ್ತಿದೆ. എനിക്ക് ദാഹിക്കുന്നു. ನನಗೆ ಬಾಯಾರಿಕೆ ಆಗುತ್ತಿದೆ. കയ്പ് ഏറ്റെടുത്തു. ಆತನು ಆ ಕಹಿಯನ್ನ ಸ್ವೀಕರಿಸುತ್ತಿದ್ದಾನೆ. യേശു കയ്പ് കുടിച്ചു. ಯೇಸು ಕಹಿಯನ್ನ ಕುಡಿದನು. യേശു നിന്റെ രോഗം വഹിച്ചു. ಯೇಸು ನಿನ್ನ ರೋಗವನ್ನ ವಹಿಸಿದನು. യേശു നിന്റെ ബലഹീനത ഏറ്റെടുത്തു. ಯೇಸು ನಿನ್ನ ಬಲಹೀನತೆಯನ್ನು ತೆಗೆದುಕೊಂಡನು. എന്നിട്ട് അവന്റെ സൗഖ്യത്തെ അവൻ നിനക്ക് തരുന്നു. ನಂತರ ತನ್ನ ಸೌಖ್ಯವನ್ನು ಆತನು ನಿಮಗೆ ಕೊಟ್ಟನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു നിന്റെ രോഗത്തെ ഏറ്റെടുത്തു. ಯೇಸು ನಿನ್ನ ರೋಗಗಳನ್ನು ವಹಿಸಿದನು. പകരം അവൻ നിനക്ക് സൗഖ്യം തരികയാണ്. ನಂತರ ಆತ ನಿನಗೆ ಸೌಖ್ಯವನ್ನ ಕೊಡುತ್ತಿದ್ದಾನೆ. സ്നാനം കഴിഞ്ഞ്, അതായത് ചെങ്കടൽ കടന്ന് ജനം മരുഭൂമിയിൽ പ്രവേശിച്ചു. ಕೆಂಪು ಸಮುದ್ರವನ್ನ ದಾಟಿ ಜನರು ಮರುಭೂಮಿಯನ್ನು ಪ್ರವೇಶಿಸಿದಾಗ ഒന്നാമതായി അവർ കേട്ടത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ಮೊದಲನೇದಾಗಿ ಅವರು ಕೇಳಿಸಿದ್ದು, ನಾನು ನಿಮ್ಮನ್ನ ಸೌಖ್ಯ ಮಾಡುವ ಯೆಹೋವನು. ഓ, ഒരു മാറയാണ് അവർ അനുഭവിച്ചത്. ಒಂದು ಮಾರವನ್ನು ಅವರು ಅನುಭವಿಸಿದರು. കേൾക്കണം, ഒരു മാറയാണ് അവർ അനുഭവിച്ചത്. ಗಮನಿಸಿರಿ, ಒಂದು ಮಾರವನ್ನು ಅವರು ಅನುಭವಿಸಿದರು. ജീവിതത്തിൽ ഒരു മാറയുണ്ടെങ്കിൽ, ಜೀವಿತದಲ್ಲಿ ಒಂದು ಮಾರ ಎಂಬ ಅನುಭವ ಇರುವುದಾದ್ರೆ, അപ്പുറത്തൊരു എലീമും കൂടെയുണ്ട്. ಇನ್ನೊಂದು ಕಡೆ ಎಲೀಮು ಕೂಡ ಇದೆ. അപ്പുറത്തൊരു എലീമുണ്ട്. ಇನ್ನೊಂದು ಕಡೆ ಒಂದು ಎಲೀಮ್ ಇದೆ. മാറയിൽ നിന്ന് അവർ പോയത് എലീമിലേക്കാണ്. ಮಾರ ಎಂಬ ಸ್ಥಳದಿಂದ ಅವರು ಎಲೀಮಿಗೆ ಹೋದರು. മാറയിൽ നിങ്ങൾ മരിച്ചു പോകുന്നില്ല. ಮಾರಾದಲ್ಲಿ ನೀವು ಸತ್ತು ಹೋಗುತ್ತಿಲ್ಲ. അടുത്തൊരു എലീമിലേക്ക് ദൈവം നിങ്ങളെ നടത്തുകയാണ്. ಇನ್ನೊಂದು ಎಲೀಮಿಗೆ ದೇವರು ನಿಮ್ಮನ್ನು ನಡೆಸುವುದಾದ್ರೆ, എലീമിൽ 12 നീരുറവയും 70 ഈന്തപ്പനയുണ്ട്. ಅಲ್ಲಿ ಆ ಎಲೀಮಲ್ಲಿ 12 ಒರತೆಗಳು, ಆಮೇಲೆ 70 ಖರ್ಜೂರಗಳು ವೃಕ್ಷಗಳು ಇವೆ. ഒരു മാറ നിങ്ങൾ അനുഭവിച്ചു എങ്കിൽ, ಒಂದು ಮಾರವನ್ನು ನೀನು ಅನುಭವಿಸುವುದಾದ್ರೆ, കയ്പ് നിങ്ങൾ അനുഭവിച്ചു, ಒಂದು ಕಹಿಯನ್ನು ನೀನು ಅನುಭವಿಸುವುದಾದ್ರೆ, അതിനപ്പുറത്ത് അതുവരെ ഒരു എലീമുണ്ട്. ಅದರ ಆಚೆ ಒಂದು ಎಲೀಮ್ ಇದೆ. അടുത്തിരിക്കുന്നവര് രണ്ടുപേരെ തൊട്ട് മുഖത്തോക്കി കണ്ണിൽ നോക്കി പറഞ്ഞാട്ടെ, നമുക്ക് എലീമിൽ പോകാം. ಇಬ್ಬರನ್ನ ಮುಟ್ಟಿ ಅವರ ಕಣ್ಣುಗಳನ್ನ ನೋಡಿ ಹೇಳಿರಿ, ನಮಗೆ ಎಲೀಮಿಗೆ ಹೋಗೋಣ. Let us go
to our Elim. ಆಮೇಲೆ ನಮಗೆ ಎಲೀಮಿಗೆ ಹೋಗೋಣ. Let us go to our Elim. ನಮ್ಮ ಎಲೀಮಿಗೆ ನಾವು ಹೋಗೋಣ. എലീമിൽ എന്താ ഉള്ളത്? ಎಲೀಮಿನಲ್ಲಿ ಏನಿದೆ? 12 നീരുറവയുണ്ട്. 12 ನೀರಿನ ಒರತೆಗಳಿವೆ. 70 ഈന്തപ്പനയുണ്ട്. 70 ಖರ್ಜೂರ ವೃಕ್ಷವಿದೆ. ഒരു മാറയിൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു എങ്കിൽ, ಒಂದು ಮಾರಾದಲ್ಲಿ ನೀವು ಅಳುವುದಾದರೆ, ഒരു മാറ നിങ്ങൾക്ക് ദുഃഖമായെങ്കിൽ, ಒಂದು ಮಾರ ನಿಮಗೆ ದುಃಖವಾಗಿದ್ದಲ್ಲಿ, അപ്പുറത്തെ 12 നീരുറവയും 70 ഈന്തപ്പനയും നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ಆಚೆ ಆಮೇಲೆ 12 ಒರತೆಗಳು 70 ಖರ್ಜೂರದ ಮರಗಳು ನಿನಗೋಸ್ಕರ ಕಾದಿವೆ. കൈയടിക്കുന്ന നേരെ കൈയടിച്ച് ಚಪ್ಪಾಳೆ ಹೊಡೆದಾರೆ ಸರಿಯಾಗಿ ಹೊಡಿಬೇಕು. അതാണ് വേദപുസ്തകം. ಅದೇ ಸತ್ಯವೇದ ಪುಸ್ತಕ. അതാണ് ആത്മീയ ജീവിതം. ಅದಾಗಿದೆ ಆತ್ಮಿಕ ಜೀವಿತ. ഒരു മാറയുണ്ടെങ്കിൽ, ಒಂದು ಮಾರ ಇದ್ದರೆ, അടുത്ത ദൈവം എലീമിലേക്ക് നയിക്കുകയാണ്. ಮುಂದೆ ದೇವರು ನಿನ್ನನ್ನು ಎಲೀಮಿಗೆ ನಡೆಸ್ತಾರೆ. നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, രോഗത്തിന്റെ മാറയിൽ നിങ്ങൾ മരിച്ചു പോകത്തില്ല. ನೀವು ಹಾದು ಹೋಗುತ್ತಿರುವ ಕಣ್ಣೀರಿನ, ದುಃಖದ, ರೋಗದ ಮಾರ ಸ್ಥಳದಲ್ಲಿ ನೀವು ನಶಿಸಿ ಹೋಗುವುದಿಲ್ಲ. വണ്ടി വീണ്ടും പുറപ്പെടുകയാണ്. ಆಮೇಲೆ ಗಾಡಿ ಮತ್ತೆ ಮುಂದುವರಿಯುತ್ತಿದೆ. വണ്ടി വീണ്ടും പുറപ്പെടുകയാണ്. ಗಾಡಿ ಮತ್ತೆ ಮುಂದೆ ಸಾಗುತ್ತಿದೆ. മാറയിൽ നിന്ന് എലീമിലേക്ക് വണ്ടി പുറപ്പെടുകയാണ്. ಮಾರಾದಿಂದ ಎಲೀಮಿಗೆ ಗಾಡಿಯು ಮುಂದೆ ಸಾಗುತ್ತಿದೆ. കർത്താവ് യേശു സൗഖ്യവുമായി സഞ്ചരിച്ചു. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಗುಣ ಮಾಡುತ್ತಾ ಸಂಚರಿಸಿದನು. Hey, what's the reason? What's the secret behind that? ಅದಕ್ಕಿರುವ ಕಾರಣವೇನು? ಅದಕ್ಕೆ ಹಿಂದೆ ಇರುವ ರಹಸ್ಯವೇನು? വേദപുസ്തകം പറയുന്നു, ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ, നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നസറേത്ത് അതുകൊണ്ട് അവൻ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. ನಜರೇತಿನ ಯೇಸುವನ್ನು ಪವಿತ್ರಾತ್ಮದಿಂದಲೂ ಬಲದಿಂದಲೂ ಅಭಿಷೇಕಿಸಿದನು. ದೇವರು ಆತನ ಸಂಗಡ ಇದ್ದುದರಿಂದ ಆತನ ಉಪಕಾರಗಳನ್ನ ಮಾಡುತ್ತಾ ಸೈತಾನಿಂದ ಬಾಧಿಸಲ್ಪಡುತ್ತಿರುವವರೆಲ್ಲರನ್ನು ಗುಣ ಮಾಡುತ್ತಾ ಸಂಚರಿಸಿದನು. So അതിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കിയേ. ಅದರ ಮೊದಲ ಭಾಗವನ್ನು ಗಮನಿಸಿರಿ. How God the Father anointed Jesus Christ of Nazareth with the Holy Ghost. ತಂದೆಯ ದೇವರು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಹೇಗೆ ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಬಲದಿಂದಲೂ ತುಂಬಿಸಿದನು. Holy Ghost and with the power. ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಬಲದಿಂದಲೂ. ഇന്ന് പകല് അതാണ് നമ്മൾ കേൾക്കുന്നത്. ಇಂದು ಹಗಲಿನ ವೇಳೆ ಅದರಿಂದ ನಾವು ಗಮನಿಸಲಿಕ್ಕಿದ್ದೇವೆ. പിതാവായ ദൈവം നസ്രയനായ യേശുവിനെ അഭിഷേകം ചെയ്തു. ತಂದೆಯ ದೇವರು ನಜರೇತಿನ ಯೇಸುವನ್ನು ಅಭಿಷೇಕಿಸಿದನು. രണ്ട് കാര്യത്താൽ അഭിഷേകം ചെയ്തു. ಎರಡು ವಿಚಾರಗಳಿಂದ ಅಭಿಷೇಕಿಸಿದನು. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ, പരിശുദ്ധാത്മാവും ശക്തിയും. ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಬಲದಿಂದಲೂ. പരിശുദ്ധാത്മാവും ശക്തിയും. ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಬಲದಿಂದಲೂ. പരിശുദ്ധാത്മാവും ശക്തിയും. ಪವಿತ್ರಾತ್ಮನು ಬಲವು. പരിശുദ്ധാത്മാവും ശക്തിയും. ಪವಿತ್ರಾತ್ಮನು ಬಲವು. ശബ്ദമുയർത്തി എല്ലാവരും ശക്തിയോടെ പറഞ്ഞാട്ടെ. ಎಲ್ಲರೂ ಜೋರಾಗಿ ಹೇಳಿರಿ, ಗಟ್ಟಿಯಾಗಿ ಹೇಳಿರಿ, ಪವಿತ್ರಾತ್ಮನು ಬಲವು. അങ്ങനെയല്ല, വീട്ടിൽ പറയുന്ന പോലെ വാ തുറന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവും ശക്തിയും. ನೀವು ಮನೆಯಲ್ಲಿ ಬಾಯಿ ಬಡಿತೀರಲ್ಲ, ಅಷ್ಟು ಶಬ್ದ ಬರಬೇಕು. റെഡി, 1 2 3. പരിശുദ്ധാത്മാവിനാല് ശക്തിയാല്. ಪವಿತ್ರಾತ್ಮನಿಂದಲೂ ಶಕ್ತಿಯಿಂದಲೂ. അപ്പൊ രണ്ട് ഒക്കേഷനെ കുറിച്ച് അവിടെ പറയുകയാണ്. ಆಗ ಎರಡು ಸನ್ನಿವೇಶಗಳನ್ನ ಅಲ್ಲಿ ತಿಳಿಸುತ್ತಿದೆ. രണ്ട് സന്ദർഭങ്ങളെ കുറിച്ച് പറയുകയാണ്. ಎರಡು ಸಂದರ್ಭಗಳನ್ನ ಅಲ್ಲಿ ತಿಳಿಸಲ್ಪಟ್ಟಿದೆ. പരിശുദ്ധാത്മാവ്, ಒಂದು ಪವಿತ್ರಾತ್ಮ, മറ്റൊന്ന് ശക്തി. ಇನ್ನೊಂದು ಶಕ್ತಿ ಅಥವಾ ಬಲ. പരിശുദ്ധാത്മാവിൽ എപ്പോഴാണ് അവന് അഭിഷേകം നിറഞ്ഞത്? ಪವಿತ್ರಾತ್ಮನಿಂದ ಯಾವಾಗ ಆತನಿಗೆ ಅಭಿಷೇಕವಾಯಿತು? പറഞ്ഞാടെ, ಹೇಳಿರಿ, എപ്പോഴാണ് പരിശുദ്ധാത്മാവിൽ യേശു നിറഞ്ഞത്? ಯಾವಾಗ ಆತನು ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬಲ್ಪಟ್ಟಿದ್ದು? Yes, exactly. യേശു കർത്താവ് സ്നാനം കഴിഞ്ഞപ്പോൾ, ಯೇಸು ಕ್ರಿಸ್ತನ ದೀಕ್ಷಾ ಸ್ನಾನವಾದಾಗ, യോർദാന്റെ ಕರಗಿಲ್ വെച്ച്, ಯೋರ್ದಾನ್ ಹೊಳೆಯ ದಡದಲ್ಲಿ, എല്ലാരും പറഞ്ഞാട്ടെ യോർദാൻ. ಎಲ್ಲರೂ ಹೇಳಿರಿ ಯೋರ್ದಾನ್. ഗട്ടിക ಗಟ್ಟಿಯಾಗಿ. യോർദാന്റെ കരകിൽ വെച്ചാണ് അവന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്. ಯೋರ್ದಾನ್ ದಡದಲ್ಲಿ ಆತನು ಪವಿತ್ರಾತ್ಮ ಭರಿತನಾದನು. യേശുവിന് ഒരു യോർദാൻ ഉണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನಿಗೊಂದು ಯೋರ್ದಾನ್ ಇತ್ತು. നിങ്ങൾക്കൊരു യോർദാൻ ഉണ്ട്. ನಿಮಗೂ ಒಂದು ಯೋರ್ದಾನ್ ಇದೆ. നിങ്ങൾക്കൊരു യോർദാനിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റത്തില്ല. ನೀವೊಂದು ಯೋರ್ದಾನಿಂದ ಓಡಿ ಹೋಗಲು ಸಾಧ್ಯವಿಲ್ಲ. എല്ലാവരും നമ്മൾ യോർദാനിലൂടെ കടന്നു പോകണം. ಎಲ್ಲರೂ ಯೋರ್ದಾನನ್ನು ನಾವು ದಾಟಲೇಬೇಕು. പക്ഷെ ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടിയായി പറയുന്നു, ಆದ್ರೆ ನಿಮಗೆ ಗ್ಯಾರಂಟಿಯಾಗಿ ಹೇಳ್ತೇನೆ, ആ യോർദാൻ നിങ്ങളുടെ അവസാനമല്ല, ആരംഭമാണ്. ಆ ಯೋರ್ದಾನ್ ನಿಮ್ಮ ಕೊನೆಯಲ್ಲ, ಅದು ಪ್ರಾರಂಭವಾಗಿದೆ. യോർദാന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് മരണ യോർദാൻ. ಯೋರ್ದಾನ್ ಒಂದು ಅರ್ಥ ಹೇಳುತ್ತದೆ, ಅದು ಮರಣ ಯೋರ್ದಾನ್ ಆಗಿದೆ. ആമേൻ.
യോർദാൻ എന്ന് പറയുന്ന മരണ യോർദാൻ, ಯೋರ್ದಾನ್ ಅನ್ನ ಮರಣ ಯೋರ್ದಾನ್ ಅಂತ ಕರೆಯಲ್ಪಡುತ್ತದೆ, അല്ലെങ്കിൽ സെൽഫ് ഡിനായൽ, ಅಥವಾ ತನ್ನನ್ನೇ ತ್ಯಜಿಸುವಂಥದ್ದು, സ്വയത്യാഗം. ತನ್ನನ್ನೇ ತ್ಯಜಿಸುವಂಥದ್ದು. പിന്നെ നീ ഇല്ല, ಮತ್ತೆ ನೀನಿಲ್ಲ, നീ ചത്തുപോയി, ನೀನು ಸತ್ತು ಹೋದೆ. നീ ഇല്ല, നീ ചത്തുപോയി, ನೀನಿಲ್ಲ, ನೀನು ಸತ್ತು ಹೋದೆ. പിന്നെ ആരായി നിൽക്കുന്നേ? ಮತ್ತೆ ಯಾರು ನಿಂತಿರುವಂಥದ್ದು? യേശുവാണ് ഈ നിൽക്കുന്നത്. ಯೇಸು ನಿಂತಿದ್ದಾರೆ. അതിന്റെ പേരാണ് ശുശ്രൂഷ. ಅದರ ಹೆಸರಾಗಿದೆ ಸೇವೆ ಅನ್ನುವಂಥದ್ದು. നീ അല്ല, ನೀನಲ್ಲ, യേശുവാണ്. ಯೇಸು ಅಷ್ಟೇ. ഗലാത്യർ 2:20 അങ്ങനെ പറയുന്നു. ಗಲಾತ್ಯ 2:20 ಹೇಳ್ತದೆ, ഞാനല്ല, ನಾನಲ್ಲ, ക്രിസ്തു യേശു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ಯೇಸು ಕ್ರಿಸ್ತನ್ ನನ್ನಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದಾರೆ. നീ ചത്തുപോയി, ನೀನು ಸತ್ತು ಹೋಗಿ ಆಯ್ತು, മരിച്ചുപോയി. ನೀನು ಸತ್ತು ಹೋಗಿ ಆಯ್ತು. എവിടെയാ വെച്ചാണ് നീ മരിച്ചത്? ಎಲ್ಲಿ ನೀನು ಸತ್ತು ಹೋಗಿದ್ದು? നിന്റെ യോർദാനിൽ. ನಿನ್ನ ಯೋರ್ದಾನ್ ನಲ್ಲಿ. അതാണ് സ്നാനത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ಅದಾಗಿದೆ ದೀಕ್ಷಾ ಸ್ನಾನದ ಕ್ಲಾಸ್ ಅಲ್ಲಿ ನಾವು ಹೇಳುವಂತದ್ದು. നീ സ്നാനപ്പെടുമ്പോൾ, ನೀನು ದೀಕ್ಷಾ ಸ್ನಾನ ತೆಗೆದುಕೊಳ್ಳುವಾಗ പഴയ മനുഷ്യൻ മരിച്ചുപോയി, ನಿನ್ನ ಹಳೆಯ ಮನುಷ್ಯನು ಸತ್ತು ಹೋಗ್ತಾನೆ. ഇനി പുതിയ മനുഷ്യനാ ജീവിക്കുന്നത്. ನೀನೊಬ್ಬ ಹೊಸ ಮನುಷ್ಯನಾಗಿ ಜೀವಿಸುತ್ತಿ. നിന്റെ അജണ്ട മുഴുവൻ പോയി. ನಿನ್ನ ಆಮೇಲೆ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಮುಗಿದು ಹೋಯ್ತು. പകരം യേശുവിന്റെ അജണ്ടയാണ് ഇന്ന് നടക്കുന്നത്. ಇನ್ನು ಮುಂದೆ ಯೇಸುವಿನ ಕಾರ್ಯಕ್ರಮಗಳು ನಿನ್ನಲ್ಲಿ ನಡೆಯುತ್ತದೆ. നീ അല്ല, യേശുവാണ് നിന്നിലൂടെ വെളിപ്പെടുന്നത്. ಇನ್ನು ನೀನಲ್ಲ, ಯೇಸು ನಿನ್ನಲ್ಲಿ ಪ್ರದರ್ಶನಗೊಳ್ಳುತ್ತಾನೆ. എല്ലാവർക്കും യോർദാൻ ഉണ്ട്. ಸೊ ಎಲ್ಲರಲ್ಲಿಯೂ ಒಂದು ಯೋರ್ದಾನ್ ಇದೆ. യോർദാന്റെ അവസ്ഥ കടന്നു വരുമ്പോൾ, ಯೋರ್ದಾನ ಸ್ಥಿತಿ ಬರುವಾಗ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. ನಾವು ಚಿಂತಿಸುವುದುಂಟು, എന്റെ ജീവിതം മുഴുവൻ പോയി, ನನ್ನ ಜೀವಿತವೆಲ್ಲವೂ ಹೋಯಿತು, അതെ ഞാനിതാ അവസാനിച്ചു, ನಾನಿಲ್ಲಿ ಸಮಾಪ್ತಿ ಆಗ್ತಿದ್ದೇನೆ. എന്നാൽ മനസ്സിലാക്കുക, ಆದ್ರೆ ತಿಳಿದುಕೊಳ್ಳಿರಿ, ആരാണോ എവിടെയാണോ എല്ലാം തീർന്നു എന്ന് പറഞ്ഞത്, ಯಾರು ಎಲ್ಲಿ ಎಲ್ಲವೂ ಮುಗಿಯಿತು ಅಂತ ಹೇಳಿದ್ರು, അവിടെ അവർ തീരുകയല്ല ചെയ്യുന്നത്, ಅಲ್ಲಿ ಅವರು ಮುಗಿಯುತ್ತಿಲ್ಲ, അവിടെ അവർ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ಅಲ್ಲಿ ಅವರು ಆರಂಭಿಸುತ್ತಿದ್ದಾರೆ. എങ്ങനെ പറയാൻ കഴിയും? ಹೇಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ? ഞാൻ പ്രോമിസ് ലാൻഡിനെ കുറിച്ച്, വാഗ്ദത്ത ദേശത്തെ കുറിച്ച് പറയട്ടെ. ನಾನು ವಾಗ್ದಾನ ದೇಶದ ಕುರಿತಾಗಿ ಹೇಳುತ್ತೇನೆ. യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ, ಯೆಹೋಶುವನ ನಾಯಕತ್ವದಲ್ಲಿ ವಾಗ್ದಾನ ದೇಶಕ್ಕೆ ಇಸ್ರಾಯೇಲರು ಹೋಗುತ್ತಿದ್ದಾಗ, യോർദാൻ ആണ് വാഗ്ദത്തത്തിന്റെ അതിർത്തി. ಯೋರ್ದಾನ್ ಆಗಿದೆ ಈ ವಾಗ್ದಾನದ ಒಂದು ಪರಿಮಿತಿ ಅಥವಾ ಕೊನೆಯ ಭಾಗ. യോർദാൻ കടന്ന് മറുകര കിടന്നതാണ് വാഗ്ദത്തം. ಯೋರ್ದಾನ್ ಆಮೇನ್ ನೀವು ದಾಟಿ ಮುಂದೆ ವಾಗ್ದಾನ ದೇಶವಿದೆ. ആമേൻ, ഹല്ലേലൂയ. സെൽഫ് ഡിനായൽ അല്ലെങ്കിൽ സ്വയത്യാഗം വരുമ്പോഴാണ് വാഗ്ദത്തം നിനക്ക് കിട്ടുന്നത്. ನಮ್ಮನ್ನೇ ನಾವು ತ್ಯಜಿಸುವಾಗಲಾಗಿದೆ ನಮಗೆ ವಾಗ್ದಾನ ಸಿಗುವಂಥದ್ದು. വളരെ ഡീപ്പാണത്, ಬಹಳ ಆಳವಾದದ್ದು, വളരെ ഡീപ്പാണത്, ಬಹಳ ಆಳವಾದ ವಿಚಾರ. സെൽഫ് ഡിനായൽ ഇല്ലാതെ സ്പിരിച്വൽ പ്രോമിസ് കിട്ടത്തില്ല. ನಮ್ಮನ್ನೇ ನಾವು ತ್ಯಜಿಸದೆ ಆತ್ಮಿಕವಾದ ವಾಗ್ದಾನಗಳು ನಮಗೆ ಸಿಗೋದಿಲ್ಲ. സെൽഫ് ഡിനായൽ ഇല്ലെങ്കിൽ നീ ഒരു ജഡീകനാണ്. ನಮ್ಮನ್ನು ನಾವು ತ್ಯಜಿಸದೆ ಇದ್ದರೆ ನಾವು ಕೇವಲ ಶರೀರ ಭಾವಕ್ಕೆ ಅನುಗುಣವಾಗಿ ಜೀವಿಸುವವರು. നീ ഒരു ജഡീകനാണ്. ನೀನು ಶರೀರಾಧೀನನಾಗಿದ್ಯಾ. ജഡീകന് ആത്മീയ അനുഗ്രഹം കിട്ടത്തില്ല. ಶರೀರಾಧೀನನಾಗಿರುವವನಿಗೆ ಆತ್ಮಿಕ ಅನುಗ್ರಹ ಸಿಗೋದಿಲ್ಲ. ആത്മീയനെ ആത്മീയ അനുഗ്രഹം കിട്ടത്തുള്ളൂ. ಆತ್ಮಿಕನಿಗೆ ಮಾತ್ರ ಆತ್ಮಿಕ ಬಿಡುಗಡೆ ಅನುಗ್ರಹ ಸಿಗುವುದು. വായു തുറന്ന് എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മീയന് ആത്മീയ അനുഗ്രഹം ലഭിക്കുന്നു. ಎಲ್ಲರೂ ಬಾಯಿಗಳನ್ನ ತೆರೆದು ಹೇಳಿ, ಆತ್ಮಿಕನಿಗೆ ಆತ್ಮಿಕ ಆಶೀರ್ವಾದ ದೊರೆಯುತ್ತದೆ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ಇನ್ನೊಂದು ಸಲ ಜೋರಾಗಿ രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ആത്മീയരായിരിക്കുക. ಇಬ್ಬರಿಗೆ ಮುಟ್ಟಿ ಹೇಳಿರಿ, ಆತ್ಮಿಕನಾಗಿರು. ಯೋರ್ದಾನ್, യോർദാന്റെ കരയിൽ വെച്ചാണ് യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. ಯೋರ್ದಾನ ದಡದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನು ಪವಿತ್ರಾತ್ಮನಿಂದ ತುಂಬಲ್ಪಡುತ್ತಿದ್ದಾನೆ. യോർദാൻ എന്നത് നദിയാണ്. ಯೋರ್ದಾನ್ ಅನ್ನುವಂಥದ್ದು ಒಂದು ಹೊಳೆ ಆಗಿದೆ. ഞാൻ ആ നദി കണ്ടിട്ടുണ്ട്, ಆ ನದಿಯನ್ನು ನಾನು ನೋಡಿದ್ದೇನೆ. ആ നദിയിൽ ഇറങ്ങിയിട്ടുണ്ട്. യോർദാൻ നദി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ಯೋರ್ದಾನ್ ನದಿಯಲ್ಲಿ ನಾನು ಇಳಿದಿದ್ದೇನೆ. ആ നദിയിൽ ഞാൻ പലരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ಆ ನದಿಯಲ್ಲಿ ಅನೇಕರಿಗೆ ದ್ವಿಷಸ್ನಾನ ಕೊಟ್ಟಿದ್ದೇನೆ. ഒരു ചെറിയൊരു നദിയാണ്, ಅದೊಂದು ಸಣ್ಣ ನದಿ ಅಷ್ಟೇ. അതിൽ വെള്ളമുണ്ട്, ಅದರಲ್ಲಿ ನೀರಿದೆ. യോശുവ തലമുറ ആരംഭിക്കുന്നത് വെള്ളത്തിലൂടെയാണ്. ಯೆಹೋಶುವನು ಮತ್ತು ಅವನ ತಲೆಮಾರು ಅಲ್ಲಿ ಶುರು ಮಾಡುವಂಥದ್ದು ಆ ಒಂದು ನದಿಯಲ್ಲಾಗಿದೆ. മോശ തലമുറ ആരംഭിച്ചതും വെള്ളത്തിലൂടെയാണ്. ಮೋಶೆ ತಲೆಮಾರು ಶುರುವಾಗುವಂಥದ್ದು ಕೂಡ ನೀರಿನಲ್ಲಿ ಆಗಿತ್ತು.
മോശയുടെ ലീഡർഷിപ്പിൽ ജനം വന്ന് ചെങ്കടലാണ് കടന്നത്. ಮೋಶೆ ಒಂದು ನಾಯಕತ್ವದಲ್ಲಿ ಜನರು ಆ ಕೆಂಪು ಸಮುದ್ರವನ್ನ ದಾಟಿದರು. യോശുവയുടെ ലീഡർഷിപ്പിൽ ജനം വന്ന് യോർദാൻ നദിയാണ് കടന്നത്. ಯೆಹೋಶುವನ ನಾಯಕತ್ವದಲ್ಲಿ ಜನರು ಯೋರ್ದಾನನ್ನ ದಾಟುತ್ತಿದ್ದಾರೆ. ആരംഭം വെള്ളത്തിലാണ്. ಆಗ ಪ್ರಾರಂಭವು ನೀರಿನಲ್ಲಾಗಿತ್ತು. പലപ്പോഴും വെള്ളം ദൈവവചനത്തെ കുറിക്കുന്നു. ಅನೇಕ ಸಲ ನೀರು ದೇವರ ವಚನವನ್ನು ಸೂಚಿಸುತ್ತದೆ. അർത്ഥം വചനത്തിലാണ് പലതും തുടങ്ങേണ്ടത്. ಅದರ ಅರ್ಥ ವಚನದಿಂದಲೇ ಎಲ್ಲವೂ ಪ್ರಾರಂಭವಾಗಬೇಕಾಗಿದ್ದು. മോശയുടെ കാലത്ത് ചെങ്കടൽ വിഭാഗിക്കാൻ മോശയുടെ ദൈവം പറഞ്ഞു, വടിയെടുത്ത സമുദ്രത്തിന് നേരെ നീട്ടുക. ಮೋಶೆ ಕಾಲದಲ್ಲಿ ಕೆಂಪು ಸಮುದ್ರವನ್ನ ಇಬ್ಬಾಗ ಮಾಡುವುದಕ್ಕಾಗಿ ಮೋಶೆಗೆ ದೇವರು ಹೇಳ್ತಾರೆ, ನಿನ್ನ ಕೈಯಲ್ಲಿರುವ ಕೋಲನ್ನು ಸಮುದ್ರದ ಕಡೆ ಚಾಚು. നീ വടിയെടുത്ത സമുദ്രത്തിന് നീട്ടുക. ನೀನು ಕೋಲನ್ನು ತೆಗೆದು ಸಮುದ್ರದ ಕಡೆಗೆ ಚಾಚು. യോശുവയുടെ കാലം വന്നപ്പോ, ಆದ್ರೆ ಯೆಹೋಶುವನ ಕಾಲ ಬಂದಾಗ ദൈവം എന്താ പറഞ്ഞേ? ದೇವರು ಏನು ಹೇಳಿದ್ರು? യോശുവ എന്താ പറഞ്ഞേ? ಯೆಹೋಶುವನಿಗೆ ದೇವರು ಏನು ಹೇಳಿದ್ರು? പിള്ളേരെ, ആ അപ്പച്ചന്റെ വാക്കിംഗ് സ്റ്റിക്ക് അങ്ങ് എടുത്തിട്ട് വാ എന്നല്ല പറഞ്ഞേ. ಮಕ್ಕಳೇ, ಹೋಗಿ ಆ ಮೋಶೆಯ ತಾತನ ಕೋಲ್ ತಗೊಂಡ್ ಬನ್ನಿ ಅಂತಂದ್ರ. യോശുവയുടെ കാലത്ത് പെട്ടകമാണ് എടുക്കാൻ പറഞ്ഞത്. ಯೆಹೋಶುವನ ಕಾಲದಲ್ಲಿ ಮಂಜೂಷವನ್ನು ತಗೊಳ್ಳಿಕ್ಕೆ ಹೇಳಿದ್ರು. മോശയുടെ കാലത്ത് വടിയായിരുന്നു. ಮೋಶೆ ಕಾಲದಲ್ಲಿ ಕೋಲಾಗಿತ್ತು. യോശുവയുടെ കാലത്ത് പെട്ടകമായിരുന്നു. ಯೆಹೋಶುವನ ಕಾಲದಲ್ಲಿ ಮಂಜೂಷವಾಗಿತ್ತು. അടുത്ത കുറെ തലമുറകൾ മുന്നോട്ട് പോയി. ಇನ್ನು ಅನೇಕ ಪೀಳಿಗೆಯು ದಾಟಿ ಹೋದವು. ഏലിയാവും എലീശായും നിൽക്കുകയാണ്. ಎಲಿಯನಿದ್ದಾನೆ, ಎಲಿಷನಿದ್ದಾನೆ. അതും യോർദാൻ നദിയിലാണ്. ಅದು ಕೂಡ ಯೋರ್ದಾನ್ ಹೊಳೆಯಲ್ಲೇ ಆಗಿತ್ತು. അവിടെ മോശയുടെ വടിയല്ല എടുത്തേ. ಅಲ್ಲಿ ಮೋಶೆಯ ಕೋಲನ್ನು ತಗೊಂಡಿಲ್ಲ. അവിടെ ദൈവത്തിന്റെ പെട്ടകമല്ല എടുത്തേ. ದೇವರ ಮಂಜೂಷವನ್ನು ತಗೊಂಡಿಲ್ಲ. അവിടെ പുതപ്പാണ് എടുത്തത്. ಅಲ್ಲಿ ಹೊದಿಕೆಯನ್ನು ತಗೊಂಡ್ರು. ಆಮೆನ್, ಹಲ್ಲೆಲೂಯಾ. ಸೊ ಓರೋ ತಲೆಮುರೆಯಲ್ಲಿ ಓರೋ ಮೆಥಡ್ ഉണ്ട്. ಸೊ ಒಂದೊಂದು ಪೀಳಿಗೆಯಲ್ಲಿಯೂ ಒಂದೊಂದು ವಿಧಾನಗಳಿವೆ. ഓരോ തലമുറയിൽ ഓരോ ಮೆಥಡ್ ആണ് ദൈവം ചെയ്തത്. ಒಂದೊಂದು ಪೀಳಿಗೆಯಲ್ಲಿಯೂ ಒಂದೊಂದು ವಿಧಾನಗಳನ್ನು ಆತನು ಮಾಡಿದನು. ദൈവം മാറുന്നില്ല. ದೇವರು ಬದಲಾಗುತ್ತಿಲ್ಲ. ദൈവത്തിന്റെ ವಚനം മാറുന്നില്ല. ದೇವರ ವಚನವೂ ಬದಲಾಗುತ್ತಿಲ್ಲ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾ മാറുകയാണ്. ಆದ್ರೆ ದೇವರ ಪದ್ಧತಿಗಳು ಬದಲಾಗುತ್ತಿವೆ. മോശയുടെ തലമുറയിൽ വടിയായിരുന്നു. ಮೋಶೆಯ ಆ ಒಂದು ಪೀಳಿಗೆಯಲ್ಲಿ ಕೋಲಾಗಿತ್ತು. യോർദാന്റെ കരയിൽ യോശുവയുടെ തലമുറയിൽ അത് പെട്ടകമായിരുന്നു. ಯೋರ್ದಾನ್ ನದಿಯ ಬಳಿಯಲ್ಲಿ ಆ ಯೆಹೋಶುವನ ಜನರ ಬಳಿಯಲ್ಲಿ ಅವರು ಈಗೋ ಆ ದೇವರ ಮಂಜೂಷವನ್ನು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾರೆ. ಎಲೀಶಾയുടെ തലമുറയിൽ പുതപ്പായിരുന്നു. ಎಲೀಷನ ಆ ಒಂದು ಸಮಯದಲ್ಲಿ ಆ ಹೊದಿಕೆಯನ್ನು ಉಪಯೋಗಿಸುತ್ತಿದ್ದಾರೆ. കർത്താവ് യേശുവിന്റെ കാലത്ത് പ്രാവായിരുന്നു. ಆದರೆ ಯೇಸು ಕ್ರಿಸ್ತನ ಕಾಲ ಬಂದಾಗ ಪಾರಿವಾಳವಾಗಿತ್ತು. ശ്രദ്ധിക്കുക, ಗಮನಿಸ್ರಿ, ഇത് വളരെ ಇಂಪಾರ್ಟೆಂಟ್ ആണ്. ಇದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದದ್ದು. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ಪರಿಶುದ್ಧಾತ್ಮನ ಇಳಿದು ಬರುವಾಗ ഒരിക്കലും റിപ്പീറ്റേഷൻ കാണുകയില്ല. ಯಾವತ್ತೂ ಕೂಡ ಪುನರಾವರ್ತನೆ ಇರುವುದಿಲ್ಲ. പരിശുദ്ധാത്മാവ് കലിക്കുന്ന സർവീസിൽ ಪರಿಶುದ್ಧಾತ್ಮನು ಚಲಿಸುವಂತಹ ಕಡೆ എപ്പോഴും അവിടെ എന്തെങ്കിലും പുതിയ കാര്യം ഉണ്ടായിരിക്കും. ಅಲ್ಲಿ ಯಾವಾಗಲೂ ಹೊಸ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತದೆ. Because he is not the God of repetition, he is the God of creation. ಕಾರಣ ನಮ್ಮ ದೇವರು ಪುನರಾವರ್ತನೆ ಮಾಡುವ ದೇವರಲ್ಲ, ಆತನು ಸೃಷ್ಟಿ ಮಾಡುವ ದೇವರಾಗಿದ್ದಾನೆ. രണ്ടുപേരെ തൊട്ട് പറ, പുതിയതുണ്ട്, പുതിയതുണ്ട്. ಇಬ್ಬರನ್ನ ಮುಟ್ಟಿ ಹೇಳಿ, ಹೊಸದುಂಟು, ಹೊಸದುಂಟು. കണ്ണ് തുറന്ന് കേൾക്കണേ. ಕಣ್ಣು ತೆರೆದು ಕೇಳಬೇಕು. ആരും ഉറങ്ങല്ലേ? ಯಾರು ನಿದ್ದೆ ಮಾಡಬೇಡಿ. ആരും ഉറങ്ങല്ലേ? ಯಾರು ನಿದ್ದೆ ಮಾಡಬೇಡಿ. പുതിയ കാര്യമുണ്ട്, ಹೊಸ ಕಾರ್ಯವಿದೆ. ഇന്നലത്തെ പോലെയല്ലേ ഇന്ന്. ನೆನ್ನೆ ರೀತಿ ಅಲ್ಲ ಇವತ್ತು. കണ്ണടച്ചുറങ്ങിയ പുതിയ കാര്യം മിസ് ചെയ്യേ. ಆ ನಿದ್ದೆ ಮಾಡಿದರೆ ಹೊಸ ಕಾರ್ಯ ನಿನಗೆ ತಪ್ಪಿ ಹೋಗ್ತದೆ. എല്ലാം പുതിയത് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಎಲ್ಲರೂ ಹೊಸ ಕಾರ್ಯವನ್ನು ಅನುಭವಿಸಬೇಕಾದವರು ಕರಗಳ ಮೇಲಕ್ಕೆ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಹೇಳಿರಿ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ಜೋರಾಗಿ ಹಲ್ಲೆಲೂಯ ಹೇಳು. ജോറാഗി. ദൈവവചനം പറയുന്നു, ದೇವರ ವಚನವು ಹೇಳುತ್ತದೆ, യോശുവയുടെ കാലത്ത് യോർദാൻ വിഭാഗിക്കാൻ പെട്ടകമായിരുന്നു. ಯೆಹೋಶುವನ ಕಾಲದಲ್ಲಿ ಯೋರ್ದಾನನ ಇಬ್ಬಾಗ ಮಾಡಲು ದೇವರ ಮಂಜೂಷವಾಗಿತ್ತು. എലീശായുടെ കാലത്ത് പുതപ്പായിരുന്നു. ಎಲಿಷನ ಕಾಲದಲ್ಲಿ ಹೊದಿಕೆಯಾಗಿತ್ತು. യേശുവിന്റെ കാലത്ത് സ്തോത്രപിത പ്രാവ ഇറങ്ങി വന്നു. ಆದ್ರೆ ಯೇಸುವಿನ ಕಾಲದಲ್ಲಿ ಈಗ ಪಾರಿವಾಳವು ಇಳಿದು ಬಂತು.
സോ ഒരു കാര്യം ഞാൻ വളരെ ശക്തമായി പറയട്ടെ. ಆಗ ಒಂದು ವಿಚಾರ ನಿಮಗೆ ಶಕ್ತವಾಗಿ ಹೇಳುತ್ತೇನೆ. യോർദാൻ എന്ന് പറയുന്നത് സെൽഫ് ഡിനയലാണ്, സ്വയത്യാഗമാണ്. ಯೋರ್ದಾನ್ ಅನ್ನುವಂಥದ್ದು ಸ್ವ ತ್ಯಜಿಸುವಂತದ್ದಾಗಿದೆ, ಸ್ವತ್ಯಾಗವಾಗಿದೆ. പല സമയത്ത് ಅನೇಕ ಸಮಯದಲ್ಲಿ നമ്മൾ ചിന്തിക്കാറുണ്ട്, ನಾವು ಚಿಂತಿಸುವುದುಂಟು, എന്റെ ജീവിതം ഇതോടെ തീർന്നു, ನನ್ನ ಜೀವಿತ ಇಲ್ಲಿಗೆ ಮುಗಿಯಿತು. യോർദാന്റെ കരയിൽ അങ്ങനെ ചിന്തിച്ച ഒരുവനായിരുന്നു യാക്കോബ്. ಯೋರ್ದಾನ್ ದಡದಲ್ಲಿ ಆ ರೀತಿ ಚಿಂತಿಸಿದವನೊಬ್ಬನಾಗಿದ್ದನು ಯಾಕೋಬನು. യാബോക്ക് കടവിൽ വെച്ച് അവൻ ചിന്തിച്ചു. ಯಾಬೋಕ್ ತೀರದಲ್ಲಿ ಅವನು ಈ ರೀತಿ ಚಿಂತಿಸಿದನು. ഏതാണ് യാക്കോബ് കടവ്? ಏನಾಗಿದೆ ಈ ಯಾಬೋಕ್ ಎಂಬಂತಹ ಆ ತೀರ? യോർദാൻ നദിയാണ്. ಅದು ಕೂಡ ಯೋರ್ದಾನ್ ಹೊಳೆಯಾಗಿತ್ತು. യാബോക്ക് കടവ് എന്ന് പറയുന്നത് ജോർദാനാണ്. ಯಾಬೋಕ್ ತೀರ ಅನ್ನುವಂಥದ್ದು ಯೋರ್ದಾನ್ ನದಿ ಆಗಿತ್ತು. ആ യാബോക്ക് കടവിൽ വന്നപ്പോൾ ಆ ಯಾಬೋಕ್ ತೀರಕ್ಕೆ ಬಂದಾಗ യാക്കോബ് ചിന്തിച്ചു, ಯಾಕೋಬನು ಚಿಂತಿಸಿದನು, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ಇನ್ನು ನನಗೆ ಮುಂದಕ್ಕೆ ಹೋಗಲು ಸಾಧ್ಯವಿಲ್ಲ. എങ്ങനെയാണ് ബൈബിൾ സ്റ്റോറി പറയുന്നത്? ಈ ರೀತಿ ಬೈಬಲ್ ಹೇಳುತ್ತದೆ, രണ്ട് ഫോഴ്സസ് തന്നെ എതിർക്കാൻ കടന്നു വരുന്നു. ಎರಡು ಶಕ್ತಿಗಳು ಇವನನ್ನ ಹಿಂದಟ್ಟುವುದಕ್ಕಾಗಿ ಬರುತ್ತಿದೆ. മുന്നിൽ നിന്ന് തന്റെ ജ്യേഷ്ഠൻ ഏശാവ് വരുന്നു, ಎದುರುಗಡೆಯಿಂದ ತನ್ನ ಅಣ್ಣನಾದ ಏಸಾವನು ಬರುತ್ತಿದ್ದಾನೆ. പിന്നിൽ നിന്ന് പിടിച്ചു നിർത്താൻ ലാബാൻ വരുന്നു, ಹಿಂಭಾಗದಿಂದ ಲಾಬಾನನು ಬರುತ್ತಿದ್ದಾನೆ. മുന്നിലും പ്രശ്നം പിന്നിലും പ്രശ്നം. ಆಮೇಲೆ ಎದುರುಗಡೆ ಸಮಸ್ಯೆ, ಹಿಂದುಗಡೆ ಸಮಸ್ಯೆ, മുന്നിലും പ്രശ്നം പിന്നിലും പ്രശ്നം. ಎದುರುಗಡೆ ಸಮಸ್ಯೆ, ಹಿಂದುಗಡೆ ಸಮಸ್ಯೆ. വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ತಾನು ಅಂದುಕೊಂಡ ಇನ್ನು ಮುಂದುವರಿಯಲು ಸಾಧ್ಯವಿಲ್ಲ, I cannot be survived. എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല, ನನಗೆ ನಿಲ್ಲಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ, എനിക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല, ನನಗೆ ನೆಲೆ ನಿಲ್ಲಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ, എനിക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല. ನನಗೆ ನೆಲೆ ನಿಲ್ಲಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. പലപ്പോഴും നിങ്ങൾ പറഞ്ഞതാണ് എനിക്ക് നിലനിൽപ്പാൻ പറ്റില്ല. ಅನೇಕ ಸಲ ನೀವು ಕೂಡ ಹೇಳಿದ್ದುಂಟು, ನನಗೆ ನೆಲೆ ನಿಲ್ಲಲು ಸಾಧ್ಯವಿಲ್ಲ. പലപ്പോഴും നീ വിചാരിച്ചു ഇതോടെ എന്റെ ജീവിതം തൊലഞ്ഞു പോകും, ಅನೇಕ ಸಲ ನೀನು ಅಂದುಕೊಂಡೆ ಇಲ್ಲಿಗೆ ಎಲ್ಲವೂ ಮುಗಿದೋಯಿತು, ഇതോടെ എന്റെ ജീവിതം തകർന്നു പോയി, ಇಲ್ಲಿಗೆ ನನ್ನ ಜೀವಿತವು ನಾಶವಾಗುತ್ತಿದೆ, എനിക്ക് നിലനിൽപ്പാൻ കഴിയത്തില്ല. ನನಗೆ ನೆಲೆ ನಿಲ್ಲಲು ಸಾಧ್ಯವಾಗ್ತಿಲ್ಲ. എന്താ സംഭവിച്ചത്? ಆದ್ರೆ ಏನ್ ನಡೆಯುತ್ತಿಲ್ಲಿ? ദൈവം സ്തോത്രം എപ്പോഴാണോ നീ ഒറ്റപ്പെടുന്നത് ആ സമയത്ത് ദൈവം ഇറങ്ങി വരുന്നു. ಯಾವಾಗ ನೀನು ಒಂಟಿಯಾಗುತ್ತೀಯೋ ಅವಾಗ್ಲಾಗಿದೆ ದೇವರು ಇಳಿದು ಬರುವಂತದ್ದು. കർത്താവ് അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു, ದೇವರು ಅವನ ಬಳಿ ಇಳಿದು ಬಂದನು. യാബോക്ക് തീരത്ത്, യോർദാന്റെ തീരത്ത് ദൈവം ഇറങ്ങി വന്നു. ಯಾಬೋಕ್ ಅಥವಾ ಯೋರ್ದಾನ್ ತೀರದಲ್ಲಿ ದೇವರು ಇಳಿದು ಬರುತ್ತಾನೆ. ഇന്ന് നീ ചിന്തിക്കുന്നു നീ യോർദാനില്ലെന്ന്. ಇವತ್ತು ನೀನು ಚಿಂತಿಸುತ್ತೀಯೋ ನೀನು ಯೋರ್ದಾನಲ್ಲಿದ್ದೀಯೋ ಎಂಬುದಾಗಿ. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽപ്പുണ്ട്. ನೀನು ಒಬ್ಬಂಟಿಗನಲ್ಲ, ದೇವರು ನಿನ್ನ ಸಂಗಡ ಇಳಿದಿದ್ದಾನೆ. കർത്താവ് ഇറങ്ങി വന്നിട്ട് ದೇವರು ಇಳಿದು ಬಂದು യാക്കോബിനോട് ചോദിച്ചു, ಯಾಕೋಬನಿಗೆ ಕೇಳ್ತಾನೆ, Hey, what is your name? ನಿನ್ನ ಹೆಸರೇನಪ್ಪ? നിന്റെ പേരെന്നാ? ನಿನ್ನ ಹೆಸರೇನು? ഓ നിന്റെ പേരെന്ത്? ನಿನ್ನ ಹೆಸರೇನು? ഞാൻ അവിടെ ഉണ്ടായിരുന്നേ ചോദിച്ചേനെ. ನಾನಲ್ಲಿದ್ರೆ ಕೇಳ್ತಿದ್ದೆ, കർത്താവേ എവന്റെ പേര് അങ്ങക്ക് അറിയത്തില്ലയോ? ದೇವರೇ ಇವನ ಹೆಸರು ನಿಜವಾಗ್ಲೂ ನಿನಗೆ ಗೊತ್ತಿಲ್ವಾ? നിനക്കെന്നാ അൾഷിമസ് ഉണ്ടോ? നിനക്ക് ഓർമ്മ പെശകുണ്ടോ? ನಿನಗೇನು ನೆನಪಿನ ಶಕ್ತಿ ಏನಾದ್ರು ಕಡಿಮೆ ಇದೆಯಾ? നിനക്കെന്നാ ഓർമ്മക്കുറവിന്റെ രോഗമുണ്ടോ? ನಿನಗೆ ನೆನಪಿನ ಶಕ್ತಿ ಕಡಿಮೆ ಇರುವ ರೋಗವಿದೆಯಾ? നിനക്ക് ഇവന്റെ പേര് അറിയത്തില്ലയോ? ನಿಜವಾಗ್ಲೂ ನಿನಗೆ ಇವನ ಹೆಸರು ಗೊತ್ತಿಲ್ವೇ? കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ പേരുകളെ വിളിക്കുന്നവനെ, ಎಲ್ಲ ನಕ್ಷತ್ರಗಳನ್ನ ಹೆಸರಿಟ್ಟು ಕರೆದಾತನು ನೀನು. കോടിക്കണക്കിന് ജനത്തിന്റെ പേര് വിളിക്കുന്നവനാ, കോടി- കോടിക്കണക്കിന് നക്ഷത്ര, ಕೋಟಿಗಟ್ಲೆ ನಕ್ಷತ್ರಗಳ ಹೆಸರಿಡಿದು ಕರೆಯುವಂತ ದೇವರು. എന്തൊരു മെമ്മറി പവറാ, ಎಂತ ನೆನಪಿನ ಶಕ್ತಿ. Hey children, ಮಕ್ಕಳೇ listen carefully. ಗಮನಿಸಿ, This is not a playground. ಇದು ಆಟ ಆಡುವ ಸ್ಥಳವಲ್ಲ, ശ്രദ്ധിച്ചിരിക്കുക. ಗಮನಿಸಬೇಕು. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ പേര് വിളിക്കുന്നവന്, ಕೋಟಿಗಟ್ಲೆ ನಕ್ಷತ್ರಗಳ ಹೆಸರಿಡಿದು ಕರೆಯುವವನು, എവന്റെ പേര് നീ മറന്നുപോയോ? ಇವನ ಹೆಸರು ನೀನು ಮರೆತು ಹೋಗಿದೆಯೋ? പിന്നെ എന്താ എവന്റെ പേര് ചോദിക്കുന്നത്? ಮತ್ತೆ ಯಾಕೆ ಇವನ ಹೆಸರು ಕೇಳ್ತಿದ್ಯಾ? അപ്പൊ കർത്താവ് പറയും, ಆಗ ದೇವರು ಹೇಳ್ತಾರೆ, ഞാൻ മറന്നല്ല, ನಾನು ಮರೆತು ಹೋಗಿದ್ದಲ್ಲ. 22 വർഷം മുമ്പ്, 22 ವರ್ಷಗಳ ಹಿಂದೆ, 22 വർഷം മുമ്പ് 22 ವರ್ಷಗಳ ಹಿಂದೆ എവന്റെ അപ്പൻ ഇവന്റെ അപ്പൻ ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ ഇവൻ പേര് മാറ്റി പറഞ്ഞതാ. ಇವನ ತಂದೆಯ ಬಳಿ ಇಸಾಕನಿಂದ ಆಶೀರ್ವಾದ ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಇವನ ಹೆಸರನ್ನು ಬದಲಿಸಿದ. പേര് മാറ്റി പറഞ്ഞ മനുഷ്യന്റെ അനുഗ്രഹം കിട്ടും. ಒಂದು ವೇಳೆ ಹೆಸರು ಬದಲಾಯಿಸಿದರೆ ಮನುಷ್ಯನ ಆಶೀರ್ವಾದ ಸಿಗ್ತದೆ. പക്ഷെ ഉള്ള കാര്യം തുറന്നു പറയാതെ എൻ്റെ ഒന്നും കിട്ടത്തില്ല. ಆದರೆ ಸತ್ಯ ಹೇಳದಿದ್ರೆ ನನ್ನಿಂದ ಏನೂ ಸಿಕ್ಕೋದಿಲ್ಲ. കള്ളം പറഞ്ഞ മനുഷ്യനിൽ നിന്ന് വല്ലതും മേടിക്കാം, ಸುಳ್ಳು ಹೇಳಿದ್ರೆ ಮನುಷ್ಯರಿಂದ ಏನಾದ್ರು ತಗೊಳ್ಬಹುದು. പക്ഷെ ഉള്ള കാര്യം പറയാതെ ദൈവത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. ಆದರೆ ನಿಜ ಹೇಳದಿದ್ದರೆ ದೇವರಿಂದ ಏನೂ ಸಿಗೋದಿಲ್ಲ. അവൻ പറഞ്ഞു, അയ്യോ ഞാനൊരു യാക്കോബ്,
ಅವನು ಹೇಳ್ತಾನೆ, ನನ್ನ ಹೆಸರು ಯಾಕೋಬನು. പിന്നിൽ നിന്ന് എന്നെ ഏശാവ് പിടിച്ചെടുത്താൻ, പിന്നിൽ നിന്ന് ലാബാൻ എന്നെ പിടിച്ചെടുത്താൻ വരുന്നു. ಹಿಂದ್ಗಡೆಯಿಂದ ಲಾಬಾನ್ ನನ್ನನ್ನು ಹಿಡಿಯುವುದಕ್ಕಾಗಿ ಬರ್ತಿದ್ದಾನೆ. മുന്നിൽ നിന്ന് എന്നെ എതിർപ്പാൻ ഏശാവ് കടന്നു വരുന്നു. ಎದುರುಗಡೆಯಿಂದ ಏಸಾವನು ಬರ್ತಿದ್ದಾನೆ. അയ്യോ, ഞാനൊരു യാക്കോബാണ്, ನಾನೊಬ್ಬ ಯಾಕೋಬನಾಗಿದ್ದೇನೆ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ಈಗ ನನಗೆ ಮುಂದುವರಿಯಲು ಸಾಧ್ಯವಿಲ್ಲ, ഞാൻ ഉപായിയാണ്, ನಾನೊಬ್ಬ ಉಪಾಯ ಮಾಡುವವನಾಗಿದ್ದೇನೆ. ഓ, എന്റെ പിന്നിലും പ്രശ്നം, എന്റെ മുന്നിലും പ്രശ്നം, ನನ್ನ ಎದುರುಗಡೆ ಸಮಸ್ಯೆ, ಹಿಂದುಗಡೆ ಸಮಸ್ಯೆ. ഞാനിതാ യാബോക്കിൽ വന്നിരിക്കുന്നു, ನಾನೀಗ ಯಾಬೋಕಿನಲ್ಲಿ ಬಂದಿದ್ದೀನಿ, പേര് യാക്കോബാണ്, ನನ್ನ ಹೆಸರು ಯಾಕೋಬ್ ಎಂಬುದಾಗಿ ദൈവം പറഞ്ഞു. ನನ್ನ ದೇವರು ಹೇಳಿದರು, മേലാൽ നീ യാക്കോബല്ല, ಇನ್ನು ಮುಂದೆ ನೀನು ಯಾಕೋಬನಲ್ಲ, നീ ഇസ്രായേൽ, ನೀನು ಇನ್ನು ಮುಂದೆ ಇಸ್ರಾಯೇಲ್ ಆಗಿರುತ್ತೀಯ. ദൈവത്തിന്റെ പ്രഭു, ದೇವರ ಪ್ರಜೆ, ദൈവത്തിന്റെ പ്രഭു, ದೇವರ ಪ್ರಭು. ഐ നീഡ് എ പ്രിൻസ്. ನನಗೊಬ್ಬ ರಾಜನು ಬೇಕು. നിന്നെ യേശാവും തട്ടിക്കളിക്കാനുള്ള ഒരു പന്തല്ല. ನಿನಗೆ ಏಸಾವನು ಅಥವಾ ಇನ್ನೊಬ್ಬನು ಬಂದು ಆಮೇಲೆ ಆಟ ಆಡಿಸಬೇಕಾಗಿರುವಂತ ಒಂದು ಬಾಲ್ ಅಲ್ಲ ನೀನು. ലാബാന്റെ ടീം ബാക്കിൽ നിന്ന് യേശാവിന്റെ ടീം ഫ്രണ്ടിൽ നിന്ന് രണ്ട് ടീമും കൂടെ തട്ടിക്കളിക്കുന്ന ഫുട്ബോൾ അല്ല നീ. ಎದುರುಗಡೆಯಿಂದ ಆಮೇಲೆ ಏಸಾವನು, ಹಿಂದುಗಡೆಯಿಂದ ಲಾಬಾನನು, ಎರಡು ಟೀಮ್ ಅವರು ಬಂದು ಆಮೇಲೆ ಒದಿಯುವಂತಹ ಒಂದು ಫುಟ್ಬಾಲ್ ಅಲ್ಲ ನೀನು. രണ്ടുപേരെ തൊട്ട് പറ, ഞാൻ ആരുടെയും കാൽപന്തല്ല, കാലിലെ പന്തല്ല. ಇಬ್ಬರನ್ನ ಮುಟ್ಟಿ ಹೇಳಿ, ನಾನು ಯಾರಿಗೂ ಫುಟ್ಬಾಲ್ ಅಲ್ಲ, ഞാൻ ആർക്കും ഫുട്ബോൾ അല്ല, ನಾನು ಯಾರಿಗೂ ಫುಟ್ಬಾಲ್ ಅಲ್ಲ. അവന് തോന്നുന്ന നേരത്തെ എന്നെ തൊഴിക്കാൻ ഞാൻ അവന്റെ ഫുട്ബോൾ അല്ല. ಅವನು ಅಂದುಕೊಳ್ಳುವ ಸಮಯದಲ್ಲಿ ನನಗೆ ಒದಿಲಿಕ್ಕೆ ನಾನು ಫುಟ್ಬಾಲ್ ಅಲ್ಲ. തോന്നുന്നത് അതെല്ലാം വിളിച്ചു പറയാൻ ഞാൻ ആരുടെയും കയ്യിലെ ഫുട്ബോൾ ಅಲ್ಲ. ಅವನಿಗೆ ಬಾಯಿಗೆ ಬಂದಿದ್ದೆಲ್ಲ ಬೈಯಕ್ಕೆ ನಾನೊಂದು ಯಾರ ಕೈಲಿರುವ ಫುಟ್ಬಾಲ್ ಅಲ್ಲ. ഓ, നിന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല, ನಿನ್ನನ್ನು ಯಾರಿಗೂ ಮುಟ್ಟಲು ಸಾಧ್ಯವಿಲ್ಲ, അവന്റെ പന്തല്ല, ನೀನು ಅವನ ಫುಟ್ಬಾಲ್ ಅಲ್ಲ, എന്റെ പ്രഭുവാണ്, ನೀನು ನನ್ನ ಪ್ರಭುವಾಗಿದ್ದೀಯಾ, നീ എന്റെ പ്രഭുവാണ്, ನೀ ನನ್ನ ಪ್ರಭುವಾಗಿದ್ದೀಯಾ. എനിക്കൊരു പ്രഭുവിനെ വേണം, ನನಗೊಬ್ಬ ಪ್ರಭುವಿನ ಅಗತ್ಯವುಂಟು. ഭൂമിയിൽ എനിക്ക് വാഴാൻ ഒരു പ്രിൻസിനെ വേണം, ಈ ಭೂಮಿಯನ್ನು ಆಳ್ವಿಕೆ ಮಾಡ್ಲಿಕ್ಕೆ ಒಬ್ಬ ಪ್ರಭುವಿನ ಅಗತ್ಯವುಂಟು. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഈ ಭೂಮಿಯ വാഴാൻ എനിക്കൊരു പ്രിൻസിനെ വേണം, ಈ ಭೂಮಿಯನ್ನು ಆಳ್ವಿಕೆ ಮಾಡ್ಲಿಕ್ಕೆ ನನಗೊಬ್ಬ ರಾಜನನ್ನ ಬೇಕು, എനിക്കൊരു രാജകുമാരനെ വേണം, ನನಗೊಬ್ಬ ರಾಜಕುಮಾರನ ಅವಶ್ಯಕ ಉಂಟು. നീ ആരുടെ അടിമയല്ല, ನೀನು ಯಾರಿಗೂ ಗುಲಾಮನಲ್ಲ, നീ ഇസ്രായേൽ, ನೀನು ಇಸ್ರಾಯೇಲ್. നീ നിന്റെ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, ನೀನು ನಿನ್ನ ಒಂದು ನೆಲೆಗಾಗಿ ನೀನು ಯುದ್ಧ ಮಾಡ್ತಿದ್ಯಾ. നല്ല ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳ್ತಿದ್ದಾರೆ, നിന്റെ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവനെ, ನಿನ್ನ ನೆಲೆಗಾಗಿ ನೀನು ಯುದ್ಧ ಮಾಡ್ಬೇಕಾಗಿಲ್ಲ. നീ എന്റെ പ്രിൻസ് ആണ്, നീ എന്റെ പ്രഭുവാണ്, ನೀನು ನನ್ನ ರಾಜಕುಮಾರನಾಗಿದ್ದೀಯಾ, നീ ഇസ്രായേൽ. ನೀನು ಇಸ್ರಾಯೇಲನು. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുമ്പോ, ಇವತ್ತು ಇಸ್ರಾಯೇಲ್ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ, ഇസ്രായേൽ എന്ന് പറയുമ്പോ ಇವತ್ತು ಇಸ್ರಾಯೇಲ್ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ശത്രു രാജ്യങ്ങൾ വിറയ്ക്കുകയാണ്, ಶತ್ರು ರಾಜ್ಯಗಳು ನಡುಗುತ್ತವೆ. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ശത്രു രാജ്യങ്ങൾ വിറയ്ക്കുന്നു. ಇವತ್ತು ಇಸ್ರಾಯೇಲ್ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಆಮೇಲೆ ಶತ್ರು ರಾಷ್ಟ್ರಗಳು ನಡುಗುತ್ತವೆ. കാരണം അവൻ ദൈവത്തിന്റെ പ്രഭുവാണ്, ಕಾರಣ ಅವನು ದೇವರ ರಾಜಕುಮಾರನು. യേശുവിന്റെ നാമത്തില്, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നിനക്ക് യോർദാൻ ഉണ്ടെങ്കിൽ, ನಿನಗೆ ಒಂದು ಯೋರ್ದಾನ್ ಇದ್ದರೆ, ഇത് നിന്റെ അവസാനം അല്ല, ಇದು ನಿನ್ನ ಕೊನೆ ಅಲ್ಲ. യേശുവിന്റെ നാമത്തില്, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ സെമിനാറോടെ നീ ആരംഭിക്കുകയാണ്. ಈ ಒಂದು ಸೆಮಿನಾರ್ ಮುಖಾಂತರ ನಿನ್ನಲ್ಲಿ ಒಂದು ಪ್ರಾರಂಭವು ನಡೆಯುತ್ತಿದೆ. 3 പേരെ തൊട്ട് പറ, ഇതെന്റെ ആരംഭമാണ്. 3 ಜನರನ್ನ ಮುಟ್ಟಿ ಹೇಳಿ, ಇದು ನನ್ನ ಪ್ರಾರಂಭವಾಗಿದೆ, ഇതെന്റെ ആരംഭമാണ്, ಇದು ನನ್ನ ಪ್ರಾರಂಭವಾಗಿದೆ. ഇതോടെ തീരുകയല്ല, ಇಲ್ಲಿಗೆ ನಾನು ಸಮಾಪ್ತಿ ಆಗುತ್ತಿಲ್ಲ, ഇതോടെ തീരുകയല്ല, ಇಲ್ಲಿಗೆ ನಾನು ಮುಗಿದು ಹೋಗುತ್ತಿಲ್ಲ. പ്രിയപ്പെട്ടവർ, തീരുകയല്ല, ನನ್ನ ಜನರೇ, ನೀವು ಮುಗಿದು ಹೋಗುತ್ತಿಲ್ಲ. വീടിന്റെ അവസാനമല്ല, ನನ್ನ ಮನೆಯ ಕೊನೆ ಅಲ್ಲ, ಇದು സകലത്തിന്റെ ആരംഭമാണ്. ಎಲ್ಲದರ ಪ್ರಾರಂಭವಷ್ಟೇ. In Jesus name, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തില്, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇത് വിടുതലിന്റെ ആരംഭമാണ്. ಇದು ಬಿಡುಗಡೆಯ ಪ್ರಾರಂಭವಾಗಿದೆ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിച്ച് ആരംഭത്തിനായി ദൈവത്തെ സ്തുതിക്ക്. ಚಪ್ಪಾಳೆ ಹೊಡೆದಾದ್ರೆ ಸರಿಯಾಗಿ ಚಪ್ಪಾಳೆ ಹೊಡೆದು ಕರ್ತನಿಗೆ ಸರಿಯಾದ ಮಹಿಮೆ ಸಲ್ಲಿಸ್ರಿ. സോ യേശു യോർദാനിൽ പോയി സ്നാനപ്പെടുകയാണ്. ಯೇಸು ಯೋರ್ದಾನಲ್ಲಿ ಹೋಗಿ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಳ್ತಿದ್ದಾರೆ. യോർദാനിൽ പോയി സ്നാനപ്പെട്ടു. ಯೋರ್ದಾನಿಗೆ ಹೋಗಿ ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಿಕೊಂಡ್ರು. യോർദാനിൽ യേശു സ്നാനപ്പെട്ട സ്ഥലം യെരിഹോ പട്ടണത്തിന് അരികിലാണ്. ಯೋರ್ದಾನಲ್ಲಿ ಈ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಂಡಂತ ಈ ಸ್ಥಳವು ಎರಿಕೋ ಪಟ್ಟಣಕ್ಕೆ ಹತ್ತಿರವಾಗಿದೆ. എത്ര പേര് യെരിഹോ പട്ടണം കേട്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. ಎಷ್ಟು ಜನ ಎರಿಕೋ ಪಟ್ಟಣದ ಕುರಿತಾಗಿ ಕೇಳಿಸ್ಕೊಂಡ್ರಿ? യെരിഹോ പട്ടണം, യെരിഹോ
ಎರಿಕೋ ಪಟ್ಟಣದ ಎರಿಕೋ ಕುರಿತಾಗಿ. സ്ഥാപിച്ചത് നിമ്രോദാണ്. നിമ്രോദ് ಎರಿಕೋವನ್ನ ಸ್ಥಾಪಿಸಿದ್ದು ನಿಮ್ರೋದನಾಗಿದ್ದನು. നിമ്രോദ് അനുസരണക്കേടിന്റെ മനുഷ്യനായിരുന്നു. ನಿಮ್ರೋದನೊಬ್ಬ ಅವಿಧೇಯತ್ವದ ವ್ಯಕ್ತಿಯಾಗಿದ್ದ. അവനൊരു മത്സരിയായിരുന്നു. ಅವನೊಬ್ಬ ಪೈಪೋಟಿ ಮಾಡುವವನಾಗಿದ್ದ. ദൈവദാസന്മാരെ വിശ്വാസി അനുസരിക്കണം. ದೇವರ ಸೇವಕರುಗಳಿಗೆ ವಿಶ್ವಾಸಿಗಳು ವಿಧೇಯರಾಗಿರಬೇಕು. ഈ കുട്ടികള് പേരൻസിനെ അനുസരിക്കണം. ಈ ಸಣ್ಣ ಮಕ್ಕಳು ಅವರ ತಂದೆ ತಾಯಿಗೆ ಅಧೀನರಾಗಿರಬೇಕು. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ലെങ്കിലും ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ನೀವು ಸ್ತೋತ್ರ ಹೇಳದಿದ್ದರೂ ಹೆಂಡತಿ ಗಂಡನಿಗೆ ವಿಧೇಯಳಾಗಿರಬೇಕು. ഒരു ഭാര്യ മാത്രം സ്തോത്രം പറഞ്ഞു, ആമേൻ പറഞ്ഞു. ಒಂದು ಹೆಂಡತಿ ಮಾತ್ರ ಸ್ತೋತ್ರ ಹೇಳಿದ್ರು. ബാക്കിയുള്ള എല്ലാ ആന്റിമാരും എന്നെ തുറിച്ചു നോക്കി. ಉಳಿದ ಆಂಟಿಗಳೆಲ್ಲ ನನ್ನ ಗುರಾಯಿಸ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. നിനക്ക് ബിടെക് ആയിരിക്കും, ഭർത്താവ് IT ആയിരിക്കും, പക്ഷെ ബൈബിൾ പറയുന്നു നീ അവനെ അനുസരിക്കണം. ನೀನು ಬಿಟೆಕ್ ಆಗಿರ್ಬೋದು, ಗಂಡ ITI ಮಾತ್ರ ಇರ್ಬೋದು, ಆದರೆ ವಚನ ಹೇಳ್ತದೆ ನೀನು ಗಂಡನಿಗೆ ಅಧೀನಳಾಗಿರಬೇಕು. നിന്റെ ഭർത്താവ് കമ്പ്യൂട്ടർ ആയിരിക്കും, നിന്റെ ഭർത്താവ് നേഴ്സ് ആയിരിക്കും, നീ ഡോക്ടർ ആയിരിക്കും, പക്ഷെ എന്നാലും ഭർത്താവിനെ അനുസരിക്കണം. ನಿನ್ನ ಗಂಡನೊಬ್ಬ ನರ್ಸ್ ಆಗಿರ್ಬೋದು, ನೀನು ಡಾಕ್ಟರ್ ಆಗಿರ್ಬೋದು, ಆದರೆ ನೀನು ಗಂಡನಾದಂತ ನರ್ಸ್ಗೆ ಅಧೀನಳೇ ಆಗಿರಬೇಕು. ആരോ ഒരു തോക്ക് കിട്ടിയാൽ എന്നെ വെടിവെക്കാന്നുള്ളത് പോലെ സൂക്ഷിച്ചു നോക്കും. ಒಂದು ಗನ್ ಸಿಕ್ಕಿದ್ರೆ ಶೂಟ್ ಮಾಡಿ ಬೀಳ್ಸ್ತಿದ್ದೆ ಅಂತ ನೋಡ್ತಿದ್ದಾರೆ. ദേഷ്യമുള്ള എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಸಿಟ್ಟಿರುವಂತ ಎಲ್ಲರೂ ಒಂದು ಹಲ್ಲೇಲೂಯ ಹೇಳಿರಿ ಜೋರಾಗಿ. ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞവരെ ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവരെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. ಈಗ ಹಲ್ಲೇಲೂಯ ಹೇಳಿದವರು ಗಂಡನಿಗೆ ಅಧೀನರಾಗದೇ ಇರುವವರು ಅಂತ ಈಗ ಗೊತ್ತಾಯ್ತು. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ಸಂತೋಷವುಳ್ಳವರ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. നിമ്രോദ് അനുസരണ ഇല്ലാത്തവനായിരുന്നു. ಆಗ ನಿಮ್ರೋದನೊಬ್ಬ ಅವಿಧೇಯತ್ವ ಇರುವಂತವನಾಗಿದ್ದನು. മത്സരിയായിരുന്നു. ಅವನೊಬ್ಬ ಪೈಪೋಟಿ ಮಾಡುವವನಾಗಿದ್ದ. അവരൊരു മത്സരിയായിരുന്നു. ಅವನೊಬ್ಬ ಪೈಪೋಟಿ ಮಾಡುವವನಾಗಿದ್ದ. അവനിതാ എരിഹോ പട്ടണത്തെ സ്ഥാപിച്ചു. ಅವನು ಈಗೋ ಎರಿಕೋ ಪಟ್ಟಣವನ್ನು ಸ್ಥಾಪಿಸುತ್ತಿದ್ದಾನೆ. ഞാൻ വലിയൊരു ആത്മീയ മർമ്മം പറയട്ടെ. ಒಂದು ಆತ್ಮೀಕ ಗುಡಾರ್ಥವನ್ನು ಹೇಳ್ತೇನೆ. റെബലിയൻ കാണിക്കുമ്പോൾ, മത്സരിക്കുമ്പോൾ സ്വർഗം അടയുന്നു, അനുസരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. ಯಾವಾಗ ನಾವು ಆಮೇಲೆ ದೇವರಿಗೆ ತಿರುಗಿ ಬೀಳ್ತೇವೋ ಆಗ ಪರಲೋಕವು ಮುಚ್ಚಲ್ಪಡುತ್ತದೆ. ಯಾವಾಗ ನಾವು ವಿಧೇಯರಾಗ್ತೀವೋ ಆಗ ಪರಲೋಕವು ತೆರೆಯಲ್ಪಡುತ್ತದೆ. എൻ്റെ ജീവിതത്തിൽ സ്വർഗം അടയണം, വാതിലുകളെല്ലാം അടയണമെന്നുണ്ടെങ്കിൽ അപ്പനെ അനുസരിക്കാതിരിക്കണം, പാസ്റ്റർ അനുസരിക്കാതിരിക്കണം, ഭർത്താവിനെ അനുസരിക്കാതിരിക്കണം. ನನ್ನ ಜೀವಿತದಲ್ಲಿ ಪರಲೋಕವು ತೆರೆಯೋದು ಬೇಡ, ಅದು ಮುಚ್ಚಲ್ಪಟ್ಟೆ ಇರ್ಲಿ ಅಂತ ಇದ್ರೆ ಪಾಸ್ಟರ್ಗೆ ನೀವು ವಿಧೇಯರಾಗೋದು ಬೇಡ, ಗಂಡನಿಗೆ ವಿಧೇಯರಾಗೋದು ಬೇಡ, ತಂದೆ ತಾಯಿಗೆ ನೀವು ವಿಧೇಯರಾಗೋದು ಬೇಡ. അനുസരണ ഇല്ലാതിരുന്നാൽ മതി, എല്ലാ വാതിലടിഞ്ഞ് അവസാനം ശവപ്പെട്ടി മാത്രം നിനക്ക് വേണ്ടി തുറക്കും. ಬಹಳ ಸುಲಭ. ಸುಮ್ಮನೆ ಅವಿಧೇಯರಾಗಿ ಜೀವಿಸಿದರೆ ಸಾಕು, ಎಲ್ಲವೂ ಮುಚ್ಚಲ್ಪಡುತ್ತದೆ. ശവപ്പെട്ടി മാത്രം തുറക്കും. ಆ ಶವದ ಪೆಟ್ಟಿಗೆ ಮಾತ್ರ ತೆರೆದಿರ್ತದೆ. എന്നാ അനുസരിക്കുമ്പോ, ಆದ್ರೆ ನೀವು ವಿಧೇಯರಾದ್ರೆ ശവപ്പെട്ടി അടയും, ബാക്കി എല്ലാം തുറക്കും. ಶವಪೆಟ್ಟಿಗೆ ಮುಚ್ಚಲ್ಪಡುತ್ತದೆ, ಉಳಿದೆಲ್ಲವೂ ತೆರೆಯಲ್ಪಡುತ್ತದೆ. നിമ്രോദ് സ്ഥാപിച്ച പട്ടണമായിരുന്നു എരിഹോ പട്ടണം. ನಿಮ್ರೋದನ ಸ್ಥಾಪಿಸಿದ ಪಟ್ಟಣವಾಗಿತ್ತು ಈ ಎರಿಕೋ ಪಟ್ಟಣ. അത് നൂറ്റാണ്ടുകളായി സ്വർഗം അതിന്മീതെ അടഞ്ഞു കിടക്കുക. ಅನೇಕ ಶತಮಾನಗಳಿಂದ ಪರಲೋಕವು ಅದರ ಮೇಲೆ ಮುಚ್ಚಲ್ಪಟ್ಟಿದೆ. എലീശായുടെ കാലത്തെ അത് ശാപത്തിന്റെ പട്ടണമാണ്. ಎಲೀಷನ ಕಾಲದಿಂದಲೇ ಅದು ಶಾಪಗ್ರಸ್ತವಾಗಿತ್ತು. വെള്ളം ശരിയല്ല, ಅಲ್ಲಿ ನೀರು ಸರಿ ಇಲ್ಲ, ഗർഭനാശം ഉണ്ട്, ಅಲ್ಲಿ ಗರ್ಭಧಾರಣೆ ಆಗುತ್ತದೆ. അത് നല്ലൊരു പട്ടണമല്ല. ಅಲ್ಲಿ ಆಮೆನ್ ಸ್ತೋತ್ರ ಸರಿಯಾದ ಪಟ್ಟಣವಲ್ಲ ಅದು. അനുസരണം കെട്ടവന്റെ പട്ടണം അത്. ಕಾರಣ ಅಲ್ಲೊಬ್ಬ ಅವಿಧೇಯನ ಒಂದು ಪಟ್ಟಣವಾಗಿತ್ತು. നമ്മളൊക്കെ സ്നാനപ്പെടണമെങ്കിൽ ನಾವೆಲ್ಲ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಳ್ಬೇಕಾದ್ರೆ വിചാരിക്കും നല്ലൊരു പാസ്റ്റർ കീഴിൽ നല്ലൊരു ചർച്ചിൽ പോയി സ്നാനപ്പെടണം, ಒಳ್ಳೆ ಒಬ್ರು ಪಾಸ್ಟರ್ ಕೆಳಗಡೆ ಒಳ್ಳೆ ಒಂದು ಸಭೆಗೆ ಹೋಗಿ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಳ್ಬೇಕು ಅಂತ. നല്ല അഭിഷേകം അനുഗ്രഹം ഉള്ളിടത്ത് പോയി സ്നാനപ്പെടണം, ಒಳ್ಳೆ ಅಭಿಷೇಕ ಆಶೀರ್ವಾದ ಇರುವ ಕಡೆ ಹೋಗಿ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಳ್ಬೇಕು ಅಂತ. യേശു അങ്ങനെയല്ല പോയത്. ಆದ್ರೆ ಯೇಸು ಆ ರೀತಿ ಹೋಗ್ಲಿಲ್ಲ. കർത്താവായ യേശു ചിന്തിച്ചു, ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಯೋಚಿಸಿದನು, എവിടെ അടഞ്ഞു കിടക്കുന്നു അതിനെ തുറക്കണം, ಎಲ್ಲಿ ಮುಚ್ಚಲ್ಪಟ್ಟಿದೆಯೋ ಅದನ್ನ ತೆರೀಬೇಕು. കാരണം അവൻ അടഞ്ഞു കിടക്കുന്നതിന് ഇന്നും നിന്റെ ജീവിതത്തിൽ തുറക്കുന്നവനാണ്. ಕಾರಣ ಇವತ್ತು ಕೂಡ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಮುಚ್ಚಲ್ಪಟ್ಟಿರುವಂತದನ್ನ ತೆರೆಯುವಾತನಾಗಿದ್ದಾನೆ ಆತನು. അടഞ്ഞതെല്ലാം ഈ സെമിനാറോടെ തുറക്കട്ടെ. ಮುಚ್ಚಲ್ಪಟ್ಟಿರುವಂತದೆಲ್ಲವೂ ಈ ಸಮಯದಲ್ಲಿ ತೆರೆಯಲ್ಪಡಲೇ.
യേശു കർത്താവ് നാസറേത്തിൽ നിന്ന് നടന്നു വന്നു. ಯೇಸು ಕ್ರಿಸ್ತನು ನಜರೇತಿಂದ ನಡೆದುಕೊಂಡು ಬರ್ತಿದ್ದಾರೆ. നൂറ്റാണ്ടുകളായി സ്വർഗം അടഞ്ഞു കിടന്ന യെരിഹോ പട്ടണത്തിന് അരികില് ಶತಮಾನಗಳಿಂದ ಸ್ವರ್ಗವು ಮುಚ್ಚಲ್ಪಟ್ಟಿದ್ದಂತಹ ಈ ಯೆರಿಕೋ ಪಟ್ಟಣದ ಬಳಿ ആ യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. ಆ ಯೋರ್ದಾನ್ ನದಿಯಲ್ಲಿ ಇಳಿದು ದೀಕ್ಷಾ ಸ್ನಾನ ತೆಗೆದುಕೊಳ್ಳುತ್ತಿದ್ದಾನೆ. ബൈബിൾ പറയുന്നു, ಸತ್ಯವೇದ ಹೇಳ್ತದೆ, അവൻ സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ಆತನು ದೀಕ್ಷಾ ಸ್ನಾನ ತಗೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ಪರಲೋಕವು ತೆರೆಯಿತು. അനുസരിച്ച് പ്രാർത്ഥിച്ചു, ವಿಧೇಯನಾಗಬೇಕು, ಪ್ರಾರ್ಥಿಸಬೇಕು. അനുസരിച്ച് പ്രാർത്ഥിച്ചു. ಆಮೇಲೆ ವಿಧೇಯನಾದನು, ಪ್ರಾರ್ಥಿಸಿದನು, അപ്പൊ സ്വർഗം തുറന്നു. ಆಗ ಪರಲೋಕವು ತೆರೆಯಿತು. ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗം തുറക്കത്തില്ല. ಸುಮ್ಮನೆ ಪ್ರಾರ್ಥಿಸಿದರೆ ಪರಲೋಕವು ತೆರೆಯೋದಿಲ್ಲ. മോട്ടിക്കാൻ കയറുന്ന കള്ളനും പ്രാർത്ഥിക്കുന്നുണ്ട്, ആരും കാണല്ലേ, ആരും കാണല്ലേ എന്ന്. ಕಳ್ಳತನ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗೋ ಕಳ್ಳನು ಪ್ರಾರ್ಥಿಸ್ತಾನೆ, ಯಾರು ಕಾಣಿಸಬಾರ್ದು, ಯಾರು ಕಾಣಿಸಬಾರ್ದು ಅಂತ. ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. ಸುಮ್ಮನೆ ಪ್ರಾರ್ಥಿಸಿ ಪ್ರಯೋಜನವಿಲ್ಲ. അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കണം. ವಿಧೇಯನಾಗಬೇಕು, ಆಮೇಲೆ ಪ್ರಾರ್ಥಿಸಬೇಕು. ഭൂമിയിൽ നീ ചെയ്യേണ്ട നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്യുന്നു. ಭೂಮಿಯಲ್ಲಿ ನೀನು ಮಾಡಬೇಕಾದನ್ನ ನೀನು ಮಾಡುವಾಗ ಪರಲೋಕದಲ್ಲಿ ದೇವರು ಮಾಡಬೇಕಾದನ್ನ ದೇವರು ಮಾಡ್ತಾನೆ. ഒരിക്കൽ കൂടെ ഭൂമിയിൽ നീ ചെയ്യേണ്ട നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്യുന്നു. ಇನ್ನೊಂದು ಸಲ ಭೂಮಿಯಲ್ಲಿ ನೀನು ಮಾಡಬೇಕಾದನ್ನ ನೀನು ಮಾಡುವಾಗ ಪರಲೋಕದಲ್ಲಿ ದೇವರು ಮಾಡಬೇಕಾದನ್ನ ದೇವರು ಮಾಡ್ತಾರೆ. ഒരത്ഭുതത്തിന് രണ്ട് കാര്യമുണ്ട്. ಒಂದು ಅದ್ಭುತಕ್ಕೆ ಎರಡು ವಿಚಾರಗಳುಂಟು. നീ ചെയ്യേണ്ട നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട ದೈವಂ ചെയ്യുന്നു. ನೀನು ಮಾಡಬೇಕಾದ್ದು ನೀನು ಮಾಡುವಾಗ ದೇವರು ಮಾಡಬೇಕಾದನ್ನ ದೇವರು ಮಾಡ್ತಾರೆ. കർത്താവായ യേശു ക്രിസ്തു, ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ಆತನು ವಿಧೇಯನಾಗಿ ಪ್ರಾರ್ಥಿಸಿದಾಗ സ്വർഗം തുറന്ന് ಪರಲೋಕವು ತೆರೆಯಿತು. പരിശുദ്ധാത്മാ ഇറങ്ങി വരികയാണ്. ದೇವರ ಆತ್ಮನು ಇಳಿದು ಬರುತ್ತಿದ್ದಾನೆ. സ്വർഗം തുറന്നു, ಪರಲೋಕವು ತೆರೆಯಿತು. വാ തുറന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, സ്വർഗം തുറന്നു. ಜೋರಾಗಿ ಹೇಳಿರಿ ಆಮೆನ್. ಪರಲೋಕವು ತೆರೆಯಿತು. സ്വർഗം തുറന്നു, ಪರಲೋಕವು ತೆರೆಯಿತು. മറ്റൊരു രഹസ്യം കൂടെ പറയട്ടെ. ಇನ್ನೊಂದು ರಹಸ್ಯ ಹೇಳ್ತೇನೆ. യേശു ഒറ്റയ്ക്കല്ല നിന്നത്. ಯೇಸು ಬಂಟಿಗನಾಗಿ ನಿಂತಿಲ್ಲ. പലയിടത്ത് പലരും ഒറ്റയ്ക്കാ നിൽക്കുന്നത്. ಅನೇಕ ಕಡೆ ಅನೇಕರು ಒಂಟಿಯಾಗಿ ನಿಲ್ತಾರೆ. എനിക്ക് ദർശനം ഉണ്ടല്ലോ, ನನಗೆ ದರ್ಶನವಿದೆಯಲ್ಲ, എനിക്ക് പ്രവചനം ഉണ്ടല്ലോ, ನನಗೆ ಪ್ರವಾದನೆ ಇದೆಯಲ್ಲ, എനിക്ക് വെളിപ്പാടുണ്ടല്ലോ, ನನಗೆ ಪ್ರಕಟಣೆ ಇದೆಯಲ್ಲ, എനിക്ക് വലിയ പ്രാർത്ഥനയുണ്ടല്ലോ, ನನಗೆ ಪ್ರಾರ್ಥನೆ ಇದೆಯಲ್ಲ, എനിക്ക് വലിയ ശുശ്രൂഷയുണ്ടല്ലോ. ನನಗೆ ದೊಡ್ಡ ಸೇವೆ ಇದೆಯಲ್ಲ. ഒറ്റയ്ക്കാണ് പലരും നിൽക്കുന്നത്. ಒಂಟಿಯಾಗಿ ಅನೇಕರು ನಿಂತಿದ್ದಾರೆ. ഒറ്റയ്ക്ക് നിൽക്കുന്ന വലിയ അപകടമാണ്. ಒಂಟಿಯಾಗಿ ನಿಲ್ಲುವಂಥದ್ದು ಬಹಳ ಅಪಾಯಕಾರಿ. നിനക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. ನಿನಗೊಂದು ಅನ್ಯೋನ್ಯತೆ ಬೇಕು. ചില ആൾക്കാരുണ്ട്, ಕೆಲವರಿದ್ದಾರೆ, വേറെ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ಯಾರ ಜೊತೆ ಯಾವ ಕನೆಕ್ಷನು ಇಲ್ಲ, ഒറ്റയ്ക്കേ വരത്തുള്ളൂ. ಒಬ್ಬರೇ ಬರ್ತಾರೆ. ചർച്ചിൽ ഒറ്റയ്ക്ക് വരും, പെട്ടെന്ന് ഒറ്റയ്ക്ക് പോകും. ಸಭೆಗೆ ಒಬ್ಬರೇ ಬರ್ತಾರೆ, ತಕ್ಷಣ ಒಬ್ಬರೇ ಹಿಂತಿರುಗಿ ಹೋಗ್ತಾರೆ. ഞാന് ഇവിടെ വയനാട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പോകുമായിരുന്നു. ವಯನಾಡಲ್ಲಿ ಒಂದು ಮೀಟಿಂಗ್ ಮುಗಿಸಿ ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ವಾಪಸ್ ಹೋಗ್ತಿದ್ದೆ. രാത്രിയിൽ തിരിച്ചു പോവാ. ರಾತ್ರಿಯಲ್ಲಿ ನಾನು ಹಿಂತಿರುಗಿ ಹೋಗ್ತಿದ್ದೇನು. ഞങ്ങളിങ്ങനെ ആ വനത്തിലൂടെ ഹൈവേയിലൂടെ ഇങ്ങനെ വരുമ്പോ ನಾವು ಆ ಹೈವೇ ಅಲ್ಲಿ ನಾವು ಪ್ರಯಾಣ ಮಾಡ್ತಿದ್ದಾಗ 2-3 ആന ഇങ്ങനെ ക്രോസ് ചെയ്യാ, കാട്ടാന. 2-3 ಆನೆಗಳು ಬರ್ತಿದೆ, ಕಾಡಾನೆಗಳು. ഞാൻ പേടിച്ചു പോയി. ನನಗೆ ಹೆದರಿಕೆ ಆಯ್ತು. എന്റെ ഡ്രൈവർ കൊല്ലു ഗുരുക്കോ ഇല്ല, ನನ್ನ ಡ್ರೈವರ್ಗೆ ಯಾವ ಸಮಸ್ಯೆನೂ ಇಲ್ಲ. ഇവിടെ ഒരു 3 പേര് കുലുങ്ങാതിരിക്കുന്ന പോലെ പുള്ളി കുലുങ്ങാതിരിക്കുക. ಇಲ್ಲಿ ಒಂದು 2-3 ಜನ ಅಲ್ಗಾಡದೆ ಕೂತಿದ್ದೀರಲ್ಲ, ಹಂಗೆ ಅವರು ಅಲ್ಗಾಡದೆ ಕೂತಿದ್ದಾರೆ. ഞാൻ പറഞ്ഞു, സെബാസ്റ്റ്യൻ ബ്രദർ, ನಾನು ಕರೆದೆ, ಸೆಬಾಸ್ಟಿನ್ ಬ್ರದರ್, കർത്താവ് വന്നു, ಯೇಸು ಸ್ವಾಮಿ ಬಂದ್ರು, ഇപ്പൊ നമ്മളെ എടുക്കാൻ പോവാണ്, ಈಗ ನಮ್ಮನ್ನ ಆತನ ತಗೊಳ್ಳಿಕ್ಕಿದ್ದಾರೆ. അയാൾക്ക് ഒരു കുഴപ്പമില്ല. അയാൾ പറയും, കർത്താവ് ഈ ഇടയ്ക്ക് എങ്ങും വരത്തില്ല. ಅವರು ಹೇಳಿದ್ರಿ, ಸದ್ಯಕ್ಕೆ ಯೇಸು ಸ್ವಾಮಿ ಬರೋದಿಲ್ಲ ಅಂತ. ആന ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ കർത്താവ് വന്നെന്ന് പറയാം. ಆ ಆನೆ ಒಂಟಿಯಾಗಿ ಬಂದಿದ್ರೆ ಯೇಸು ಸ್ವಾಮಿ ಬಂದ್ರು ಅಂತ ಹೇಳ್ಬೋದಿತ್ತು. പക്ഷെ ഇപ്പൊ കൂട്ടമായിട്ടാണ് ആന വന്നിരിക്കുന്നത്. ಆದ್ರೆ ಈಗ ಆನೆ ಗುಂಪಾಗಿ ಬಂದಿದೆ. അർത്ഥം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആനയാണ് അപകടകാരി. ಅದರ ಅರ್ಥ ಒಂಟಿಯಾಗಿ ಬರುವಂತ ಒಂಟಿ ಸಲಗವೇ ಅಪಾಯಕಾರಿ. ഈ ചർച്ചിൽ ഒറ്റയ്ക്ക് വരുന്നതിനെ സൂക്ഷിച്ചോളണം. ಈ ಚರ್ಚಿಗೆ ಒಬ್ಬರೇ ಆಗಿ ಬರ್ತಾರಲ್ಲ, ಅವ್ರನ್ನ ಸ್ವಲ್ಪ ಗಮನಿಸಬೇಕು. ಅದನ್ನೇ പറഞ്ഞു. ചിരിക്കാതെ പറ, ഞാൻ ചിരിക്കാതെ അല്ല പറഞ്ഞു. ഞാൻ ചിരിക്കുമെങ്കിൽ മാത്രമേ ചിരിക്കാവൂ. ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. പാസ്റ്റർക്ക് അറിയത്തില്ല, പാസ്റ്റർ ആൻറ്റി അറിയത്തില്ല, സഹവിശ്വാസികളായിട്ട് ഒരു കണക്ഷനും ഇല്ല. ಪಾಸ್ಟರ್ನ ಪರಿಚಯನೂ ಇಲ್ಲ, ಪಾಸ್ಟರ್ ಆಂಟಿದು ಪರಿಚಯ ಇಲ್ಲ, ಸಭೆಯಲ್ಲಿರುವ ಯಾರ ಪರಿಚಯವೂ ಇಲ್ಲ. ഒറ്റയ്ക്ക് വരും, ഒറ്റയ്ക്ക് പോകും. ಒಬ್ಬರೇ ಬರ್ತಾರೆ, ಒಬ್ಬರೇ ಹಿಂತಿರುಗ್ತಾರೆ. എന്നെ ദൈവം ഒറ്റയ്ക്ക് വിളിച്ചിരിക്കുന്നു. ನನ್ನನ್ನ ದೇವರ ಒಬ್ಬಂಟಿಯಾಗಿ ಕರೆದಿದ್ದಾರೆ. എന്നെ ദൈവം ഒറ്റയ്ക്ക് വിളിച്ചിരിക്കുന്നു. ನನ್ನನ್ನ ದೇವರು ಒಬ್ಬಂಟಿಯಾಗಿ ಕರೆದಿದ್ದಾರೆ. അങ്ങനെ ഒരു വിളിയില്ല, ഒറ്റ വിളി. ಆ ರೀತಿ ಒಂದು ಕರೆ ಇಲ್ಲ, ಒಂದು ಒಂಟಿಯಾದ ಕರೆ ಇಲ್ಲ. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല. ಮನುಷ್ಯನು ಒಂಟಿಯಾಗಿರುವಂಥದ್ದು ಒಳ್ಳೇದಲ್ಲ.
മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല. ಮನುಷ್ಯನು ಒಂಟಿಯಾಗಿರುವುದು ಒಳ್ಳೆಯದಲ್ಲ. ദൈവം നമ്മളെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ದೇವರು ನಮ್ಮನ್ನ ಅನ್ಯೋನ್ಯತೆಗಾಗಿ ಕರೆದಿದ್ದಾನೆ. ദൈവം നമ്മളെ കൂട്ടായ്മയിലേക്കാണ് ದೇವರು വിളിച്ചിരിക്കുന്നത്. ನಮ್ಮನ್ನ ಅನ್ಯೋನ್ಯತೆಗಾಗಿ ಕರೆದಿದ್ದಾನೆ. അല്ല, ഒറ്റപ്പെട്ട ഐലൻഡ് ആയിരുന്നാൽ, ഐലൻഡ്സ് ആയിരുന്നാൽ, ಒಂಟಿಯಾಗಿ ಒಂದು ದ್ವೀಪದೋಪಾದಿಯಲ್ಲಿದ್ರೆ, ഒരു ദ്വീപിനെ പോലെ നമ്മളായിരുന്നാൽ, ಒಂದು ദ്ವೀಪದಂತೆ ನಾವು ಆಗಿದ್ದರೂ അവിടെ കുഴപ്പമുണ്ട്. ಅಲ್ಲೊಂದು ಸಮಸ್ಯೆ ಇದೆ. എനിക്ക് ട്രിവാൻഡ്രത്ത് നല്ലൊരു സഹോദരനുണ്ട്. ನನಗೆ ಟ್ರಿವಾಂಡ್ರಮ್ ಒಬ್ರು ಒಳ್ಳೆಯ ಸಹೋದರರಿದ್ದಾರೆ. അദ്ദേഹം ഷിപ്പിൽ എഞ്ചിനീയർ ആണ്. ಅವರು ಶಿಪ್ ಅಲ್ಲಿ ಎಂಜಿನಿಯರ್ ಆಗಿದ್ದಾರೆ. സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പുള്ളി യാത്ര ചെയ്യുകയാണ്. ಈಗ ಸಿಂಗಾಪುರಿಂದ ಆಸ್ಟ್ರೇಲಿಯಾಕ್ಕೆ ಅವರು ಪ್ರಯಾಣ ಮಾಡ್ತಿದ್ದಾರೆ. ഞാൻ ഈ ഷിപ്പ് എഞ്ചിനീയർ അനിലിനോട് ചോദിച്ചു, ನಾನು ಆ ಶಿಪ್ ಇಂಜಿನಿಯರ್ ಆಗಿರುವಂತ ಅನಿಲ್ಗೆ ಕೇಳಿದೆ, ഈ ദ്വീപിൽ നിങ്ങളിങ്ങനെ സമുദ്രത്തിലൂടെ പോകുന്ന ദ്വീപൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലയോ? ನೀವು ಈ ಸಮುದ್ರದಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡುವಾಗ ದೀಪವನ್ನೆಲ್ಲ ನೋಡುವಾಗ ಬಹಳ ಸಂತೋಷ ಆಗ್ತದೆ ಅಲ್ವೇ? ദ്വീപിന്റെ അരികിലെ പോയി കാറ്റൊക്കെ കൊള്ളാൻ ഭയങ്കര രസമാണ് അല്ലയോ? ದ್ವೀಪದ ಬದಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ಗಾಳಿಯನ್ನೆಲ್ಲ ಆಸ್ವಾದ ಮಾಡ್ಲಿಕ್ಕೆ ಒಳ್ಳೇದಲ್ವಾ? അദ്ദേഹം പറഞ്ഞു, ദ്വീപ് കണ്ട ഞങ്ങൾ ഒരിക്കലും അടുക്കത്തില്ല. ಅವ್ರು ಹೇಳಿದ್ರು, ಎಲ್ಲಾದ್ರೂ ಒಂದು ದ್ವೀಪ ಕಂಡ್ರೆ ನಾವು ಅಲ್ಲಿ ಹೋಗೋದಿಲ್ಲ. കാരണം ഒറ്റപ്പെട്ട ദ്വീപിലാണ് കള്ളന്മാരും കടൽ കൊള്ളക്കാരും താമസിക്കുന്നത്. ಕಾರಣ ಒಂಟಿ ಆಗಿರುವ ದ್ವೀಪದಲ್ಲಾಗಿದೆ ಕಳ್ಳರು, ಕನ್ನಕೊರೆಯವರೆಲ್ಲ ಇರುವಂತದ್ದು. അയ്യോ, ഒറ്റപ്പെട്ട ദ്വീപിലാണ് കള്ളന്മാര് താമസിക്കുന്നത്. ಆಗ ಒಂಟಿ ಆಗಿರುವ ದ್ವೀಪದಲ್ಲಾಗಿದೆ ಕಳ್ಳರು ವಾಸ ಮಾಡುವಂತದ್ದು. എല്ലാ കയ്പും ദുഃഖവും നിരാശ എല്ലാം ജീവിക്കുന്ന ദ്വീപിലാ ജീവിക്കുന്നത്. ಎಲ್ಲ ಕಹಿಯಾದ ನಿರಾಶೆಗಳು ಇದೆಲ್ಲವೂ ವಾಸ ಮಾಡುವಂತದ್ದು ಏಕಾಂಗಿಯಾಗಿರುವ ದ್ವೀಪದಲ್ಲಾಗಿದೆ. ഒറ്റയ്ക്കല്ല ജീവിക്കേണ്ടത്. ಆಗ ಒಂಟಿಯಾಗಿ ಜೀವಿಸಬೇಡ್ರಿ, കണക്ട് ചെയ്ത് ജീവിക്കണം. ಕನೆಕ್ಟೆಡ್ ಆಗಿರಿ. മറ്റ് ദൈവദാസന്മാരും ദൈവമക്കളുമായി കണക്ട് ചെയ്ത് ജീവിക്കണം. ಉಳಿದ ಸೇವಕರುಗಳೊಂದಿಗೆ, ದೇವರ ಮಕ್ಕಳೊಂದಿಗೆ ಒಂದು ಸಂಬಂಧವನ್ನು ಇಟ್ಟುಕೊಳ್ಳಿರಿ. അടുത്തിരിക്കുന്നവരെ തോളെ പിടിച്ചു പറയണ, ಪಕ್ಕದಲ್ಲಿರುವವರ ಭುಜವನ್ನು ಹಿಡಿದು ಹೇಳ್ರಿ. അടുത്തിരിക്കുന്നവരെ തോളെ പിടിക്കുക. ಪಕ್ಕದಲ್ಲಿರುವವರ ಭುಜ ಹಿಡ್ಕೊಳ್ಳಿ. ഇപ്പൊ അറിയാം എത്ര ദ്വീപുണ്ടെന്ന്. ಈಗ ಗೊತ್ತಾಗ್ತದೆ ಎಷ್ಟು ದೀಪ ಇದೆ ಇಲ್ಲಿ. അടുത്തിരിക്കുന്നവരെ തോളെ പിടിച്ചു മൂത്ത് നോക്കിയേ. ಪಕ್ಕದಲ್ಲಿರುವವರ ಭುಜ ಹಿಡಿದು ಬಿಟ್ಟು ಅವರ ಮುಖ ನೋಡಿ, എന്നിട്ടൊന്ന് ചിരിക്കുക. ಸ್ವಲ್ಪ ನಗಬೇಕೀಗ. പട്ടിയും പൂച്ചയും ചിരിക്കില്ല, മനുഷ്യൻ ചിരിക്കും. ಆಮೇಲೆ ಈ ನಾಯಿಗಳು ಮತ್ತೆ ಬೆಕ್ಕು ಅಳುವುದಿಲ್ಲ, ನಗಾಡುವುದಿಲ್ಲ. ആ, പട്ടിയും പൂച്ചയും ചിരിക്കത്തില്ല. ನಾಯಿ ಮತ್ತೆ ಬೆಕ್ಕು ಆಮೇಲೆ ನಗುವುದಿಲ್ಲ, മനുഷ്യൻ ചിരിക്കും. ಮನುಷ್ಯನ ನಗುತ್ತಾನೆ. എന്നിട്ട് ചിരിച്ചു പറ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണം. ನಗುತ್ತಾ ಹೇಳ್ರಿ, ನಿಮಗೆ ನನ್ನ ಅವಶ್ಯಕತೆ ಇಲ್ಲದಿದ್ರು ನನಗೆ ನಿಮ್ಮ ಅವಶ್ಯಕತೆ ಉಂಟು. ഒരിക്കൂടെ പറ, ഒരിക്കൂടെ വേറൊരാളോട് നോക്കി പറ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണം. ಇನ್ನೊಬ್ಬರಿಗೆ ಹೇಳಿ, ನಿಮಗೆ ನನ್ನ ಅವಶ್ಯಕತೆ ಇಲ್ಲದಿದ್ರು ನನಗೆ ನಿನ್ನ ಅವಶ್ಯಕತೆ ಉಂಟು. വേറൊരാളെ നോക്കി പറ, ಇನ್ನೊಬ್ಬರು ನೋಡಿ ಹೇಳಿರಿ, എനിക്ക് നിങ്ങളെ വേണം. ನನಗೆ ನಿಮ್ಮ ಅವಶ್ಯಕತೆ ಉಂಟು. എനിക്ക് നിങ്ങളെ വേണം. ನನಗೆ ನಿನ್ನ ಅವಶ್ಯಕತೆ ಉಂಟು. അവരാണ് ക്രിസ്തീയ കൂട്ടായ്മ. ಅದಾಗಿದೆ ಕ್ರಿಸ್ತಿಯ ಅನ್ಯೋನ್ಯತೆ. ഞാൻ എത്ര നല്ല പ്രാസംഗികനെങ്കിലും, ನಾನು ಎಷ್ಟು ದೊಡ್ಡ ಪ್ರಸಂಗಿ ಆಗಿದ್ರು, ഈ ചെറുക്കനില്ലാതെ ഇവിടെ കാര്യം നടക്കത്തില്ല. ನಾನಿಲ್ದೆ ಅವ್ರಿಗೆ ಏನು ಮಾಡಕ್ಕಾಗಲ್ಲ. ആമേൻ. ಹಲ್ಲೆಲೂಯ. നമ്മൾ ആരെയും ഒറ്റയ്ക്ക് ദൈവം വിളിച്ചിട്ടില്ല. ನಮ್ಮನ್ನ ಯಾರನ್ನು ಒಂಟಿಯಾಗಿ ಆತನು ಕರೆದಿಲ್ಲ. സോ യോർദാന്റെ കരയില്, ಈ ಯೋರ್ದಾನ್ನ ದಡದಲ್ಲಿ യേശു ഒറ്റയ്ക്കല്ല നിന്നത്. ಯೇಸು ಒಂಟಿಯಾಗಿ ನಿಂತಿಲ್ಲ. യോഹന്നാൻ സ്നാപകൻ അവിടെയുണ്ട്. ಅಲ್ಲಿ ಸ್ನಾನಿಕನಾದ ಯೋಹಾನ್ ಇದ್ದಾನೆ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇങ്ങനെയാണ് തിയോളജിയൻസ് പറയുന്നത്. ಸ್ನಾನಿಕನಾದ ಯೋಹಾನ್ನ ಕುರಿತಾಗಿ ವೇದ ಪಂಡಿತರು ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಾರೆ, പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവാചകൻ, ಹಳೆ ಒಡಂಬಡಿಕೆಯ ಕೊನೆಯ ಪ್ರವಾದಿ. യേശു കർത്താവിനേക്കാൾ 6 മാസം മൂത്തവനാണ് യോഹന്നാൻ സ്നാപകൻ. ಯೇಸು ಕ್ರಿಸ್ತನಿಗಿಂತ 6 ತಿಂಗಳು ದೊಡ್ಡವನಾಗಿದ್ದಾನೆ ಈ ಸ್ನಾನಿಕನಾದ ಯೋಹಾನ್. എങ്കിലും അവനെ കഴിഞ്ഞ പ്രീവിയസ് ജനറേഷൻ, കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവനായിട്ടാണ് കൂട്ടുന്നത്. ಆದರೆ ಅವನನ್ನ ಹಳೆಯ ಆ ಒಡಂಬಡಿಕೆಯ ಪ್ರವಾದಿಯನ್ನಾಗಿ ಸೇರಿಸಲಾಗಿದೆ. സോ യോഹന്നാൻ സ്നാപകന് യേശു നിൽക്കുമ്പോൾ ಇಲ್ಲಿ ಸ್ನಾನಿಕನಾದ ಯೋಹಾನನಿದ್ದಾನೆ, ಯೇಸು ಕ್ರಿಸ್ತನಿದ್ದಾರೆ. 2 തലമുറയാണ് എഴുന്നേറ്റ് ಆಗ നിൽക്കുന്നത്. ಒಂದು 2 ಪೀಳಿಗೆ ಆಗಿದ್ದಾರೆ ಅಲ್ಲಿ ನಿಂತಿರುವಂತದ್ದು. 2 തലമുറയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. 2 ಪೀಳಿಗೆ ಅಲ್ಲಿ ಎದ್ದು ನಿಂತಿದ್ದಾರೆ. എവിടെ? യോർദാന്റെ കരയിൽ 2 തലമുറ നിൽക്കുന്നു. ಆಗ ಯೋರ್ದಾನ್ ದಡದಲ್ಲಿ 2 ಪೀಳಿಗೆ ನಿಂತಿದ್ದಾರೆ. ശക്തമായൊരു ദൂത് പറയട്ടെ. ಶಕ್ತವಾದ ಒಂದು ಆಲೋಚನೆ ಹೇಳ್ತೇನೆ. 2 തലമുറ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ സ്വർഗം തുറന്നിരിക്കും. 2 ಪೀಳಿಗೆ ಒಟ್ಟಾಗಿ ಸೇರಿದಾಗ ಪರಲೋಕವು ತೆರೆಯುತ್ತದೆ.
യേശുവിന്റെ നാമത്തില് ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഡിവൈൻ ജനറേഷൻ മിനിസ്ട്രിയില് ಡಿವೈನ್ ಜನರೇಷನ್ ಮಿನಿಸ್ಟ್ರೀಸ್ ಅಲ್ಲಿ ഒറ്റ തലമുറയല്ല നിൽക്കുന്നത്. ಇಲ್ಲಿ ಒಂಟಿ ತಲೆಮಾರಲ್ಲ ನಿಂತಿರುವಂತದ್ದು, തലമുറ ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിക്കാൻ പോകുക. ಎರಡು ಪೀಳಿಗೆಗಳು ಒಟ್ಟಾಗಿ ನಿಂತು ಸೇವೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದಾರೆ. പാസ്റ്റർ സുനിലിന്റെ മക്കളെ ശുശ്രൂഷിക്കുന്ന വേഗത്തിൽ ഞാൻ കാണാൻ പോവാ. ಪಾಸ್ಟರ್ ಸುನಿಲ್ ಅವರ ಮಕ್ಕಳು ಸೇವೆ ಮಾಡುವಂತದನ್ನ ಅತಿ ವೇಗದಲ್ಲಿ ನಾನು ನೋಡ್ಲಿಕ್ಕಿದ್ದೇನೆ. നിങ്ങളുടെ മക്കളെ ശുശ്രൂഷിക്കുന്ന നിങ്ങൾ കാണാൻ പോവാ. ನಿಮ್ಮ ಮಕ್ಕಳು ಸೇವೆ ಮಾಡುವಂತದನ್ನ ನೀವು ನೋಡ್ಲಿಕ್ಕಿದ್ದೀರಿ. നിന്റെ മക്കൾ ആൽക്കഹോളിനല്ല, ನಿಮ್ಮ ಮಕ್ಕಳು ಮದ್ಯಪಾನಕ್ಕಿರುವವರಲ್ಲ, മയക്കുമരുന്നിനല്ല, ಯಾವುದೋ ಮಾದಕ ವಸ್ತುವಿಗೂ ಅಲ್ಲ, സിനിമയ്ക്കും ക്രിക്കറ്റിനുമല്ല, ಸಿನಿಮಾಗೂ ಅಲ್ಲ, ಕ್ರಿಕೆಟಿಗೂ ಅಲ್ಲ. നിന്റെ കുഞ്ഞുങ്ങള് കർത്താവിന്റെ സുവിശേഷത്തിനാണ്. ನಿಮ್ಮ ಮಕ್ಕಳು ಕರ್ತನ ಸೇವೆಗಾಗಿಯೇ. കൈയടിക്ക് നിങ്ങൾ നേരെ കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കുക. ಚಪ್ಪಾಳೆ ಹೊಡೆಯುವುದಾದ್ರೆ ಸರಿಯಾಗಿ ಚಪ್ಪಾಳೆ ಹೊಡೆದು ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸ್ರಿ. നിന്റെ കുടുംബത്തിൽ നിന്ന് ശക്തന്മാരായ ദൈവദാസന്മാർ ദൈവദാസിമാർ ഉയരുവാൻ പോകുകയാണ്. ನಿನ್ನ ಕುಟುಂಬದಿಂದಲೇ ಶಕ್ತರಾದ ದೇವರ ಸೇವಕರು ಸೇವಕಿಯರು ಎಬ್ಬಿಸಲ್ಪಡ್ಲಿಕ್ಕಿದ್ದಾರೆ. ഇന്ന് പകൽ നിന്റെ വീടിന്റെ പേര് ദൈവം മാറ്റുകയാണ്. ಇಂದು ಹಗಲಿನ ವೇಳೆ ನಿನ್ನ ಮನೆ ಹೆಸರನ್ನೇ ಆತನು ಬದಲಿಸುತ್ತಿದ್ದಾನೆ. ഇന്ന് പകൽ നിന്റെ വീടിന്റെ പേരിനെ ദൈവം മാറ്റുക. ಇಂದು ಹಗಲಿನ ವೇಳೆ ನಿನ್ನ ಮನೆ ಹೆಸರನ್ನ ಆತನು ಬದಲಿಸುತ್ತಿದ್ದಾನೆ. അത് നഷ്ടത്തിന്റെയും ശാപത്തിന്റെ വീടല്ല, ಅದು ನಷ್ಟದ ಮತ್ತೆ ಶಾಪದ ಮನೆ ಅಲ್ಲ, കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെ വീടല്ല, ಅದು ಕಣ್ಣೀರಿನ ಮತ್ತು ದುಃಖದ ಮನೆ ಅಲ್ಲ. അത് ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ വീടാണ്. ಅನೇಕ ದೇವರ ಸೇವಕರ ದೇವರ ಸೇವಕಿಯರ ಮನೆಯಾಗಿದೆ. നിന്റെ മക്കൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താകും. ನಿನ್ನ ಮಕ್ಕಳು ಪವಿತ್ರಾತ್ಮ ಭರಿತರಾಗಿ ರೋಗಿಗಳನ್ನ ಸೌಖ್ಯ ಮಾಡುತ್ತಾರೆ, ದೆವ್ವಗಳನ್ನ ಓಡಿಸುತ್ತಾರೆ. നിന്റെ വീട് ഒരു മിഷണറി വീടാണ്. ನಿನ್ನ ಮನೆ ಒಂದು ಮಿಷನರಿ ಮನೆ ಆಗಿರುತ್ತದೆ. 5 പേർക്ക് കൈകൊടുത്ത് പറ, എന്റെ വീട് മിഷണറി വീടാണ്. 5 ಜನರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ನನ್ನ ಕುಟುಂಬ ಒಂದು ಮಿಷನರಿ ಕುಟುಂಬವಾಗಿದೆ. കൈകൊടുത്ത് പറ, എന്റെ വീട്ടിൽ ഞാൻ മിഷണറി വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പെട്ടെന്ന് പറ. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ನಾನೊಂದು ಮಿಷನರಿ ಕುಟುಂಬದಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದೇನೆ. 5 പേർക്ക് 5 പേർക്ക് 5 പേർക്ക് 5 ಜನರಿಗೆ 5 ಜನರಿಗೆ 5 പേർക്ക് 5 ಜನರಿಗೆ 5 പേർക്ക് 5 ಜನರಿಗೆ 5 പേർക്ക് 5 ಜನರಿಗೆ ഇരുന്ന 5 പേരെ തൊടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ಕೂತ್ಕೊಂಡು 5 ಜನರನ್ನ ಮುಟ್ಟಕ್ಕಾಗುತ್ತೋ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഇരുന്ന 5 പേരെ തൊട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ಕೂತ್ಕೊಂಡ್ರೆ 5 ಜನರನ್ನ ಮುಟ್ಟಕ್ಕಾಗುತ್ತೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ಒಂದು ಮಿಷನರಿ ಕುಟುಂಬದಲ್ಲಿ ನಾನು ವಾಸವಿದ್ದೇನೆ. നഷ്ടത്തിന്റെ വീടല്ല, ശാപത്തിന്റെ വീടല്ല, ನಷ್ಟದ ಮನೆ ಅಲ್ಲ, ಶಾಪದ ಮನೆಯೂ ಅಲ್ಲ, ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ വീടല്ല, ದುಃಖದ ಕಣ್ಣೀರಿನ ಮನೆ ಅಲ್ಲ. ഞാൻ താമസിക്കുന്നത് മിഷണറി വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ನಾನೊಂದು ಮಿಷನರಿ ಕುಟುಂಬದಲ್ಲಿ ವಾಸವಾಗಿದ್ದೇನೆ. നിന്റെ കുടുംബത്തിൽ നിന്ന് നീ മാത്രമായിരിക്കാം വിശ്വാസത്തിൽ വന്നത്. ನಿನ್ನ ಕುಟುಂಬದಿಂದ ನೀನು ಒಬ್ಬನೇ ನಂಬಿಕೆಗೆ ಬಂದಿರಬಹುದು. നീ മാത്രമായിരിക്കാം സ്നാനപ്പെട്ട ദൈവകൃപയെ വന്നത്. ನೀನು ಮಾತ್ರವಾಗಿರಬಹುದು ರಕ್ಷಣೆ ಹೊಂದಿ ಬಂದಿರುವಂತದ್ದು. നിന്റെ വീട്ടുകാർ ആരും രക്ഷിക്കപ്പെട്ട് കാണത്തില്ല. ನಿನ್ನ ಮನೆಯಲ್ಲಿ ಯಾರು ರಕ್ಷಣೆ ಹೊಂದದಿರಬಹುದು. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ಆದ್ರಿಂದ ಹಗಲಿನ ವೇಳೆ ಕರ್ತನು ಹೇಳುತ್ತಿದ್ದಾನೆ, ഞാൻ നിന്നെ തൊട്ടതുപോലെ നിന്റെ വീട്ടുകാരെ മുഴുവൻ തൊടാൻ പോവാ. ನಾನು ನಿನ್ನನ್ನು ಮುಟ್ಟಿದಂತೆ ನಿನ್ನ ಮನೆಯವರೆಲ್ಲರನ್ನ ಮುಟ್ಟುತ್ತೇನೆ. നീ അവരുടെ പക്ഷം ചേരത്തില്ല, ನೀನು ಅವರ ಪಕ್ಷ ಸೇರುವುದಿಲ್ಲ, അവര് നിന്റെ പക്ഷം ചേരാൻ പോകും. ಅವರು ನಿನ್ನ ಪಕ್ಷ ಸೇರುತ್ತಾರೆ. ചില ദിവസം കഴിയുമ്പോ, ಕೆಲವು ದಿವಸಗಳು ಮುಗಿಯುವಾಗ ഈ ബൈബിളും എടുത്ത് അവരും നിന്റെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ വരും. ಈ ಸತ್ಯವೇದ ತಗೊಂಡು ಅವರು ನಿನ್ನ ಜೊತೆ ಆರಾಧನೆಗಾಗಿ ಬರ್ತಾರೆ. 2 തലമുറ ഒരുമിച്ച് നിൽക്കുകയാണ്. 2 ಪೀಳಿಗೆಯು ಒಟ್ಟಿಗೆ ನಿಂತಿದ್ದಾರೆ. എല്ലാ വീട്ടിലും അപ്പനും മക്കളും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു. ಆಗ ಕೆಲವು ಮನೆಗಳಲ್ಲಿ ತಂದೆ ಮತ್ತೆ ಮಕ್ಕಳು ಒಟ್ಟಿಗೆ ನಿಲ್ಲಲಿಕ್ಕಿದ್ದಾರೆ. അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു. ತಾಯಿ ಮತ್ತೆ ಮಕ್ಕಳು ಒಟ್ಟಿಗೆ ನಿಲ್ಲಲಿಕ್ಕಿದ್ದಾರೆ. യേശുവിന്റെ നാമത്തില്, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഡിവൈൻ ജനറേഷൻ മിനിസ്ട്രിയില്, ಡಿವೈನ್ ಜನರೇಷನ್ ಮಿನಿಸ್ಟ್ರೀಸ್ ಅಲ್ಲಿ ഒരു തലമുറ അന്യഭാഷ പറയട്ടെ, മറ്റേ തലമുറ വ്യാഖ്യാനിക്കട്ടെ. ಒಂದು ಪೀಳಿಗೆಯು ಅನ್ಯ ಭಾಷೆ ಮಾತನಾಡಲಿ, ಇನ್ನೊಂದು ಪೀಳಿಗೆಯು ಅದನ್ನು ವ್ಯಾಖ್ಯಾನ ಮಾಡಲಿ.
രണ്ട് തലമുറ ഒരുമിച്ച് നിൽക്കട്ടെ. ಎರಡು ಪೀಳಿಗೆ ಅವರು ಒಟ್ಟಿಗೆ ನಿಂತುಕೊಳ್ಳಲಿ. രണ്ട് തലമുറ ഒരുമിച്ച് നിൽക്കട്ടെ. ಎರಡು ಪೀಳಿಗೆ ಅವರು ಒಟ್ಟಿಗೆ ನಿಂತುಕೊಳ್ಳಲಿ. ಯೋರ್ದಾന്റെ കരയില് ಈಗ ಯೋರ್ದಾನ್ ದಡದಲ್ಲಿ യേശു ഒറ്റയ്ക്കല്ല നിന്നത്. ಯೇಸು ಬಂಟಿಯಾಗಿ ನಿಂತಿಲ್ಲ. യേശു യോഹന്നാൻ സ്നാപകനും നിൽക്കുകയാണ്. ಯೇಸು ಇದ್ದಾರೆ, ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು ಇದ್ದಾನೆ. രണ്ടുപേര് നിൽക്കുന്നു. ಇಬ್ರು ನಿಂತಿದ್ದಾರೆ. അവിടെ പരിശുദ്ധാത്മ പ്രാവന്ത ദൈവരൂപത്തിൽ ഇറങ്ങുന്നു. ಅಲ್ಲಿ ಪರಿಶುದ್ಧಾತ್ಮನು ಪಾರಿವಾಳದ ರೀತಿಯಲ್ಲಿ ಬರುತ್ತಿದ್ದಾನೆ. രണ്ടുപേര് നിൽക്കുന്നു. ಇಬ್ರು ನಿಂತಿದ್ದಾರೆ. പരിശുദ്ധാത്മ പ്രാവന്ത ദൈവരൂപത്തിൽ ഇറങ്ങുന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ಪಾರಿವಾಳ ರೂಪದಲ್ಲಿ ಬರ್ತಿದ್ದಾನೆ. പെട്ടെന്ന് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. ತಕ್ಷಣ ನನಗೆ ಇನ್ನೊಂದು ವಿಚಾರ ಗೊತ್ತಾಯಿತು. പെട്ടകത്തിന്റെ മുകളിൽ രണ്ട് കെരൂബുകൾ നിൽക്കുന്നു. ಆಮೇನ್ ಈ ಮಂಜೂಷದ ಬಳಿ ಎರಡು ಕೆರೂಬಿಯರು ನಿಂತಿದ್ದಾರೆ. രണ്ട് കെരൂബുകൾ പെട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. ಎರಡು ಕೆರೂಬಿಯರು ಈ ಮಂಜೂಷದ ಮೇಲೆ ಕೂತಿದ್ದಾರೆ. അവർക്ക് മധ്യത്തിൽ മഴമേഘമല്ല മഹത്വമേഘം ഇറങ്ങി നിൽക്കുന്നു. ಅವರ ಮಧ್ಯದಲ್ಲಿ ಮಳೆಯ ಮೋಡವಲ್ಲ, ಮಹಿಮೆಯ ಮೇಘವಿಳಿದಿದೆ. Because one will chase 1,000 and two will chase 10,000. ಒಬ್ಬನು 1,000 ಬದಲಾಯಿಸಿದರೆ ಇಬ್ಬರು ಸೇರಿ 10,000 ಬದಲಾಯಿಸುತ್ತಾರೆ. പെട്ടകത്തിന് മുകളിൽ രണ്ടുപേര്. ಈ ಮಂಜೂಷದ ಮೇಲೆ പെട്ടകത്തിന് മുകളിൽ രണ്ട് കെരൂബ്. ಮಂಜೂಷದ ಮೇಲೆ ಇಬ್ಬರು ಕೆರೂಬಿಯರು. യോർദാന്റെ കരയിലെ യേശുവും യോഹന്നാൻ സ്നാപകനും. ಯೋರ್ದಾನ್ ದಡದಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನಿದ್ದಾನೆ, ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು ಇದ್ದಾನೆ. ചർച്ച് വളരെ ശ്രദ്ധിക്കുക. ಸಭೆ ಗಮನಿಸುರಿ. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ನೀವು ಒಂಟಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋರಾಗಿರಬಹುದು. ഒരാൾ കൂടെ ഐകമത്യപ്പെട്ടാൽ, ಆದ್ರೆ ಇನ್ನೊಬ್ಬರು ಅದಕ್ಕೆ ಜೊತೆ ಸೇರಿದರೆ, ഇന്ന് നീ കണ്ടതിനേക്കാൾ 10 മടങ്ങ് അത്ഭുതമായിരിക്കും ഇനി കാണാൻ പോകും. ಇವತ್ತು ನೀನು ನೋಡೋದಕ್ಕಿಂತಲೂ 10 ಪಟ್ಟು ಹೆಚ್ಚು ಅದ್ಭುತಗಳನ್ನು ನೋಡುವೆ. കാരണം ഒരുവൻ 1000 ഇരുവർ 10,000. ಕಾರಣ ಒಬ್ಬನು 10,000 ಇಬ್ಬರು 10,000. യേശു പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ರು, രണ്ടുപേർ ഐകമത്യപ്പെട്ട, ಇಬ್ಬರು ಐಕ್ಯಮತ್ಯದ ಜೊತೆ ಸೇರಿದರೆ പിതാവ് പുത്രന്റെ മഹത്വപ്പെടാൻ വേണ്ടി ಆ കാര്യത്തെ ഞാൻ ചെയ്യും. ತಂದೆಯು ಮಗನಲ್ಲಿ ಮಹಿಮೆ ಹೊಂದುವುದಕ್ಕಾಗಿ ಆತನು ಅದನ್ನು ಮಾಡುತ್ತಾನೆ. പിതാവ് പുത്രന്റെ മഹത്വപ്പെടാൻ വേണ്ടി രണ്ടുപേർ ഐകമത്യപ്പെട്ടാൽ ಆ ಕಾರ್ಯ ഞാൻ ചെയ്യും. ತಂದೆಯು ಆಮೇನ್ ಮಗನು ತಂದೆಯಲ್ಲಿ ಮಹಿಮೆಗೊಳ್ಳುವುದಕ್ಕಾಗಿ ಇಬ್ಬರು ಜೊತೆ ಸೇರಿದರೆ ಕರ್ತನು ಕಾರ್ಯ ಮಾಡುವನು. അർത്ഥം എന്തെന്നറിയോ? ಅದರ ಅರ್ಥವೇನು? പിതാവ് പുത്രന്റെ മേൽ മഹത്വപ്പെടാൻ വേണ്ടി ആ കാര്യം ഞാൻ ചെയ്യും. ಆಮೇನ್ ತಂದೆ ಆ ದೇವರು ಮಗನಲ್ಲಿ ಮಹಿಮೆಗೊಳ್ಳುವುದಕ್ಕಾಗಿ ಆ ಕಾರ್ಯವನ್ನು ನಾನು ಮಾಡುವೆನು. ഒറിജിനൽ ടെക്സ്റ്റിൽ ഗ്രീക്കിൽ അത് എഴുതിയിരിക്കുന്നത്, ಗ್ರೀಕಲ್ಲಿ ಅದು ಬರೆಯಲ್ಪಟ್ಟಿರುವಂತದ್ದು, എന്റെ സ്റ്റോർ ഹൗസിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തു തരും. ನನ್ನ ಕಣಜದೊಳಗಡೆ ಇರುವುದಾದ್ರೆ ನಾನು ಅದನ್ನು ನಿಮಗೆ ತಕ್ಕೊಡ್ತೀನಿ. കേൾക്കണം, ಕೇಳಿರಿ. എന്റെ സ്റ്റോർ ഹൗസിൽ ഉണ്ടെങ്കിൽ, ನನ್ನ ಕಣಜದಲ್ಲಿ ಇರುವುದಾದ್ರೆ, രണ്ടുപേരും ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ಇಬ್ಬರು ಐಕ್ಯತೆಯಿಂದ ಪ್ರಾರ್ಥಿಸುವಾಗ, സ്റ്റോർ ഹൗസിൽ ഉണ്ടെങ്കിൽ, ನನ್ನ ಕಣಜದಲ್ಲಿ ಇರುವುದಾದ್ರೆ ഞാൻ അത് എടുത്തു തരും. ನಾನು ಅದನ್ನ ನಿಮಗೆ ಕೊಡ್ತೇನೆ. ഇനി നീ രണ്ടുപേരും ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ಇನ್ನು ಇಬ್ಬರು ಸೇರಿ ಐಕ್ಯತೆಯಿಂದ ಪ್ರಾರ್ಥಿಸ್ತಿದ್ದಾರೆ. എന്റെ സ്റ്റോർ ഹൗസിൽ അത് ഇല്ലെങ്കിൽ, ನನ್ನ ಕಣಜದಲ್ಲಿ ಇಲ್ಲವಾದ್ರೆ ഞാനത് സൃഷ്ടിച്ചു തരും. ನಾನು ಅದನ್ನ ಸೃಷ್ಟಿ ಮಾಡಿ ಕೊಡ್ತೇನೆ. മനസ്സിലായോ? ಅರ್ಥ ಆಯ್ತಾ ನಿಮಗೆ? രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ಇಬ್ಬರು ಐಕ್ಯತೆಯಿಂದ ಪ್ರಾರ್ಥಿಸುವಾಗ കർത്താവ് പറയുന്നു, ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾರೆ, എന്റെ സ്റ്റോർ ഹൗസിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തു തരും. ನನ್ನ ಕಣಜದೊಳಗಡೆ ಇರುವುದಾದ್ರೆ ನಾನು ಅದನ್ನ ನಿಮಗೆ ತಕ್ಕೊಡ್ತೀನಿ. ഇല്ലെങ്കിൽ, ಇಲ್ಲದಿದ್ದರೆ ഇല്ലാത്തതിനെ ഞാൻ സൃഷ്ടിച്ചു തരും. ಇಲ್ಲದನ್ನ ನಾನು ಸೃಷ್ಟಿ ಮಾಡಿ ಕೊಡುತ್ತೇನೆ. സോ ഐകമത്യപ്പെടുമ്പോൾ, ಐಕ್ಯತೆಯಿಂದ ಇರುವಾಗ ദൈവത്തിന്റെ സന്നിധി അത് മാനുഫാക്ചർ ചെയ്യുകയാണ്. ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಅದು ಅದು ಸೃಷ್ಟಿಯಾಗುತ್ತಿದೆ. ദൈവത്തിന്റെ സന്നിധി അത് സൃഷ്ടിക്കുകയാണ്. ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಅದು ಸೃಷ್ಟಿಯಾಗುತ್ತಿದೆ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ಇಬ್ಬರನ್ನ ಮುಟ್ಟಿ ಹೇಳಿರಿ, ನಾವು ಜೊತೆಯಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ನಾವು ಜೊತೆಯಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ನಾವು ಜೊತೆಯಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ആരും കണ്ടിട്ടില്ലാത്തത്, ಇವ್ರು ಯಾರು ನೋಡದಿರುವಂತದ್ದು, ഇതുവരെ കർണാടകയിൽ ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്തത്, ಇದುವರೆಗೆ ಕರ್ನಾಟಕದಲ್ಲಿ ಪ್ರಕಟವಾಗದೇ ಇರುವಂತದ್ದು, ഇതുവരെ ഒരു ചർച്ചിൽ സംഭവിച്ചിട്ടില്ലാത്തത്, ಇದುವರೆಗೂ ಯಾವ ಸಭೆಯಲ್ಲಿ ನಡೆಯದಿರುವಂತದ್ದು, പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി പുത്രന്റെ നാമത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. ತಂದೆಯ ಮಹಿಮೆಗಾಗಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆತನು ಅದನ್ನು ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ನಂಬೋರು ಇಬ್ಬರ ಕರಗಳ ಮೇಲೆ ಕೆತ್ತಿ ಹಾಲೆಲೂಯ ಹೇಳಿರಿ. യോർദാന്റെ കരയില്, ಯೋರ್ದಾನ್ ದಡದಲ್ಲಿ രണ്ട് തലമുറ ഒരുമിച്ച് നിൽക്കുന്നു. ಎರಡು ಆಮೇನ್ ಪೀಳಿಗೆ ಒಟ್ಟಾಗಿ ನಿಂತಿದ್ದಾರೆ. അവിടെ മാത്രമല്ല രണ്ട് തലമുറ ഒരുമിച്ച് നിന്നത്, ಅಲ್ಲಿ ಮಾತ್ರವಲ್ಲ ಆ ರೀತಿ ನಿಂತಿರುವಂತದ್ದು,
പല സ്ഥലങ്ങളിൽ രണ്ട് തലമുറ ഒരുമിച്ച് നിന്നു. ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಎರಡು ಪೀಳಿಗೆಗಳು ಒಟ್ಟಿಗೆ ನಿಂತಿದ್ದಾರೆ. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച്, ಅಬ್ರಹಾಮನು ಇಸಹಾಕನು ಒಟ್ಟಿಗೆ, മോശയും യോശുവയും ഒരുമിച്ച്, ಮೋಶೆ ಮತ್ತೆ ಯೆಹೋಶುವನು ಒಟ್ಟಿಗೆ, ഏലിയാവും എലീശയും ഒരുമിച്ച്, ಎಲಿಯನು ಎಲೀಷನು ಒಟ್ಟಿಗೆ, യോഹന്നാൻ സ്നാപകനും യേശുവും ഒരുമിച്ച്, ಸ್ನಾನಿಕನಾದ ಯೋಹಾನ ಮತ್ತು ಯೇಸು ಕ್ರಿಸ್ತನು ಒಟ್ಟಿಗೆ. എവിടെയാണോ രണ്ട് തലമുറ ഒരുമിച്ച് നിന്നത്, ಎಲ್ಲೆಲ್ಲಿ ಎರಡು ಪೀಳಿಗೆಗಳು ಒಟ್ಟಿಗೆ ನಿಂತಿದ್ದರೋ അവിടെ എല്ലായിടത്തും സ്വർഗം തുറക്കപ്പെട്ടു. ಅಲ್ಲೆಲ್ಲವೂ ಪರಲೋಕವು ತೆರೆಯಿತು. മക്കളുള്ള എല്ലാ പേരൻസും കരങ്ങൾ ഉയർത്തിക്കേ. ಮಕ್ಕಳಿರುವಂತ ಎಲ್ಲ ತಂದೆ ತಾಯಂದಿರು ಕೈಗಳನ್ನ ಮೇಲೆ ಕೆತ್ರಿ. കുഞ്ഞുങ്ങളുള്ള എല്ലാ പേരൻസും കരങ്ങൾ ഉയർത്തിക്കേ. ಮಕ್ಕಳಿರುವ ಎಲ್ಲ ತಂದೆ ತಾಯಂದಿರು കൈಗಳನ್ನ ಮೇಲೆ ಕೆತ್ತಿ. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, ನೀವು ಒಂಟಿಯಾಗಿ ನಿಲ್ಲುವುದಿಲ್ಲ. നിങ്ങളുടെ മക്കളും നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കുകയാണ്. ನಿಮ್ಮ ಮಕ್ಕಳು ನಿಮ್ಮೊಂದಿಗೆ ಒಟ್ಟಾಗಿ ನಿಲ್ಲುತ್ತಾರೆ. അവിടെ സ്വർഗം തുറന്നിരിക്കും. ಅಲ್ಲಿ ಪರಲೋಕವು ತೆರೆದಿರುತ್ತದೆ. നിന്റെ മക്കൾ ഭൂതങ്ങളെ പുറത്താക്കും. ನಿಮ್ಮ ಮಕ್ಕಳು ದೆವ್ವಗಳನ್ನು ಓಡಿಸುವರು. നിന്റെ മക്കൾ രോഗികളെ സൗഖ്യമാക്കും. ನಿಮ್ಮ ಮಕ್ಕಳು ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುವರು. നിന്റെ മക്കൾ ഇന്ത്യയിലെ ലോക രാജ്യങ്ങളെ സുവിശേഷമായി ഓടും. ನಿಮ್ಮ ಮಕ್ಕಳು ಭಾರತ ದೇಶದಲ್ಲಿ ಸುವಾರ್ತೆಯೊಂದಿಗೆ ಹೋಗುವರು. നിന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ദൈവം തരും. ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ದೇವರು ಕೊಡುವರು. ഉന്നതമായ പദവികൾ ഇരിക്കും. ನಿಮ್ಮ ಮಕ್ಕಳು ಉನ್ನತ ಪದವಿಗೆ ಹೋಗುವರು. മറുവശത്ത് അവർ സുവിശേഷം പ്രസംഗിക്കും. ಅದೇ ಸಮಯದಲ್ಲಿ ಅವರು ಸುವಾರ್ತೆಯನ್ನು ಸಾರುತ್ತಾರೆ. സന്തോഷമുണ്ടോ? ಸಂತೋಷವಿದೆಯಾ? മനസ്സിലാകുന്നോ? ಅರ್ಥವಾಗ್ತಿದೆಯಾ? ಬೋರടിക്കുന്നോ? ಬೋರಡಿತಿದೆಯಾ? പ്രാപിക്കുന്നോ? ಹೊಂದಿಕೊಳ್ಳುತ್ತಿದ್ದೀರಾ? തുടരാമോ? ಶುರು ಮಾಡಬಹುದಾ? അതോ നിർത്തട്ടോ? ಇಲ್ಲ ನಿಲ್ಲಿಸ್ಲಾ? അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ സ്തോത്രം. വീണ്ടും യോർദാൻ നദിക്കരയിൽ നോക്ക്, യോർദാന്റെ കരയിലേക്ക് നോക്കിയേ. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಹೇಳಿ ಇನ್ನೊಂದ್ಸಲ ಯೋರ್ದಾನ್ ನದಿಯನ್ನು ನೋಡ್ರಿ. നദിക്കരയിൽ ഇതാ ഒരു കുഞ്ഞാട് നിൽക്കുന്നു. ನದಿ ದಡದಲ್ಲಿ ಒಬ್ಬ ಕುರಿಯಾದಾತನು ನಿಂತಿದ್ದಾನೆ. നദിക്കരയിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നു. ನದಿ ದಡದಲ್ಲಿ ಕುರಿಯಾದಾತನು ನಿಂತಿದ್ದಾನೆ. ഒരു കുഞ്ഞാട് നിൽക്കുന്നു. ನದಿ ತೀರದಲ್ಲಿ ಕುರಿಯಾದಾತನು ನಿಂತಿದ್ದಾನೆ. യോഹന്നാൻ പറഞ്ഞില്ലേ, behold the lamb of God. ಯೋಹಾನನು ಹೇಳಿಲ್ವೋ, ಅಗೋ ಯಜ್ಞದ ಕುರಿಯಾದಾತನು. നദിക്കരയിൽ ദൈവത്തിന്റെ കുഞ്ഞാട് നിൽക്കുന്നു. ನದಿ ದಡದಲ್ಲಿ ದೇವರ ಯಜ್ಞದ ಕುರಿಯಾದಾತನು ನಿಂತಿದ್ದಾನೆ. ആ കുഞ്ഞാടിന്റെ മുകളിൽ ഒരു പ്രാവ് ഇറങ്ങി വസിക്കുന്നു. ಆ ಕುರಿಯಾದಾತನ ಮೇಲೆ ಒಂದು ಪಾರಿವಾಳವು ಇಳಿಯುತ್ತಿದೆ. ചെന്നായിയുടെ മേലും പന്നിയുടെ മേലും അല്ല പ്രാവ് വസിക്കുന്നത്. ಈ ನರಿಗಳ ಮೇಲಾಗಲಿ ಅಥವಾ ಹಂದಿಗಳ ಮೇಲಲ್ಲಾಗಲಿ ಈ ಪಾರಿವಾಳ ಇಳಿಯೋದಿಲ್ಲ. കുഞ്ഞാടിന്റെ മേലാണ് പ്രാവ് വസിക്കേണ്ടത്. ಕುರಿಮರಿಯ ಮೇಲಾಗಿದೆ ಪಾರಿವಾಳ ಇಳಿಯುವುದು. ചെന്നായിയുടെ മേലല്ല, ಯಾವುದೋ ನರಿ ಮೇಲಲ್ಲ, പന്നിയുടെ മേലല്ല, ಹಂದಿಯ ಮೇಲೂ ಅಲ್ಲ. പന്നിയെ പിടിച്ച് ചേറിൽ നിർത്തിയാൽ ಒಂದು ಹಂದಿಯನ್ನು ಹಿಡಿದು ಕೆಸರಲ್ಲಿ ಹಾಕಿದ್ರೆ അയ്യോ ആ ചേറിൽ കിടന്നത് ഭയങ്കരമായിട്ട് കളിക്കും. ಆ ಕೆಸರಲ್ಲಿ ಬಹಳ ಸಂತೋಷದಿಂದ ಆಟ ಆಡ್ತದೆ. പക്ഷെ ആടിനെ പിടിച്ച് കുഞ്ഞാടിനെ പിടിച്ച് ചേറിൽ നിർത്തിയാൽ, ಆದ್ರೆ ಒಂದು ಕುರಿಮರಿಯನ್ನು ಹಿಡಿದು ಕೆಸರಲ್ಲಿ ಹಾಕಿದ್ರೆ കിടന്ന് നിലവിളിക്കും, ಅದು ಅಲ್ಲಿಂದ ಗೋಳಾಡ್ತದೆ, ಮೇ ಅಂತ. Man, improving. ಬೇಡ, ನಾನು ಹೊರಗಡೆ ಬರಬೇಕು, ಬಿದ್ದು ಹೋದೆನು, ಈ ಕೆಸರು ನನಗೆ ಬೇಡ, ಈ ಕೆಸರಲ್ಲಿ ನನಗೆ ನಿಲ್ಲೋದು ಬೇಡ, ಈ ಅಶುದ್ಧಿ ನನಗೆ ಬೇಡ, ನಾನು ಹೊರಗಡೆ ಬರ್ತೇನೆ. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് ചോദിക്ക്, നീ ആടാണോ പന്നിയാണോ? പെട്ടെന്ന് നീക്ക്. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಮುಟ್ಟಿ ಕೇಳಿ, ನೀನು ಹಂದಿ ಆಗಿದ್ದ ಇಲ್ಲ ಕುರಿಮರಿ ಆಗಿದ್ಯಾ ಅಂತ. ನೀನು ಹಂದಿನ ಕುರಿಮರಿನ?
ദൈവത്തിന്റെ കുഞ്ഞാട്, ದೇವರ ಕುರಿಮರಿ, ദൈവത്തിന്റെ കുഞ്ഞാട്. ದೇವರ ಕುರಿಮರಿ. നീ ഒരു കുഞ്ഞാടാണെങ്കിൽ ನೀನೊಂದು ಕುರಿಮರಿ ಆಗಿದ್ರೆ അതിന്റെ മേലെ പ്രാവിറങ്ങി നിൽക്കും. ಅದರ ಮೇಲೆ ಪಾರಿವಾಳ ಇಳಿಯುತ್ತದೆ. ദൂത്, ಆಲೋಚನೆ. ദൈവത്തിന്റെ കുഞ്ഞാടിനെ മാത്രമേ അഭിഷേകത്തെ ചുമക്കാൻ കഴിയത്തുള്ളൂ. ದೇವರ ಕುರಿಮರಿಗೆ ಮಾತ್ರ ಅಭಿಷೇಕವನ್ನು ಹೊತ್ತು ಸಾಗಲು ಸಾಧ್ಯ. ചെന്നായിക്കല്ല, ನರಿಗಲ್ಲ, ദൈവത്തിന്റെ കുഞ്ഞാടിനെ മാത്രമേ അഭിഷേകം ചുമക്കാൻ പറ്റത്തുള്ളൂ. ದೇವರ ಕುರಿಮರಿಗೆ ಮಾತ್ರ ಅಭಿಷೇಕವನ್ನು ಹೊತ್ತು ಸಾಗಲು ಸಾಧ್ಯ. ഇവിടെ അല്ല, ಇಲ್ಲಿ ಅಲ್ಲ, ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാണ്. ಇಲ್ಲಿ ಎಲ್ಲರೂ ಒಳ್ಳೆ ವ್ಯಕ್ತಿಗಳೇ, ഇവിടെ എല്ലാവരും വണ്ടർഫുൾ പീപ്പിൾ. ಇಲ್ಲೆಲ್ಲರೂ ಒಳ್ಳೆ ವ್ಯಕ್ತಿಗಳು. കാരണം ഇനി എനിക്ക് വരണമല്ലോ. ಕಾರಣ ಇನ್ನು ನನಗೆ ಇಲ್ಲಿ ಬರಬೇಕು. പക്ഷെ വേറെ ചില സ്ഥലങ്ങളില്, ಆದ್ರೆ ಬೇರೆ ಕೆಲವು ಸ್ಥಳದಲ್ಲಿ ഞായറാഴ്ച മാത്രം കുഞ്ഞാട്, ಭಾನುವಾರ ಮಾತ್ರ ಅವರು ಕುರಿಮರಿ പക്ഷെ ಆಗಿರ್ತಾರೆ. തിങ്കൾ മുതൽ ശനി വരെ പന്നിയോ ചെന്നായിയോ ഒക്കെ ആയിരിക്കും. ಆದ್ರೆ ಸೋಮವಾರದಿಂದ ಶನಿವಾರದವರೆಗೆ ಒಂದು ಹಂದಿ ಆಗಿರ್ತಾರೆ, ಇಲ್ಲ ನರಿ ಆಗಿರ್ತಾರೆ. അതല്ല ക്രിസ്തീയ ജീവിതം. ಅದಲ್ಲ ಕ್ರೈಸ್ತ ಜೀವಿತ. 24 മണിക്കൂർ, 24 ಗಂಟೆಯು, 365 ദിവസം, 365 ದಿವಸವು, രാത്രിയും പകല്, ರಾತ್ರಿಯು ಹಗಲು, പരസ്യത്തിലും രഹസ്യത്തിലും ಹೊರಗೆಯು ಒಳಗೆಯು നീ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ನೀನು ದೇವರ ಕುರಿಮರಿ. അടുത്തിരിക്കുന്നവര് തൊട്ട് പറഞ്ഞാട്ടെ, ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಮುಟ್ಟಿ ಹೇಳಿರಿ, വേഷം മാറല്ലേ, വേഷം മാറല്ലേ, ವೇಷ ನೀನು ಬದಲಾಯಿಸಬೇಡ, ವೇಷ ಬದಲಾಯಿಸಬೇಡ, വേഷം മാറല്ലേ, ವೇಷ ಬದಲಾಯಿಸಬೇಡ. കുഞ്ഞാടിന്റെ വേഷം, ചെന്നായിയുടെ വേഷം ഇടല്ലേ, ಆಮೇಲೆ ನರಿಯ ವೇಷ ಹಾಕೋದ್ ಬೇಡ, പന്നിയുടെ വേഷം ഇടല്ലേ, ಹಂದಿ ವೇಷ ಧರಿಸಬೇಡ. ദൈവത്തിന്റെ കുഞ്ഞാടായി തന്നെ ഇരിക്കണേ. ದೇವರ ಕುರಿಮರಿ ಆಗಿಯೇ ಇರು. യെശയ്യാ 53:7 പറയുന്നു, ಯೆಶಾಯ 53:7 ಹೇಳುತ್ತದೆ, രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്, ಉಣ್ಣೆ ಕತ್ತರಿಸುವವನ ಮುಂದೆ ಮೌನವಾಗಿರುವ ಯಜ್ಞದ ಕುರಿಮರಿ. അവനാണ് യേശു. ಆತನೇ ಯೇಸು. യേശു എന്ന കുഞ്ഞാടിനെ കുറിച്ച് 12 ക്വാളിറ്റി പറയാനുണ്ട്. ಯೇಸು ಎಂಬ ಕುರಿಮರಿಯ ಕುರಿತಾಗಿ 12 ಕ್ವಾಲಿಟಿಗಳಿವೆ. അത് വേറൊരു പ്രസംഗം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനൊಂದು ಪ್ರಸಂಗವಾಗಿದೆ, ಅಲ್ಲಿ ಅದು ಹೋಗ್ತಿಲ್ಲ. അതിൽ ഒരു ക്വാളിറ്റി, ಅದರಲ್ಲಿ ಒಂದು ಕ್ವಾಲಿಟಿ, എത്ര വലിയ പ്രശ്നം വന്നാലും ಎಷ್ಟೇ ಸಮಸ್ಯೆ ಬಂದರೂ അവൻ വായ തുറക്കാതെ മിണ്ടാതിരിക്കും. ಆತನು ಬಾಯಿ ತೆರೆಯುವುದಿಲ್ಲ, ಸುಮ್ಮನಿರ್ತಾನೆ. ഞാൻ ചെന്നൈയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി. ನಾನು ಚೆನ್ನೈನಲ್ಲಿ ಒಂದು ಮೀಟಿಂಗ್ ಆಗಿ ಹೋಗಿದ್ದೆ. ഒരു തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ಒಬ್ಬ ಥಾಮಸ್ ಎಂಬ ವ್ಯಕ್ತಿ ಬಂದು ನನ್ನ ಸ್ವೀಕಾರ ಮಾಡಿದ್ರು. അയ്യോ വെബ് സ്ട്രീം ഉണ്ട് അറിയാതെ പറഞ്ഞു പോയി, വെബ್ സ്ട്രീം ഉണ്ട് അറിയാതെ പറഞ്ഞു പോയി. ಇದು ಲೈವ್ ಹೋಗ್ತಿದೆ, ಸುಮ್ಮನೆ ಗೊತ್ತಿಲ್ಲದೆ ಹೇಳ್ಬಿಟ್ಟೆ. ഓക്കെ, തോമസ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ಈ ಥಾಮಸ್ ಬಂದು ನನ್ನ ಕರ್ಕೊಂಡು ಹೋದ್ರು. വണ്ടി കയറിയെന്ന് മുതൽ, ಗಾಡಿಯಲ್ಲಿ ಹತ್ತಿದ ನಂತರ പുള്ളി ഇങ്ങനെ തിരുവാതിരയും കുച്ചിപ്പുടിയും പിന്നെ എന്തോ മോഹിനിയാട്ടം ഒക്കെ കളിക്കാൻ തുടങ്ങി. ಅವರು ಒಂಥರ ಈ ಮೋಹಿನಿ ಆಟ, ಇನ್ನೊಂದು ಅದೇ ರೀತಿ ಬೇರೆ ಕೆಲವು ಆಟಗಳಿದೆ, ಅದನ್ನೆಲ್ಲ ಮಾತಾಡಕ್ ಶುರು ಮಾಡಿದ್ರು. ഒരാളിങ്ങനെ ക്രോസ് ചെയ്ത, ആരടാ ഇത്? ಒಬ್ರು ಈ ದಾರಿ, ಒಬ್ರು ರೋಡ್ ಕ್ರಾಸ್ ಮಾಡೋ, ಯಾರಯ್ಯ ಇವನು ಅಂತ. ഡാൻസ് കളിക്കാം, പുള്ളി സ്റ്റിയറിംഗ് വലിച്ചിട്ട് ഡാൻസ് കളിക്കാം. ಇವರು ಸ್ಟೀರಿಂಗ್ ಗಾಡಿ ಓಡಿಸ್ಕೊಂಡು ಡ್ಯಾನ್ಸ್ ಮಾಡ್ತಿದ್ದಾರೆ. ഒരാള് ഇങ്ങനെ റോഡ് ക്രോസിംഗ് മാറി ഇക്കടാ, ಒಬ್ರು ರೋಡ್ಗೆ ಬಂದಾಗ ಹೋಗಿ ಹಾಕಿ ಅಂತ ಕಳಿಸ್ತಿದ್ದಾನೆ. ഇങ്ങനെ പോകുന്നത് വരെ പുള്ളി ഇങ്ങനെ, ಈಗ ಅಲ್ಲಿ ತಲುಪುವವರೆಗೆ ಈ ರೀತಿ ಕೈ ಆಕ್ಷನ್ಸ್ ಎಲ್ಲ ತೋರಿಸ್ಕೊಂಡು ಗಾಡಿ ಓಡಿಸಿದ್ರು. എല്ലാ ആക്ഷൻ, ഡാൻസിനെ പോലെ എല്ലാ ആക്ഷൻ കാണിച്ച് എന്നെ കൊണ്ടുവന്നാക്കി. ಎಲ್ಲ ನಾನಾ ರೀತಿಯ ಆಕ್ಷನ್ಸ್ ಎಲ್ಲ ತೋರಿಸಿ ಮನೆ ತಲುಪಿಸಿದ್ರು. 4 ദിവസം പുള്ളിയുടെ ഡാൻസ് ഞാൻ കണ്ടു. 4 ദിവസമായിരുന്നു മീറ്റിംഗ്. 4 ದಿವಸ ಮೀಟಿಂಗ್ ಇತ್ತು. ಈ 4 ದಿವಸ ಇವರ ಡ್ಯಾನ್ಸ್ ನಾನು ನೋಡಿದೆ. 4ാമത്തെ ദിവസമായി, 4ನೇ ದಿವಸವಾಯ್ತು. എന്നോട് വന്നിട്ട് പറഞ്ഞു, ನನಗೆ ಹೇಳಿದ್ರು, 14 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് 14 ವರ್ಷ ಆಯ್ತು ರಕ್ಷಣೆ ಹೊಂದಿ, പരിശുദ്ധാത്മാവിൽ നിറയണം, ಪರಿಶುದ್ಧಾತ್ಮನಿಂದ ನನಗೆ ತುಂಬಲ್ಪಡಬೇಕು, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ನನಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഞാൻ പറഞ്ഞു, ನಾನು ಹೇಳಿದೆ, ആദ്യം നിന്റെ ഡാൻസ് കളി നിർത്തണം. ಮೊದಲು ನಿನ್ನ ಈ ಡ್ಯಾನ್ಸ್ ಅನ್ನು ನಿಲ್ಲಿಸು. കാരണം ചെന്നായിയുടെ മേലല്ല പ്രാവ് ഇറങ്ങുന്നത്, കുഞ്ഞാടിന്റെ മേലാണ് പ്രാവ്. ಕಾರಣ ನರಿಗಳ ಮೇಲಲ್ಲ ಪರಿವಾಳ ಇಳಿಯುವಂಥದ್ದು, ಕುರಿಮರಿಗಳ ಮೇಲೆ ಆಗಿದೆ. കുഞ്ഞാടിന്റെ മേലാണ് പ്രാവ് ഇറങ്ങി. ಕುರಿಮರಿಯ ಮೇಲೆ ಪಾರಿವಾಳ ಇಳಿಯುತ್ತೆ. വർഷങ്ങൾക്ക് മുമ്പ് 1996 ನವೆಂಬറില്, 1996 ನವೆಂಬರ್ ಅಲ್ಲಿ, 96 ഓഗസ്റ്റില്,
1996 ಆಗಸ್ಟ್ ಅಲ್ಲಿ 96 ഓഗസ്റ്റിൽ ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി പോവാ. ನಾನೊಂದು ಕೂಟಕ್ಕಾಗಿ ಹೋಗ್ತಿದ್ದೇನೆ. ഒരു ചെറിയ മാരുതി കാർ ഡ്രൈവ് ചെയ്ത് പോവാ. ಒಂದು ಸಣ್ಣ ಮಾರುತಿ ಗಾಡಿಯನ್ನು ಓಡಿಸ್ಕೊಂಡು ಹೋಗ್ತಿದ್ದೇನೆ. ഞാനൊരു പെന്തിക്കോസ്റ്റ് ഡ്രൈവറാണ്. ನಾನೊಂದು ಪೆಂತಕೋಸ್ಟ್ ಡ್ರೈವರ್ ಆಗಿದ್ದೇನೆ. സ്തോത്രം. ഞാൻ അങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ನಾನು ಈ ರೀತಿ ಗಾಡಿ ಓಡಿಸ್ಕೊಂಡು ಹೋಗ್ತಿದ್ದಾಗ ഒരു ഓട്ടോറിക്ഷ നമ്മുടെ മുമ്പിൽ വന്നു. ಒಂದು ಆಟೋ ರಿಕ್ಷಾ ನನ್ನ ಎದುರುಗಡೆ ಬಂತು. എന്റെ കർത്താവേ, ഓട്ടോറിക്ഷ പോകുന്നില്ല. ಆಟೋ ರಿಕ್ಷಾ ಹೋಗ್ತಾ ಇಲ್ಲ. നല്ല ഫാസ്റ്റിന് പെട്ടെന്ന് മീറ്റിങ്ങിന് എത്താൻ വേണ്ടി പോവാണ്. ನಾನು ಅರ್ಜೆಂಟ್ ಆಗಿ ಆ ಕೂಟಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ. ഷാമി ആ ഓട്ടോറിക്ഷ വന്നിട്ട് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഫ്രണ്ടിൽ വന്നു. ಆ ಆಟೋ ರಿಕ್ಷಾ ಬಂದ್ಬಿಟ್ಟು ಅಂತ ಹೋಗ್ತಿತ್ತು. ಕೇಕ್ ಮೇಡಿಸಿನ ಕೇಕ್. ಥ್ಯಾಂಕ್ ಯು. ಕೇಕ್ ಕೊಡ್ತಾರಂತೆ ನನಗೆ. ഓട്ടോറിക്ഷ വരികയാണ്. ಈ ಆಟೋ ರಿಕ್ಷಾ ಮತ್ತೆ ಅದೇ ರೀತಿ ಸೌಂಡ್ ಮಾಡ್ಕೊಂಡು ಅಂತ ಬರ್ತಿದೆ. ಮತ್ತೆ ಏത് രീതി? ഞാൻ ഹോൺ അടിച്ചു. ನಾನು ಹಾರ್ನ್ ಹಾಕ್ತಿದ್ದೀನಿ. ഞാൻ വലത്തോട്ട് പോകുമ്പോ വലതുവശത്ത്, ഇടത്തോട്ട് പോകുമ്പോ അവൻ ഇടതുവശത്ത്. ನಾನು ಬಲಕ್ಕೆ ಹೋದಾಗ ಅವರು ಎಡಗಡೆ, ನಾನು ಎಡಗಡೆ ಹೋದಾಗ ಅವರು ಬಲಗಡೆ ഞാൻ ಬರ್ತಿದ್ದಾರೆ. സ്വർഗത്ത് പോയാലും അവൻ അവിടെയുണ്ട്, പാതാളത്ത് പോയാലും അവൻ അവിടെയുണ്ട്. ನಾನು ಪರಲೋಕಕ್ಕೆ ಹೋದ್ರು ಅಲ್ಲೂ ಅವನಿದ್ದಾನೆ, ಪಾತಾಳಕ್ಕೆ ಇಳಿದ್ರು ಅಲ್ಲೇ ಇದ್ದಾನೆ, ಅಲ್ಲೂ ಇದ್ದಾನೆ. അവൻ സൈഡ് തരുന്നില്ല. ಇವನು ಸೈಡ್ ಕೊಡ್ತಿಲ್ಲ. അവസാനം ಕಡೆಗೆ ഒരു വളവെത്തുമ്പോ ಒಂದು ಟರ್ನ್ ಬಂದಾಗ ലെഫ്റ്റില് കുറച്ച് സൈഡ് കിട്ടി. ಲೆಫ್ಟ್ ಅಲ್ಲಿ ಸ್ವಲ್ಪ ಜಾಗ ಸಿಕ್ತು. വലതുവശത്തൂടി ಓವರ್ಟೇಕ್ ചെയ്യണ്ടേ. ಬಲಗಡೆಯಿಂದ ನಾನು ಓವರ್ಟೇಕ್ ಮಾಡ್ಬೇಕಾಗಿರೋದು, സൈഡ് തരുന്നില്ല. ಆದ್ರೆ ಇವನ್ ಸೈಡ್ ಕೊಡ್ತಿಲ್ಲ. ഇടതുവശത്ത് കുറച്ച് ಗ್ಯಾಪ್ കിട്ടി. ಎಡಗಡೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಜಾಗ ಸಿಕ್ತು. ഞാൻ വണ്ടി കയറ്റി, ನಾನು ನನ್ನ ಗಾಡಿನ ಹತ್ತಿಸಿದನು, ഗ്ലാസ് താഴ്ത്തി, ಆ ಗ್ಲಾಸ್ ಅನ್ನ ಇಳಿಸಿದೆ. എനിക്ക് അവനോട് ചോദിക്കണം, ആരോടാ നിനക്ക് ലൈസൻസ് തന്നത്? ಯಾರಪ್ಪ ನಿನಗೆ ಲೈಸೆನ್ಸ್ ಕೊಟ್ಟಿದ್ದು ಅಂತ ಕೇಳ್ಬೇಕಿತ್ತು. ഞാൻ ഗ്ലാസ് താഴ്ത്തിയത് ನಾನು ಗ್ಲಾಸ್ ಕೆಳಗಡೆ ಹಾಕೋಷ್ಟೊತ್ತಿಗೆ ഒരു ചർച്ച മുഴുവൻ ഓട്ടോറിക്ഷയ്ക്കകത്തുണ്ട്. ಒಂದು ಸಭೆಯಲ್ಲಿರುವ ಎಲ್ಲ ವಿಶ್ವಾಸಿಗಳು ಆ ಆಟೋದಲ್ಲಿದ್ದಾರೆ. അവരെല്ലാവരും കൂടെ പറഞ്ഞു, ಅವರೆಲ್ಲರೂ ಹೇಳಿದ್ರು, പ്രൈസ് ദി ലോർഡ് ബ്രദർ സുരേഷ് ബാബു, ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಬ್ರದರ್ ಸುರೇಶ್ ಬಾಬು. we are also coming to the meeting. ನಾವು ಕೂಡ ಕೂಟಕ್ಕೆ ಬರ್ತಿದ್ದೇವೆ. ഞാൻ ഗ്ലാസ് കയറ്റി, ನಾನು ತಕ್ಷಣ ಗ್ಲಾಸ್ ಮೇಲೆ ಕೇರಿಸಿದೆ. കരഞ്ഞു, ಸ್ವಲ್ಪ ಅತ್ತೆನು കരഞ്ഞു, ಅತ್ತೆನು കരഞ്ഞു. ಅಳುತ್ತಾ, കുഞ്ഞാടിന്മേലെ പ്രാവിരിക്കത്തുള്ളൂ, ಕುರಿಯ ಮೇಲೆ ಮಾತ್ರ ಪಾರಿವಾಳಕ್ಕಿರಕ್ಕೆ ಸಾಧ್ಯ. മുള്ളം പന്നിയുടെ മേൽ പ്രാവിരിക്കത്തില്ല. ಈ ಮುಳ್ಳ ಹಂದಿಯ ಮೇಲೆ ಪಾರಿವಾಳ ಬಂದು ಕೂರೋದಿಲ್ಲ. കുഞ്ഞാടിന്മേലെ പ്രാവിരിക്കത്തുള്ളൂ. ಕುರಿಮರಿಯ ಮೇಲೆ ಮಾತ್ರ ಪಾರಿವಾಳಕ್ಕಿರಕ್ಕೆ ಸಾಧ್ಯ. അടുത്തിരിക്കുന്നൊരു തൊട്ട് പറ, കുഞ്ഞാടായിരിക്കണേ. ಪಕ್ಕದಲ್ಲಿರೋರ್ನ ಮುಟ್ಟಿ ಹೇಳಿ, ಕುರಿಮರಿ ಆಗಿರಿ. ഞാൻ പഠിപ്പിക്കുന്ന ഹീലിംഗ് അനോയിന്റിംഗ്, ನಾನು ಕಲಿಸ್ತಿರುವಂತದ್ದು ಆಮೇನ್ ಸೌಖ್ಯದ ಅಭಿಷೇಕ. ഹീലിംഗ് അനോയിന്റിംഗ്, ಸೌಖ್ಯದ ಅಭಿಷೇಕ. യേശു എവിടെ പോയാലും സൗഖ്യമായിരുന്നു. ಯೇಸು ಎಲ್ಲಿ ಹೋದ್ರು ಸೌಖ್ಯ ನಡೆಯುತ್ತಿತ್ತು. 10,000 ಜನ ಸೌಖ್ಯമായി. 10,000 ಗಟ್ಟಲೆ ಜನರಿಗೆ ಸೌಖ್ಯವಾಯಿತು. ഉടുപ്പിയിലെ ലക്ഷങ്ങൾ വന്ന് സൗഖ്യമാകാൻ പോവാ. ಉಡುಪಿಯಲ್ಲಿ ಲಕ್ಷಗಟ್ಟಲೆ ಜನ ಬಂದು ಸೌಖ್ಯವಾಗ್ಲಿಕ್ಕಿದ್ದಾರೆ. ട്രെയിനിൽ വന്ന് ജന സൗഖ്യമാകാൻ പോവാ. ಟ್ರೈನಲ್ಲಿ ಗುಂಪು ಗುಂಪಾಗಿ ಬಂದು ಜನ ಸೌಖ್ಯವಾಗ್ಲಿಕ್ಕಿದ್ದಾರೆ. ബോംബെന്ന്, കേരളത്തിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്നൊക്കെ ജന ഉടുപ്പിയിൽ വന്ന് സൗഖ്യമാകാൻ പോവാ. ಮುಂಬೈಯಿಂದ, ಕೇರಳದಿಂದ, ಮಧ್ಯಪ್ರದೇಶದಿಂದ ಜನರು ಬಂದು ಸೌಖ್ಯವಾಗಲಿಕ್ಕಿದ್ದಾರೆ. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ട്രെയിൻ മുഴുവൻ empty ആകാൻ പോവാ. ಉಡುಪಿ ರೈಲ್ವೆ ಸ್ಟೇಷನ್ ಬರುವಾಗ ಟ್ರೈನ್ ಖಾಲಿ ಆಗ್ತದೆ. എവിടെ പോവാ? ಎಲ್ಲಿಗೆ ಹೋಗ್ತಿದ್ದಾರೆ? ಎಲ್ಲಿಗೆ ಹೋಗ್ತಿದ್ದೀರಾ? ಡಿವೈನ್ ಜನರೇಷನ್ ಚರ್ಚಿಗೆ പോവാ. ಬೆಥೆಲ್ ಚರ್ಚಿಗೆ പോവാ. ಬೆಥೇಲ್ ಚರ್ಚಿಗೆ ಹೋಗ್ತಿದ್ದೇವೆ. Come on. Hallelujah. ಗಟ್ಟಿಯಾಗಿ, ಶಕ್ತಿಯೋടെ, ಜೋರಾಗಿ ಕರಗಳಡಿಚೆ, ಕರಗಳನ್ನ ತಟ್ಟುತ್ತಾ.
യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഇവിടെ വെള്ളം കലങ്ങി കിടക്കുക. ಎಲ್ಲವೂ ಇಲ್ಲಿ ಮಿಕ್ಸ್ ಆಗ್ಬಿಟ್ಟಿದೆ. വെള്ളം കലങ്ങി കിടക്കുക. ನೀರು ಕಲಕಾಗ್ಬಿಟ್ಟಿದೆ. യെസ്, വല്ലപ്പോഴും ദൂതൻ ഇറങ്ങി പണ്ട് വെള്ളം കലക്കിയെങ്കിൽ ഇവിടെ എന്നും എപ്പോഴും വെള്ളം കലങ്ങി കിടക്കുക. ಅಲ್ಲಿ ಆ ಕೊಳದಲ್ಲಿ ಯಾವಾಗ್ಲೂ ಒಂದ್ಸಲ ದೂತನು ಇಳಿದು ನೀರನ್ನ ಕಲಕ್ತಿದ್ದನು. ಆದ್ರೆ ಇಲ್ಲಿ ನೀರು ಯಾವಾಗಲೂ ಕಲಕಿ ನಿಂತಿದೆ. അന്ന് ഒരുത്തനായിരുന്നു സൗഖ്യമായത്. ಅಲ್ಲಿ ಅವತ್ತು ಒಬ್ಬನಿಗೆ ಸೌಖ್ಯವಾಗುತ್ತಿತ್ತು. വല്ലപ്പോഴും ഒരുത്തൻ സൗഖ്യമായി. ಯಾವಾಗ್ಲೂ ಒಂದ್ಸಲ ಒಬ್ಬನಿಗೆ ಸೌಖ್ಯ. വല്ലപ്പോഴും ഒരുത്തൻ സൗഖ്യമായി. ಯಾವಾಗ್ಲಾದ್ರೂ ಒಂದ್ಸಲ ಒಬ್ಬನಿಗೆ ಸೌಖ್ಯ. എന്നാൽ ഇന്ന് ಆದ್ರೆ ಇವತ್ತು ഇറങ്ങുന്ന എല്ലാവർക്കും സൗഖ്യമാണ്. ಇಳಿಯುವ ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ. ഇറങ്ങുന്ന എല്ലാവർക്കും സൗഖ്യമാണ്. ಇಳಿಯುವಂತ ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ. എപ്പോഴും സൗഖ്യമാണ്. ಯಾವಾಗಲೂ ಸೌಖ್ಯ. എപ്പോഴും സൗഖ്യമാണ്. എല്ലാവർക്കും സൗഖ്യമാണ്. ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ, ಯಾವಾಗಲೂ ಸೌಖ್ಯ. 3 പേരെ തൊട്ട് പറ, എപ്പോഴും എല്ലാവർക്കും സൗഖ്യം, എപ്പോഴും സൗഖ്യം. 3 ಜನರನ್ನ ಮುಟ್ಟಿ ಹೇಳಿ, ಯಾವಾಗಲೂ ಸೌಖ್ಯ, ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ. കൈ വെച്ച് പറ, കൈ വെച്ച് പറ. ಕೈ ಇಟ್ಟು ಹೇಳಿರಿ, ಕೈ കൈ വെക്കുമ്പോ തന്നെ സൗഖ്യം വ്യാപരിക്കട്ടെ. ಕೈ ಇಡುವಾಗಲೇ ಸೌಖ್ಯ ವ್ಯಾಪಿಸಲಿ. കൈ വെച്ച് പറഞ്ഞാട്ടെ, കൈ വെച്ച് പറഞ്ഞാട്ടെ. ಕೈ ಇಟ್ಟು ಹೇಳಿರಿ, ಕೈ ಇಟ್ಟು ಹೇಳಿರಿ. എല്ലാവർക്കും സൗഖ്യം, ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ, എപ്പോഴും സൗഖ്യം, ಯಾವಾಗಲೂ ಸೌಖ್ಯ. എല്ലാവർക്കും സൗഖ്യം, ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ, എപ്പോഴും സൗഖ്യം, ಯಾವಾಗಲೂ ಸೌಖ್ಯ. വിശ്വസിച്ച് കൈ വെച്ച് പറ, എല്ലാവർക്കും സൗഖ്യം. ನಂಬಿಕೆಯಿಂದ ಕೈಯನ್ನು ಮುಟ್ಟಿ ಹೇಳಿರಿ, ಎಲ್ಲರಿಗೂ ಸೌಖ್ಯ, എപ്പോഴും സൗഖ്യം, ಯಾವಾಗಲೂ ಸೌಖ್ಯ. കൈ വെച്ച് പറഞ്ഞോ, ಕೈ ಇಟ್ಟು ಹೇಳಿದ್ರ, കൈ വെച്ച് പറഞ്ഞേ, ಕೈ ಇಟ್ಟು ಹೇಳಿರಿ. ജീസസ് ನೇಮ್, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ മുതൽ സൗഖ്യം വെളിപ്പെടുകയാണ്. ಈಗಲಿಂದಲೇ ಸೌಖ್ಯ ವ್ಯಾಪಿಸುತ್ತಿದೆ. ഇപ്പോൾ മുതൽ സൗഖ്യം വെളിപ്പെടുകയാണ്. ಈಗಲಿಂದಲೇ ಸೌಖ್ಯವು ಪ್ರಕಟವಾಗುತ್ತಿದೆ. ഇപ്പോൾ മുതൽ ദൈവശക്തി, 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 ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുക. ದೇವರ ಶಕ್ತಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ವ್ಯಾಪಿಸಲಿ. ദൈവത്തിന്റെ കുഞ്ഞാടിന്മേൽ, ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ, ദൈവത്തിന്റെ കുഞ്ഞാടിന്മേൽ അതേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ದೇವರ ಕುರಿಮರಿಯ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನ ಇಳಿದು ಬಂದನು. പ്രാവെന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ಪರಿಶುದ್ಧಾತ್ಮನು ಪಾರಿವಾಳ ರೂಪದಲ್ಲಿ ಇಳಿದು ಬಂದನು. പ്രാവെന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ಪಾರಿವಾಳವೆಂಬ ರೂಪದಲ್ಲಿ ಇಳಿದು ಬರ್ತಿದ್ದಾನೆ. പ്രാവിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ಪಾರಿವಾಳವನ್ನು ನೋಡಿದವರು ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? ಕರಗಳ ಮೇಲೆ പ്രാവിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ಪಾರಿವಾಳವನ್ನು ನೋಡಿದವರು ಕರಗಳ ಮೇಲೆ ಕೆತ್ರಿ. പ്രാവിന് എത്ര ചിറകുണ്ട്? ಪಾರಿವಾಳಕ್ಕೆ ಎಷ್ಟು ರೆಕ್ಕೆಗಳಿವೆ? പ്രാവിന് എത്ര ചിറകുണ്ട്? ಎಷ್ಟು ರೆಕ್ಕೆಗಳಿವೆ? ಒಂದ. പ്രാവിന് 2 ചിറകാവുള്ള. ಪಾರಿವಾಳಕ್ಕೆ 2 ರೆಕ್ಕೆಗಳುಂಟು. പ്രാവിന് 2 ചിറക്. ഒരു പ്രാവിന് 2 ചിറക്. ಒಂದು ಪಾರಿವಾಳಕ್ಕೆ 2 ರೆಕ್ಕೆ. 2 ചിറകാണ് ഉള്ളത്. 2 ರೆಕ್ಕೆ. അർത്ഥ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്, ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕಕ್ಕೆ 2 മേജർ സെക്ഷൻസ് ആണുള്ളത്. 2 ಪ್ರಾಧಾನ್ಯತೆ ಇರುವ 2 ವಿಧಗಳಿವೆ. 2 പ്രാധാന്യമാണുള്ളത്. 2 ಪ್ರಾಧಾನ್ಯತೆಗಳುಂಟು. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്, ಪರಿಶುದ್ಧಾತ್ಮನ ಅಭಿಷೇಕಕ್ಕೆ 2 വശങ്ങളാണുള്ളത്. 2 ಭಾಗಗಳುಂಟು. പ്രാവിന് 2 ചിറകുള്ളതുപോലെ ಯಾವ ರೀತಿ ಪಾರಿವಾಳಕ್ಕೆ 2 ರೆಕ್ಕೆಗಳಿವೆಯೋ, ദൈവത്തിന്റെ ആത്മാവ് നീ ചുമക്കുമ്പോൾ, ದೇವರ ಆತ್ಮನನ್ನ ನೀನು ಹೊರುವಾಗ, ദൈവത്തിന്റെ അഭിഷേകം നീ ചുമക്കുമ്പോൾ, ದೇವರ ಅಭಿಷೇಕವನ್ನ ನೀನು ಹೊರುವಾಗ 2 പ്രാധാന്യങ്ങളെയാണ് നീ ചുമക്കുന്നത്. 2 ಪ್ರಾಧಾನ್ಯತೆಗಳನ್ನ ನೀನು ಹೊತ್ತುಕೊಳ್ಳುತ್ತೀಯ. പ്രാവ് ഒരിക്കലും ഒറ്റ ചിറകൊണ്ട് പറക്കത്തില്ല. ಪಾರಿವಾಳವು ಯಾವತ್ತೂ ಕೂಡ 1 ರೆಕ್ಕೆಯಿಂದ ಹಾರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. പ്രാവ് ഒരിക്കലും ഒറ്റ ചിറകൊണ്ട് പറക്കത്തില്ല. ಪಾರಿವಾಳಕ್ಕೆ 1 ರೆಕ್ಕೆಯಿಂದ ಹಾರಲು ಸಾಧ್ಯವಿಲ್ಲ. പ്രാവ് 2 ചിറകൊണ്ടേ പറക്കത്തുള്ളൂ. ಪಾರಿವಾಳಕ್ಕೆ 2 ರೆಕ್ಕೆಗಳು ಬೇಕು. പരിശുദ്ധാത്മാവെന്ന പ്രാവ് ഹാൻഡിക്യാപ്റ്റ് അല്ല. ಪರಿಶುದ್ಧಾತ್ಮನು ಎಂಬಂತಹ ಈ ಪಾರಿವಾಳವು ಅಂಗವಿಕಲವಲ್ಲ. പരിശുദ്ധാത്മാവെന്ന ഈ പ്രാവ് അംഗവൈകല്യം ഉള്ളവനല്ല. ಪರಿಶುದ್ಧಾತ್ಮನು ಎಂಬಂತ ಈ ಪಾರಿವಾಳವು ವಿಕಲತೆ ಉಳ್ಳದಲ್ಲ. അവന് 2 ചിറകുണ്ട്. ಅದಕ್ಕೆ 2 ರೆಕ್ಕೆಗಳಿವೆ. നിങ്ങൾ അംഗവൈകല്യമുള്ളവരല്ല, ഞാൻ അംഗവൈകല്യമുള്ളവനല്ല. ನೀವು ಅಂಗವಿಕಲರಲ್ಲ, ನಾನು ಅಂಗವಿಕಲರಲ್ಲ. നിന്റെ വീട്ടിൽ ആർക്കും അംഗവൈകല്യം ഇല്ല. ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಯಾರಿಗೂ ಅಂಗವಿಕಲತೆ ಇಲ್ಲ. കൈയടിക്കുന്ന നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ ಚಪ್ಪಾಳೆ ಹೊಡಿದಾರೆ, ಸರಿಯಾಗಿ ಹೊಡಿಬೇಕು. ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. ಆಮೆನ್.
ഇന്ന് പകൽ മുതൽ ಇವತ್ತು ಹಗಲಿನ ದಿವಸದಿಂದ എല്ലാ അംഗവൈകല്യത്തെ നമ്മൾ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನು ನಾವು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಲಯಪಡಿಸುತ್ತಿದ್ದೇವೆ. അംഗവൈകല്യത്തെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ಅಂಗವಿಕಲತೆಯನ್ನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕ್ಯಾನ್ಸಲ್ ಮಾಡುತ್ತಿದ್ದೇವೆ. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ സകല അംഗവൈകല്യങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ಶಬ್ದದಿಂದ ಎಲ್ಲರೂ ಹೇಳಿರಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನು ನಾವು ಲಯಪಡಿಸುತ್ತೇವೆ. ಶಕ್ತಿಯಾಗಿ ಜೋರಾಗಿ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ സകല അംഗവൈകല്യത്തെ ക്യാൻസൽ ചെയ്യുന്നു. ശബ്ദം ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಲಯಪಡಿಸುತ್ತೇವೆ. ಇನ್ನೊಂದ್ಸಲ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನು ಲಯಪಡಿಸುತ್ತೇವೆ. ഒരിക്കൽ കൂടെ ശക്തിയോടെ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನು ಲಯಪಡಿಸುತ್ತೇವೆ. ഒരിക്കൽ കൂടെ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನು ಲಯಪಡಿಸುತ್ತೇವೆ. അത് ശരീരത്തിന്റെ വൈകല്യമെങ്കിൽ, ಅದು ಶರೀರದ ವಿಕಲತೆ ಆದ್ರೂ ಕೂಡ, മനസ്സിന്റെ അംഗവൈകല്യമെങ്കിൽ, ಅದು ಮನಸ್ಸಿನ ಅಂಗವಿಕಲತೆ ಆದ್ರೂ ಕೂಡ, യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ സകല വൈകല്യങ്ങളെ ಎಲ್ಲ ಅಂಗವಿಕಲತೆಯನ್ನು ಕ್ಯಾನ್ಸಲ್ ചെയ്യുക. ಲಯಪಡಿಸುತ್ತಿದ್ದೇವೆ. കൈയടിക്കുന്ന നേരെ കരങ്ങളടിച്ച് ಕರಗಳನ್ನ ಸರಿಯಾಗಿ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. പരിശുദ്ധാത്മാവ് രണ്ട് ചിറകുള്ളവനാണ്. ಪರಿಶುದ್ಧಾತ್ಮನು ಎರಡು ರೆಕ್ಕೆ ಉಳ್ಳವನು. അതുകൊണ്ട് നമുക്ക് രണ്ട് ചിറകാണുള്ളത്. ಹಾಗಾಗಿ ನಮಗೂ ಎರಡು ರೆಕ್ಕೆಗಳುಂಟು. എന്താ ചിറകാണ്? ಎಂತಹ ರೆಕ್ಕೆ ಅದು? ഒരു ചിറകിന് ഞാൻ പേര് കൊടുക്കുന്നു. ಒಂದು ರೆಕ್ಕೆಗೆ ನಾನೊಂದು ಹೆಸರಿಡುತ್ತೇನೆ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്. ಪವಿತ್ರಾತ್ಮನ ವರಗಳು. മറ്റൊന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ಪರಿಶುದ್ಧಾತ್ಮನ ಫಲಗಳು. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നമുക്ക് വേണം. ಪರಿಶುದ್ಧಾತ್ಮನ ವರಗಳು ನಮಗೆ ಬೇಕು. പരിശുദ്ധാത്മാവിന്റെ ഫലവും നമുക്ക് വേണം. ಪರಿಶುದ್ಧಾತ್ಮನ ಫಲಗಳು ನಮಗೆ ಬೇಕು. എല്ലാവരും വരങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. ಎಲ್ಲರೂ ಈ ವರಗಳ ಹಿಂದೆ ಓಡ್ತಾರೆ. എല്ലാവർക്കും വരങ്ങളാണ് വേണ്ടിയത്. ಎಲ್ಲರಿಗೂ ವರಗಳು ಬೇಕು. ശക്തിയോടെ പ്രസംഗിക്കണം, ಚೆನ್ನಾಗಿ ಪ್ರಸಂಗ ಮಾಡಬೇಕು, രോഗികളെ സൗഖ്യമാക്കണം, ರೋಗಿಗಳಿಗೆ ಸೌಖ್ಯ ಕೊಡಬೇಕು, ഭൂതങ്ങളെ പുറത്താക്കണം, ದೆವ್ವಗಳನ್ನ ಓಡಿಸಬೇಕು, അത്ഭുത അടയാളങ്ങളെ ചെയ്യണം, ಅದ್ಭುತ ಸೂಚಕಾರ್ಯಗಳು ಮಾಡಬೇಕು. ആഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ಬಯಕೆ ಎಲ್ಲ ಹಾಗೇನೆ ಇರಲಿ. സെയിം ടൈം നിങ്ങൾ ജീവിക്കേണ്ട യേശുവിനെ പോലെ ജീവിക്കണം. ಅದೇ ಸಮಯದಲ್ಲಿ ನೀವು ಯೇಸುವಿನಂತೆ ಜೀವಿಸಬೇಕು. വരങ്ങൾ എവിടെയുണ്ടോ, ಎಲ್ಲಿ ವರಗಳಿದೆಯೋ വരം ജ്വലിക്കുവാൻ, ആ വരം വ്യാപരിപ്പാൻ, ಆ ವರಗಳು ಪ್ರಜ್ವಲಿಸುವುದಕ್ಕಾಗಿ ഫലം ആവശ്യമാണ്. ಫಲವು ಅವಶ್ಯಕವಾಗಿದೆ. അല്ലാതെ വരം മാത്രം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ವರವನ್ನ ಮಾತ್ರ ಇಟ್ಟುಕೊಂಡು ನಮಗೆ ಮುಂದೆ ಸಾಗಲು ಸಾಧ್ಯವಿಲ್ಲ. രണ്ട് ചിറക് ഒരുപോലെ ചലിക്കണം. ಎರಡು ರೆಕ್ಕೆಗಳು ಏಕ ರೀತಿಯಲ್ಲಿ ಬಡಿಬೇಕು. ഒന്ന് കാണിച്ചേ, എങ്ങനെ കാണിച്ചേ? ಈ ರೀತಿ ತೋರಿಸ್ರಿ, ഒന്ന് കാണിച്ചേ, ತೋರಿಸ್ರಿ ಎಲ್ರು. ചിറക്ക് ഒരു ചിറകേ ഉള്ളൂ. ಕೆಲವರಿಗೆ ಒಂದು ರೆಕ್ಕೆ ಮಾತ್ರ, ചിറക്ക് ഒരു ചിറകേ ഉള്ളൂ. ಕೆಲವರಿಗೆ ಒಂದೇ ರೆಕ್ಕೆ, ചിറക്ക് ഒരു ചിറകും ഇല്ല. ಕೆಲವರಿಗೆ ಯಾವ ರೆಕ್ಕೆಯೂ ಇಲ್ಲ. രണ്ട് ചിറക്, ഒരു വശത്തെ ഫലം, ಒಂದು ಕಡೆ ಫಲ, മറുവശത്ത് വരം, ಇನ್ನೊಂದು ಕಡೆ ವರ. ആമേൻ. ಆಮೇನ್. അത് മനസ്സിലാക്കാനാ ഇത് കാണിച്ചേ. ಅದು ನಿಮಗೆ ಅರ್ಥ ಆಗ್ಬೇಕು, ಅದಕ್ಕೆ ಇದೆಲ್ಲ ಮಾಡಿ ತೋರಿಸುವಂಥದ್ದು. അല്ലാതെ ഇത് ഫിസിക്കൽ എക്സസൈസ് അല്ല ഞാൻ കാണിച്ചേ. ಇದೊಂದು ಎಕ್ಸಸೈಸ್ ಅನ್ನ ತೋರಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ഒരു വശത്തെ വരങ്ങളുണ്ട്, ಒಂದು ಕಡೆ ವರಗಳುಂಟು, മറുവശത്തെ ഫലമുണ്ട്. ಇನ್ನೊಂದು ಕಡೆ ಫಲವುಂಟು. ഫലങ്ങൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, ಫಲಗಳು ಅಂತ ಬರೆಯಲ್ಪಟ್ಟಿಲ್ಲ. ഫലം. ಫಲ. ശബ്ദം ഉയർത്തി പറ, ഫലങ്ങൾ അല്ല ഫലം. ಗಟ್ಟಿಯಾಗಿ ಹೇಳ್ರಿ, ಫಲಗಳಲ್ಲ ಫಲ. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞ ഫലങ്ങളല്ല ഫലം. ಎಲ್ಲರೂ ಗಟ್ಟಿಯಾಗಿ ಹೇಳ್ರಿ, ಫಲಗಳಲ್ಲ ಫಲ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ಗಲಾತ್ಯ 5ನೇ ಅಧ್ಯಾಯ 22-23 22-23 ವಚನಗಳು. The fruit of the spirit, ആത്മാവിന്റെ ഫലമോ, ಪವಿತ್ರಾತ್ಮನು ಕೊಡುವ ಫಲವೇನೆಂದರೆ, പരിശുദ്ധാത്മാവിന്റെ ഫലമോ, ಪವಿತ್ರಾತ್ಮನು ಕೊಡುವ ಫಲವೇನೆಂದರೆ, ഫലങ്ങൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, ಫಲಗಳು ಅಂತ ಬರೆಯಲ್ಪಟ್ಟಿಲ್ಲ, ഫലം. ಫಲ. എത്ര പേർക്ക് ആത്മാവിന്റെ ഫലം കാണാതെ പറയാൻ അറിയാം? ಎಷ್ಟು ಜನರಿಗೆ ಪವಿತ್ರಾತ್ಮನ ಫಲವನ್ನ ಹೇಳಲಿಕ್ಕೆ ಗೊತ್ತು? ആത്മാവിന്റെ ഫലം കാണാതെ അറിയാവുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ಆತ್ಮನ ಫಲವನ್ನು ಬಾಯ್ಪಾಠ ಗೊತ್ತಿರೋರು ಹೇಳಿರಿ, പറഞ്ഞാട്ടെ എന്തൊക്കെയാണ്? ಹೇಳಿರಿ.
എന്നാ കോമ്പറ്റീഷനാ? ಕಾಂಪಿಟೇಷನ್ ನಡೀತಿದ್ಯಾ? ಓಕೆ, ಒರಿಕೆ ಕೂಡ ಇನ್ನೊಂದ್ಸಲ. ಒರಿಕೆ ಕೂಡ. ಒಂದು ಪ್ರೀತಿ, ಸಂತೋಷ, ಸಮಾಧಾನ, ದೀರ್ಘಶಾಂತಿ, ಶಮೆದಮೆ, ಶಮೆದಮೆ. മലയാളത്തിൽ പറഞ്ഞാൽ സ്നേഹം, ಪ್ರೀತಿ, സന്തോഷം, ಸಂತೋಷ, സമാധാനം, ದೀರ್ಘಕ್ಷಮ, ದೀರ್ಘಶಾಂತಿ, ದಯೆ, ಪರೋಪಕಾರ, ವಿಶ್ವಾಸದ, ನಂಬಿಕೆ, ಸಂತೋಷം, ಆಮೆನ್, ಸಾಧುತ್ವ, ಶಮೆದಮೆ. ಸ್ನೇಹ, ಸಂತೋಷ, ಸಮಾಧಾನ, ದೀರ್ಘಕ್ಷಮ, ದಯ, ಪರೋಪಕಾರ, ವಿಶ್ವಾಸ, ಸಂಯಮ, ಇಂದ್ರಿಯ ಜಯ. ಪ್ರೀತಿ, ಸಂತೋಷ, ಸಮಾಧಾನ, ದೀರ್ಘಶಾಂತಿ, ದಯೆ, ಉಪಕಾರ, ನಂಬಿಕೆ, ಸಾಧುತ್ವ, ಶಮೆದಮೆ. കാരണം അത് അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നെ. ആത്മാവിന്റെ 9 ഫലം. ആത്മന 9 ഫലವು. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഈ 9 കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ, ಈ 9 ಕಾರ್ಯಗಳಿದ್ರೆ ಮಾತ್ರ ഒരാത്മീയനാകാൻ പറ്റത്തുള്ളൂ. ಒಂದು ಆತ್ಮಿಕನಾಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. അല്ല 2 3 ഉള്ളതല്ല, 2 ಅಥವಾ 3 ಇರುವಂತದಲ್ಲ. ഈ 9 കാര്യം ആവശ്യം. ಈ 9 ಕಾರ್ಯಗಳು ಅಗತ್ಯವಿದೆ. എത്ര പേര് ഓറഞ്ച് കണ്ടിട്ടുണ്ട്? ഓറഞ്ച് ಎಷ್ಟು ಜನ ಆರೆಂಜ್ ಅನ್ನ ನೋಡಿದ್ದೀರಾ? എത്ര പേര് ഓറഞ്ച് കണ്ടിട്ടുണ്ട്? ಕಿತ್ಲೆ ಹಣ್ಣು, ಆರೆಂಜ್. ചിലർ കണ്ടിട്ടില്ല, തിന്നിട്ടേ ഉള്ളൂ. ಕೆಲವರು ನೋಡಿಲ್ಲ, ತಿಂದಿದ್ ಮಾತ್ರ. ഓറഞ്ചിനകത്ത് 9 ജ്യൂസി സെഗ്മെന്റ് ഉണ്ടെന്ന് ചിന്തിച്ചേ. ಆ ಒಂದು ಆರೆಂಜ್ ಅಲ್ಲಿ, ಕಿತ್ಲೆ ಹಣ್ಣಿನ ಒಳಗಡೆ 9 ಆ ಒಂದು ಜ್ಯೂಸ್ ಇರತಕ್ಕಂತ ಭಾಗಗಳಿವೆ. 9 എതളുകൾ, 9 എಳೆಗಳು. എന്നിട്ട് അത് ഒരുമിച്ച് സ്കിൻ ചെയ്ത് കവർ ചെയ്തിട്ട് അത് ഒരു ഓറഞ്ചായി നമ്മൾ വലിക്കുന്നു. ನಂತರ ಅದು ಈಗ ಒಟ್ಟಿಗಿದೆ, ಅದರ ಮೇಲೆ ಅದರ ಸಿಪ್ಪೆ ಇದೆ. ಈಗ ಅದು ಒಂದು ಆರೆಂಜ್ ಆಗಿ ಕಾಣಿಸ್ತಿದೆ. ഒരു ഓറഞ്ച്, ಒಂದೇ ಆರೆಂಜ್, ഒരു ഓറഞ്ച്, ಒಂದೇ ಒಂದು ಆರೆಂಜ್. ഈ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ಯೇಸು ಕ್ರಿಸ್ತನ ಪುನರುತ್ಥಾನ ಹೊಂದಿದ ನಂತರ പുരുഷന്മാർക്കല്ല ആദ്യം പ്രത്യക്ഷനായത്. ಮೊದಲು ಪುರುಷರಿಗೆ ಪ್ರತ್ಯಕ್ಷರಾಗ್ಲಿಲ್ಲ, ഒരു സ്ത്രീയുടെ മുമ്പിലാണ് പ്രത്യക്ഷനായത്. ಒಬ್ಬ ಸ್ತ್ರೀಗೆ ಪ್ರತ್ಯಕ್ಷನಾದನು. എന്താ കാര്യം എന്നറിയാം? ಕಾರಣವೇನು ಗೊತ್ತಾ? എല്ലാരും അറിയും. ಎಲ್ರಿಗೂ ಗೊತ್ತಾಗ್ತದೆ ವಿಚಾರ. പുരുഷന്റെ മുമ്പിൽ പ്രത്യക്ഷനായ ആരും അറിയത്തില്ല. ಒಬ್ಬ ಪುರುಷನ ಮುಂದೆ ಪ್ರತ್ಯಕ್ಷನ ಆದ್ರೆ ಯಾರಿಗೂ ಗೊತ್ತಾಗಲ್ಲ. ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷനായാൽ അവർക്ക് വെറുതെ ഇരിക്കാൻ അറിയത്തില്ല, എപ്പോഴും സംസാരിച്ചിട്ടിരിക്കുക. ಈ ಸ್ತ್ರೀಗಳಿಗೆ ಪ್ರತ್ಯಕ್ಷರಾದ್ರೆ ಅವರಿಗೆ ಸುಮ್ಮನೆ ಕೂರಕ್ಕಾಗಲ್ಲ, ಮಾತಾಡ್ಕೊಂಡಿರ್ತಾರೆ. എല്ലാരും അറിയും, ಎಲ್ರಿಗೂ ಗೊತ್ತಾಗ್ತದೆ. ഞാൻ 32 വർഷമായി കർത്താവിന്റെ ശുശ്രൂഷയിലായിട്ട്. ನಾನು 32 ವರ್ಷದಿಂದ ದೇವರ ಸೇವೆ ಮಾಡ್ತಿದ್ದೇನೆ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ನಾನೊಂದು ವಿಷಯ ಹೇಳ್ತೇನೆ. എന്റെ മീറ്റിംഗിൽ ഇരുന്ന് പ്രസംഗിച്ച് ബഹളം ഉണ്ടാക്കുന്ന എല്ലാവരും എന്നെ പോലെ പ്രസംഗിക്കും. ನನ್ನ ಮೀಟಿಂಗ್ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ಮಾತಾಡಿ ಗಲಾಟೆ ಯಾರೆಲ್ಲ ಮಾಡಿದ್ರು ಅವರೆಲ್ಲ ನಂತರ ಪ್ರಸಂಗ ಮಾಡ್ತಾರೆ. ഞാൻ അത് കാണുന്നുണ്ട്, ನಾನು ಅದು ನೋಡ್ತಿದ್ದೇನೆ. ആമേൻ. അതുകൊണ്ട് എന്റെ മീറ്റിംഗിനെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ಹಾಗಾಗಿ ನೀವು ಮಾತಾಡೋದಾದ್ರೆ ಬಹಳ ಎಚ್ಚರಿಕೆಯಿಂದ ಮಾತಾಡಬೇಕು. എന്റെ മീറ്റിംഗിൽ ഇരുന്ന് സംസാരിക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകട്ടെ. ನನ್ನ ಮೀಟಿಂಗ್ ಅಲ್ಲಿ ಕೂತು ಮಾತಾಡೋರೆಲ್ಲರೂ ನಂತರ ಆಗ್ಬಿಡ್ತಾರೆ. സാധാരണ പ്രാസംഗികന്മാരെ പിള്ളേരെ ശപിക്കാറുണ്ട്. ಸಾಧಾರಣ ಈ ಕೆಲವು ಪ್ರಸಂಗಿಗಳು ಮಕ್ಕಳನ್ನ ಶಪಿಸ್ತಾರೆ. ഞാൻ അനുഗ്രഹിക്കാറുണ്ട്. ನಾನು ಆಶೀರ್ವದಿಸ್ತೇನೆ. കാരണം ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ಕಾರಣ ಅವರಿಗೆ ಇರುವಂತದನ್ನ ಮಾತ್ರ, ನಮ್ಮಲ್ಲಿ ಇರುವಂತದನ್ನ ಮಾತ್ರ ಕೊಡಕ್ಕೆ ಸಾಧ್ಯ. നമുക്കുള്ളതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ನಮ್ಮಲ್ಲಿ ಇರುವಂತದ್ದು ಮಾತ್ರ ಕೊಡಕ್ಕೆ ಸಾಧ್ಯ. ആമേൻ. ശ്രദ്ധിക്കേ, ಗಮನಿಸ್ರಿ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സമിത, ഇന്ദ്രിയ ജയം. ഈ 9 കാര്യവും ഒരു ആത്മീയനുണ്ട്. ಈ ಪ್ರೀತಿ, ಸಂತೋಷ, ಸಮಾಧಾನ, ನಂಬಿಕೆ, ಪರೋಪಕಾರ, ಪ್ರೀತಿ, ಸಂತೋಷ, ಸಮಾಧಾನ, ದೀರ್ಘಶಾಂತಿ, ದಯೆ, ಉಪಕಾರ, ನಂಬಿಕೆ, ಸಾಧುತ್ವ, ಶಮೆದಮೆ, ಇದೆಲ್ಲವೂ ಒಂದು ಸೇರುವಾಗಲಾಗಿದೆ ಪವಿತ್ರಾತ್ಮನ ಫಲ ಅನ್ನುವಂಥದ್ದು. Hallelujah. Praise God.
ഈ 9 കാര്യം ഒരുമിച്ചുള്ളവനാണ് ഒരു ആത്മീയൻ. ಈ 9 ಕಾರ್ಯಗಳು ಒಟ್ಟಿಗೆ ಇರುವವನೇ ಒಬ್ಬ ಸರಿಯಾದ ಆತ್ಮಿಕನು. അല്ല 2 3 അല്ല നമുക്ക് വേണ്ടിയത്. 2 3 ಮಾತ್ರವಲ್ಲ ನಮಗೆ ಬೇಕಾಗಿರುವಂತದ್ದು. 9 കാര്യവും നമുക്ക് ആവശ്യം. ಈ 9 ಕಾರ್ಯಗಳು ನಮಗೆ ಅಗತ್ಯವಿದೆ. ശ്രദ്ധിക്കുക, this is important. ಗಮನಿಸ್ರಿ, ಇದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದದ್ದು. ഈ 9 കാര്യം ഒരുമിച്ച് ചേരുമ്പോൾ ಈ 9 ಕಾರ್ಯಗಳನ್ನ ಒಟ್ಟೊಟ್ಟಿಗೆ ಮಾಡುವಾಗ we are having the nature of Jesus. ನಮಗೆ ಯೇಸು ಕ್ರಿಸ್ತನ ಸ್ವಭಾವ ಬರುತ್ತದೆ. യേശുവിന്റെ സ്വഭാവം ആത്മാവിന്റെ ഫലത്തിൽ നിറയുന്നു. ಯೇಸುವಿನ ಸ್ವಭಾವಗಳು ಆತ್ಮನ ಫಲದೊಳಗಡೆ ಉಂಟು. വായി തുറന്ന് പറഞ്ഞേ, യേശുവിന്റെ സ്വഭാവം. ಬಾಯಿಗಳನ್ನ ತೆರೆದು ಹೇಳಿದ್ರೆ ಯೇಸುವಿನ ಸ್ವಭಾವ. യേശുവിന്റെ സ്വഭാവമുള്ളവനെ, ಯೇಸುವಿನ ಸ್ವಭಾವವಿರುವವರನ್ನ യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ പറ്റത്തുള്ളൂ. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊರಲು ಸಾಧ್ಯ. സൗഖ്യമാക്കുന്ന ശക്തി, ಸೌಖ್ಯ ಮಾಡುವ ಶಕ್ತಿ, സൗഖ്യമാക്കുന്ന ശക്തി, ಸೌಖ್ಯ ಮಾಡುವಂತ ಶಕ್ತಿ. നമ്മൾ കൈവെക്കുമ്പോൾ ക്യാൻസറുകൾ മറിയുന്നു. ನಾವು ಕೈ ಇಡುವಾಗ ಕ್ಯಾನ್ಸರ್ಗಳು ಲಯವಾಗುತ್ತದೆ. നമ്മൾ ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗക്കെട്ടുകൾ അഴിയുന്നു. ನಾವು ಗದರಿಸಿ ಪ್ರಾರ್ಥಿಸುವಾಗ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಾರೆ. ബലഹീനതർ ബലമുള്ളവരായി തീരുന്നു. ಬಲಹೀನರು ಬಲವಂತರಾಗುತ್ತಾರೆ. അത്ഭുത അടയാളങ്ങൾ സംഭവിക്കുന്നു. ಅದ್ಭುತ ಸೂಚಕ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತವೆ. ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകുന്നു. ಆಮೇಲೆ ಹೊಸ ಸೃಷ್ಟಿಯ ಅದ್ಭುತಗಳು ನಡೆಯುತ್ತದೆ. ഓപ്പറേഷനും ഹോസ്പിറ്റലിനും ഡോക്ടറിനും കഴിയാത്തത് കർത്താവ് ചെയ്യുന്നു. ಆಸ್ಪತ್ರೆಗಳಿಗೆ ಡಾಕ್ಟರ್ಗಳಿಗೆ ಸಾಧ್ಯವಾಗದೇ ಇರುವಂತದ್ದು ನಮ್ಮಿಂದ ಸಾಧ್ಯವಾಗುತ್ತದೆ. ദൈവശക്തി 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 വ്യാപരിക്കുന്നു. ದೇವರ ಶಕ್ತಿ ವ್ಯಾಪಿಸುತ್ತದೆ. അത് യേശുവിന്റെ ശക്തിയാണ്. ಅದು ಯೇಸುವಿನ ಶಕ್ತಿಯಾಗಿದೆ. യേശുവാണ് സൗഖ്യമാക്കുന്നത്. ಕಾರಣ ಯೇಸುವಾಗಿದ್ದಾನೆ ಸೌಖ್ಯ ಮಾಡುವಂತದ್ದು. യേശുവാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. ಯೇಸುವಾಗಿದ್ದಾನೆ ನಮ್ಮ ಮುಖಾಂತರ ಕಾರ್ಯ ಮಾಡುವಂತದ್ದು. ഉപകരണം മാത്രമാണ്. ನಾವು ಕೇವಲ ಉಪಕರಣವಷ್ಟೇ. സൗഖ്യമാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന യേശുവാണ്. ಸೌಖ್ಯ ಮಾಡಬೇಕೋ ಬೇಡವೋ ಅನ್ನುವಂತ ತೀರ್ಮಾನಿಸುವಂತದ್ದು ಯೇಸುವಾಗಿದ್ದಾರೆ. ಆಮೆನ್ ಆಮೆನ್. സോ യേശുവിന്റെ ശക്തിയാണ്. ಯೇಸುವಿನ ಶಕ್ತಿಯಾಗಿದೆ. യേശുവിന്റെ സ്വഭാവമുള്ളവന് മാത്രമേ, ಯೇಸುವಿನ ಸ್ವಭಾವವಿರುವವನಿಗೆ ಮಾತ್ರ യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ പറ്റത്തുള്ളൂ. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊರಲು ಸಾಧ್ಯ. സോ തിരുവേദനം പറയുന്നു, ಹಾಗಾಗಿ ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ നമുക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ನಮಗೆ 2 ವಿಭಾಗಗಳುಂಟು. ഒന്ന് പുറത്തെ മനുഷ്യൻ, ಒಂದು ನಮ್ಮ ಹೊರಗಿನ ಮನುಷ್ಯ, മറ്റൊന്ന് അകത്തെ മനുഷ്യൻ. ಇನ್ನೊಂದು ಒಳಗಿನ ಮನುಷ್ಯ. ഒന്ന് പുറത്തെ മനുഷ്യൻ, ಒಂದು ಹೊರಗಿನ ಮನುಷ್ಯ, മറ്റൊന്ന് അകത്തെ മനുഷ്യൻ. ಇನ್ನೊಂದು ಒಳಗಿನ ಮನುಷ್ಯ. യേശുവിനുമുണ്ട് പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും. ಯೇಸುವಿಗೂ ಇತ್ತು ಹೊರಗಿನ ಮನುಷ್ಯ ಮತ್ತೆ ಒಳಗಿನ ಮನುಷ್ಯ. യേശുവിനുണ്ട് പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും. ಯೇಸುವಿಗೂ ಇತ್ತು ಹೊರಗಿನ ಮತ್ತೆ ಒಳಗಿನ ಮನುಷ್ಯ. കേക്ക്, തിരുവചനം പറയുന്നു, ಗಮನಿಸಿರಿ, ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ഒരു യോഹന്നാൻ യേശുവിന്റെ പുറത്തെ മനുഷ്യനെ കണ്ടു, മറ്റൊരു യോഹന്നാൻ യേശുവിന്റെ അകത്തെ മനുഷ്യനെ കണ്ടു. ಒಬ್ಬ ಯೋಹಾನನು ಯೇಸುವಿನ ಹೊರಗಿನ ತೋರಿಕೆಯನ್ನು ನೋಡಿದನು, ಇನ್ನೊಬ್ಬ ಯೋಹಾನನು ಯೇಸುವಿನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದನು. സ്നാപക യോഹന്നാൻ യേശുവിന്റെ പുറത്തെ മനുഷ്യനെ കണ്ടു. ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದನು. വെളിപ്പാടുകാരനായ യോഹന്നാൻ യേശുവിന്റെ അകത്തെ മനുഷ്യനെ കണ്ടു. ಪ್ರಕಟಣೆ ಹೊಂದಿದಂತ ಯೋಹಾನನು ಯೇಸುವಿನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದನು. സ്നാപക യോഹന്നാൻ യേശുവിന്റെ പുറത്തെ മനുഷ്യനെ കണ്ടു. ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದನು. വെളിപ്പാടുകാരനായ യോഹന്നാൻ യേശുവിന്റെ അകത്തെ മനുഷ്യനെ കണ്ടു. ಪ್ರಕಟಣೆ ಹೊಂದಿದ ಯೋಹಾನನಾದರೂ ಯೇಸುವಿನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡುತ್ತಾನೆ. Are you following? ಹಿಂಬಾಲಿಸಿದ್ದೀರಾ? അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. ಮುಂದೆ ಗಮನಿಸ್ರಿ. യേശുവിന്റെ പുറത്തെ മനുഷ്യൻ കണ്ട സ്നാപക യോഹന്നാൻ പറഞ്ഞു, ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದ ಸ್ನಾನಿಕನಾದ ಯೋಹಾನ್ ಹೇಳ್ತಾನೆ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ಇವನು ಯಜ್ಞದ ಕುರಿಯಾದಾತನು. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ಈತನು ಯಜ್ಞದ ಕುರಿಮರಿ. യേശുവിന്റെ പുറത്തെ മനുഷ്യൻ ആരാണ്? ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನು ಯಾರು? ದೇವರ ಕುರಿಮರಿ. ദൈവത്തിന്റെ കുഞ്ഞാട്, ದೇವರ ಕುರಿಮರಿಯಾಗಿದ್ದಾನೆ. യേശുവിന്റെ പുറത്തെ മനുഷ്യൻ, ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನು. പറ വാ തുറന്ന് പറ, ആരാണ്? ಹೇಳಿರಿ, ಗಟ್ಟಿಯಾಗಿ ಹೇಳಿರಿ, ಯಾರಾಗಿದ್ದರು? രണ്ടുപേരെ തൊട്ട് പറ, യേശുവിന്റെ പുറത്തെ മനുഷ്യൻ ദൈവത്തിന്റെ കുഞ്ഞാട്. ಇಬ್ಬರನ್ನ ಮುಟ್ಟಿ ಹೇಳಿರಿ, ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನು ದೇವರ ಕುರಿಮರಿ. പുറത്തെ മനുഷ്യൻ ആട്, ಹೊರಗಿನ ಮನುಷ್ಯನು ಕುರಿಮರಿ. യേശുവിന്റെ പുറത്തെ മനുഷ്യൻ ആട്, ಯೇಸುವಿನ ಹೊರಗಿನ ಮನುಷ್ಯನು ಕುರಿಮರಿ. ആമേൻ. ಆಮೆನ್. എന്നാൽ വെളിപ്പാടുകാരനായ യോഹന്നാൻ യേശുവിന്റെ അകത്തെ മനുഷ്യനെ കണ്ടു. ಆದರೆ ಈ ಪ್ರಕಟಣೆ ಹೊಂದಿದಂತ ಯೋಹಾನನಾದರೂ ಯೇಸುವಿನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದನು.
വെളിപ്പാടുകാരനായ യോഹന്നാൻ യേശുവിന്റെ അകത്തെ മനുഷ്യനെ കണ്ടു. ಪ್ರಕಟಣೆ ಹೊಂದಿದ ಯೋಹಾನನು ಯೇಸುವಿನ ಒಳಗಿನ ಮನುಷ್ಯನನ್ನು ನೋಡಿದನು. എന്നിട്ട് പറഞ്ഞു, ಆನಂತರ ಹೇಳಿದನು, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹം. ಆತನು ಯೆಹೂದ ಕುಲದ ಸಿಂಹ. അതാണ് നിങ്ങളിൽ വെളിപ്പെടേണ്ടത്. ಅದಾಗಿದೆ ನಿಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗಬೇಕಾದದ್ದು. അകത്തെ മനുഷ്യൻ സിംഹം, ನಮ್ಮ ಒಳಗಿನ ಮನುಷ್ಯನು ಸಿಂಹ, പുറത്തെ മനുഷ്യൻ ആട്. ಹೊರಗಿನ ಮನುಷ್ಯನು ಕುರಿ. അകത്തെ മനുഷ്യൻ സിംഹം, ಒಳಗಿನ ಮನುಷ್ಯನು ಸಿಂಹ, പുറത്ത് ആട്. ಹೊರಗಡೆ ಆಮೇನ್ ಕುರಿ. 7 പേരെ തൊട്ട് പറയണം, 7 പേരെ തൊട്ട് പറയണം, അകത്തെ സിംഹം പുറത്ത് ആട്. 7 ಜನರನ್ನ ಈಗ ಮುಟ್ಟಿ ಹೇಳಬೇಕು, ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. ഇരുന്നാ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ಕೂತ್ಕೊಂಡ್ರೆ ಸಾಧ್ಯ ಇಲ್ಲ ಅದು. 7 പേരെ തൊട്ട് പറയണം. 7 ಜನರನ್ನ ಮುಟ್ಟಿ ಹೇಳಬೇಕು. പുറത്ത് സിംഹം 7 പേരെ, 7 പേരെ, 7 പേരെ. 7 ಜನ. പുറത്ത് സിംഹം, അകത്താട്. ಹೊರಗಡೆ ಸಿಂಹ, ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. അകത്ത് സിംഹം, പുറത്താട്. ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. അകത്ത് സിംഹം, പുറത്താട്. ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. അകത്ത് സിംഹം, പുറത്താട്. ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. In Jesus name. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ, ಯೇಸುವಿನ ಶಿಷ್ಯನಾಗಿದ್ರೆ, യേശുവിന്റെ വേലക്കാരനെങ്കിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಸೇವಕನಾಗಿದ್ರೆ, അകത്ത് സിംഹം, ಒಳಗಡೆ ಸಿಂಹ, പുറത്താട്. ಹೊರಗಡೆ ಕುರಿಮರಿ. അകത്ത് സിംഹം, ಒಳಗಡೆ ಸಿಂಹ, പുറത്താട്. ಹೊರಗಡೆ ಕುರಿಮರಿ. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, ಇನ್ನೊಬ್ಬರ ಸಂಗಡ ಮಾತನಾಡುವಾಗ, ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോൾ, ಗೆಳೆಯರ ಸಂಗಡ ಮಾತನಾಡುವಾಗ ആടാണ്. ಕುರಿಮರಿಯಾಗಿದ್ದೇವೆ. എന്നാൽ നീ പ്രസംഗിക്കുമ്പോൾ, ಆದ್ರೆ ನೀನು ಪ್ರಸಂಗ ಮಾಡುವಾಗ, വീട്ടിൽ ജീവിക്കുമ്പോൾ, ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡುವಾಗ ആടാണ്. ಕುರಿಮರಿ. എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ, ಆದ್ರೆ ವೇದಿಕೆ ಮೇಲೆ ನಿಂತಿರುವಾಗ യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നീ ദൈവത്തിന്റെ സിംഹമാണ്. ನೀನು ದೇವರ ಸಿಂಹವಾಗಿದ್ದೀಯ. ആൾ മാറിയവനെ പോലെ പ്ലാറ്റ്ഫോമിൽ നിന്നാട്ടെ. ವ್ಯಕ್ತಿ ಬದಲಾದವನಾಗಿ ವೇದಿಕೆ ಮೇಲೆ ನಿಂತುಕೋ. ആൾ മാറിയവനായി പ്ലാറ്റ്ഫോമിൽ നിന്നാട്ടെ. ವ್ಯಕ್ತಿ ಬದಲಾವಣೆ ಆಗಿ ನೀನು ವೇದಿಕೆ ಮೇಲೆ ನಿಂತುಕೋ. ആൾ മാറിയവനായി പ്ലാറ്റ്ഫോമിൽ നിന്നാട്ടെ. ವ್ಯಕ್ತಿ ಬದಲಾವಣೆಗೊಂಡು ವೇದಿಕೆ ಮೇಲೆ ನಿಂತುಕೊಳ್ಳಲಿ. കരങ്ങളെ അടിച്ച് അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ച്, ಕರಗಳ ತಟ್ಟೆ ಕರ್ತನನ್ನ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಹಿಮೆ ಪಡಿಸಿರಿ. ജോറാಗಿ ജോറാಗಿ ಜೋರಾಗಿ ಜೋರಾಗಿ വായു തുറന്ന്, ಬಾಯಿಗಳನ್ನ ತೆರೆದು, വായു തുറന്ന് ജോറാಗಿ, ಬಾಯಿಗಳನ್ನ ತೆರೆದು ಜೋರಾಗಿ. പുറത്ത് സിംഹം, ಒಳಗಡೆ ಸಿಂಹ, പുറത്ത് ആട്, അകത്ത് സിംഹം. ಹೊರಗಡೆ ಕುರಿಮರಿ, ಒಳಗಡೆ ಸಿಂಹ. പുറത്ത് സിംഹം, അകത്ത് ആട്. പുറത്ത് ആട്, അകത്ത് സിംഹം. ಹೊರಗಡೆ ಕುರಿಮರಿ, ಒಳಗಡೆ ಸಿಂಹ. അകത്ത് സിംഹം, പുറത്താട്. ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. അകത്ത് സിംഹം, പുറത്താട്. ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. അകത്ത് സിംഹം, പുറത്ത് ആട്. ಒಳಗಡೆ ಸಿಂಹ, ಹೊರಗಡೆ ಕುರಿಮರಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അഭിഷിക്തന്റെ അകത്ത് സിംഹം, പുറത്ത് അവൻ ആടാണ്. ಒಬ್ಬ ಅಭಿಷಕ್ತನ ಒಳಗಡೆ ಅವನು ಸಿಂಹವಾಗಿರ್ತಾನೆ, ಹೊರಗಡೆ ಕುರಿಮರಿಯಾಗಿರ್ತಾನೆ. അർത്ഥം യേശുവിന്റെ സ്വഭാവമുള്ളവന് മാത്രമേ, ಅರ್ಥ ಯೇಸುವಿನ ಸ್ವಭಾವವುಳ್ಳವನಿಗೆ ಮಾತ್ರ യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ പറ്റത്തുള്ളൂ. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊರಲು ಸಾಧ್ಯ. കാരണം 2 ചിറക് ഒരുപോലെ ചലിക്കണം. ಕಾರಣ 2 ರೆಕ್ಕೆಗಳು ಏಕ ರೀತಿಯಲ್ಲಿ ಬಡಿಬೇಕು. ആത്മാവിന്റെ ഫലവുമുണ്ട്, ആത്മാവിന്റെ വരവുണ്ട്. ಆತ್ಮನ ಫಲವು ಉಂಟು, ಆತ್ಮನ ವರಗಳು ಉಂಟು. പ്രാവ് ചലിക്കുന്നു. ಆಗ ಪಾರಿವಾಳವು ಚಲಿಸುತ್ತದೆ. ഏത് സഭയിൽ ഇതുണ്ടോ, ಯಾವ ಸಭೆಯಲ್ಲಿ ಇದು ಇದೆಯೋ, ഏത് ദൈവദാസനിൽ ഇതുണ്ടോ, ಯಾವ ಸೇವಕನಲ್ಲಿ ಇದು ಇದೆಯೋ, അവിടെ ദൈവ സാന്നിധ്യം ಅಲ್ಲಿ വ്യാപരിക്കും. ದೇವರ ಸಾನ್ನಿಧ್ಯವು ವ್ಯಾಪಿಸುತ್ತದೆ.
ഒരു സ്ഥലത്ത് വലിയൊരു കരിസ്മാറ്റിക് ധ്യാനം നടക്കുമായിരുന്നു. ಒಂದು ಕಡೆ ಒಂದು ಬಹಳ ಒಂದು ದೊಡ್ಡ ಧ್ಯಾನದ ಕೂಟ ನಡೆಯುತ್ತಿತ್ತು. 10,000 ಆൾക്കാരുണ്ട്. 10,000 ಜನರಿದ್ರು. 6 മണിക്ക് അടുത്ത സെഷൻ തുടങ്ങണം. 6 ಗಂಟೆಗೆ ಮುಂದಿನ ಸೆಷನ್ ಶುರು ಆಗಬೇಕು. 5:50 ಆಯപ്പോൾ എല്ലാവരും ಎഴുന്നേറ്റ് വന്നു. 5:50 ಆದಾಗ ಎಲ್ಲರೂ ಎದ್ದು ನಿಂತರು. ಆ ಡೋರ್ തുറന്ന് ಆ ದೇವದಾಸನ್ ವರಿಗೆയാണ്. ಆ ಒಂದು ಡೋರ್ ಅನ್ನು ತೆಗೆದು ದೇವರ ಸೇವಕರು ಬರ್ತಿದ್ದಾರೆ. എല്ലാവരും ಎഴുന്നേറ്റ് ನಿಲ್ക്കുന്നു. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತಿದ್ದಾರೆ. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നടന്നു വരികയാണ്. ಅವರು ಹೊರಗಡೆಯಿಂದ ಒಳಗಡೆ ಬರ್ತಿದ್ದಾರೆ. ಸಂತೋಷത്തോടെ ಚಿರಿച്ച ಮುಖത്തോടെ ವರಿಗೆയാണ്. ಬಹಳ ಸಂತೋಷದಿಂದ ಬರ್ತಿದ್ದಾರೆ. അദ്ദേഹം നടന്നു വരുമ്പോൾ ಅವರು ಈ ಕಡೆ ನಡೆದು ಬರುವಾಗ 5 ವಯಸ್ಸು ಪ್ರಾಯമുള്ള ഒരു പെൺകുട്ടി, ಒಂದು 5 ವಯಸ್ಸು ಪ್ರಾಯವಿರುವಂತ ಒಂದು ಹೆಣ್ಣು ಮಗು ಆ ದೇವದಾಸന്റെ അടുക്കലേക്ക് ಓಡಿపోയി ಆ ದೇವರ ಸೇವಕರ ಬಳಿಗೆ ಹೋದರು. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ಈ ರೀತಿ ಹೇಳಿದಳು, ಹೇ ದೇವದಾಸನೇ ದೇವದಾಸನೇ, ದೇವದಾಸನೇ, നിങ്ങളെ കുറിച്ച് കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ನಿಮ್ಮ ಕುರಿತಾಗಿ ದೇವರು ನನ್ನ ಬಳಿ ಒಂದು ವಿಚಾರ ಹೇಳಿದರು. 5 ವಯಸ್ಸು ಪ್ರಾಯമുള്ളൂ. 5 ವಯಸ್ಸು ಮಾತ್ರ ಪ್ರಾಯ. നിങ്ങളെ കുറിച്ച് കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ನಿಮ್ಮ ಕುರಿತಾಗಿ ದೇವರು ನನಗೆ ಒಂದು ವಿಚಾರ ಹೇಳಿದರು. ആ കുട്ടിയുടെ പേരൻസ് പറഞ്ഞു, ഹേ മിണ്ടായിരിക്കും. ಆ ಮಗುವಿನ ತಂದೆ ತಾಯಿ ಹೇಳಿದ್ರೆ ಸುಮ್ನಿರು ಅಂತ. മിണ്ടായിരിക്കും വായാടി മിണ്ടാതിരിക്കെ. ಸುಮ್ಮನಿರು ಅಂತ ಗದರಿಸ್ತಾರೆ. പക്ഷേ ആ ദേവദാസൻ പറഞ്ഞു, ಆದ್ರೆ ಆ ದೇವರ ಸೇವಕರು ಹೇಳಿದ್ರು, കർത്താവല്ലേ പറഞ്ഞത്. ಕರ್ತನಲ್ವಾ ಹೇಳಿದ್ದು. എന്താ കർത്താവ് എന്നെ കുറിച്ച് പറഞ്ഞത്? ಏನು ದೇವರು ನನ್ನ ಕುರಿತಾಗಿ ಹೇಳಿದ್ದು? അപ്പൊ 5 വയസ്സുകാരി പറഞ്ഞു, ಆ 5 ವಯಸ್ಸಿನ ಮಗು ಹೇಳಿತ್ತು, കർത്താവ് പറഞ്ഞു, ഈ ഇടയായി നിങ്ങൾക്ക് കുറച്ച് നിഗളമുണ്ട്. ಕರ್ತನು ಹೇಳಿದನು, ಈ ಮಧ್ಯೆ ನಿಮಗೆ ಸ್ವಲ್ಪ ಅಹಂಕಾರ ಉಂಟು. നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ഈ ഇടയായി തനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ, ನಮ್ಮ ಬಳಿಗೆ ಯಾರಾದ್ರೂ ಬಂದು ಈ ಮಧ್ಯೆ ನಿನಗೆ ಸ್ವಲ್ಪ ಅಹಂಕಾರ ಜಾಸ್ತಿ ಅಂತ ಹೇಳಿದ್ರೆ, ಹೆಲಿಕಾಪ್ಟರ್ ಶಾಟ್ ಅಡಿച്ച് ಅವരെ ಸ್ಟೇಡಿಯത്തിന് പുറത്ത് കളയും. ನಾವು ಹೆಲಿಕಾಪ್ಟರ್ ಶಾಟ್ ಹೊಡೆದು ಬಿಟ್ಟು ಅವರನ್ನ ಸ್ಟೇಡಿಯಂ ಇಂದ ಹೊರಗಡೆ ಹಾಕ್ಬಿಡ್ತೀವಿ. പക്ഷെ ആ ദേവദാസൻ എന്ത് ചെയ്തെന്നറിയോ? ಆದ್ರೆ ಸೇವಕರು ಏನ್ ಮಾಡಿದ್ರು ಗೊತ್ತಾ? 10,000 നോക്കി നിൽക്കുകയാണ്. 10,000 ಜನರುಗಳು ನೋಡಿ ನಿಂತಿದ್ದಾರೆ. ആ മണ്ണിൽ മുട്ട് മടക്കി ಅಲ್ಲೇ ಮೊಣಕಾಲೂರಿ, ആ മണ്ണിൽ മുട്ട് മടക്കി ಅಲ್ಲೇ ಆ ಮಣ್ಣಿನ ಮೇಲೆ ಮೊಣಕಾಲು ಹಾಕಿ, എന്നിട്ട് ಆ കുട്ടിയെടുത്ത് പറഞ്ഞു, ಆ ಮಗುವಿಗೆ ಹೇಳಿದ್ರು, മോളെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ಮಗಳೇ, ನೀನ್ ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡು. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ನೀನ್ ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡು. കാരണം അഭിഷേകം നിന്റെ മേലാണ്. ಕಾರಣ ಈಗ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಉಂಟು. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക. ನೀನ್ ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡು. ആ കുട്ടി പ്രാർത്ഥിച്ചു. ಆ ಮಗು ಪ್ರಾರ್ಥನೆ ಮಾಡಿತು, കർത്താവേ, ಕರ್ತನೆ, ഈ മനുഷ്യന്റെ മേലുള്ള അഹങ്കാരം മാറ്റണമേ. ಈ ಮನುಷ್ಯನ ಮೇಲಿರುವ ಎಲ್ಲ ಅಹಂಕಾರ ನೀಗಿ ಹೋಗಲಿ. ഉടനെ ആ ദേവദാസൻ പ്രാർത്ഥിച്ചു. ತಕ್ಷಣ ಆ ದೇವರ ಸೇವಕರು ಪ್ರಾರ್ಥಿಸಿದರು, കർത്താവേ, ಕರ್ತನೆ, അറിഞ്ഞാകട്ടെ, ಗೊತ್ತಾಗ್ಲಿ, അറിയാതെ ആകട്ടെ, ಗೊತ್ತಿಲ್ಲದೆ ಆಗ್ಲಿ, എന്റെ മേലെ അഹങ്കാരമുണ്ടെങ്കിൽ ನನ್ನಲ್ಲಿ ಅಹಂಕಾರವಿದ್ರೆ ആ അഹങ്കാരത്തെ അങ്ങ് മാറ്റണമേ. ಆ ಅಹಂಕಾರವನ್ನ ನನ್ನಿಂದ ನೀಗಿಸು. എപ്പോഴാണോ അങ്ങനെ പ്രാർത്ഥിച്ചത്? ತಾನು ಯಾವಾಗ ಆ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದನು? നല്ല നീലാകാശമായിരുന്നു, കാർമേഘം ഇല്ല. ಒಳ್ಳೆ ನೀಲಿ ಆಕಾಶ ಇತ್ತು, ಮೋಡವಿರ್ಲಿಲ್ಲ. താൻ എപ്പോഴാണോ അങ്ങനെ പ്രാർത്ഥിച്ചത്? ತಾನು ಯಾವಾಗ ಪ್ರಾರ್ಥಿಸಿದನು? വലിയൊരു ഇടി വെട്ടി, ಭಯಂಕರ ಒಂದು ಗುಡುಗಿನ ಶಬ್ದ ಕೇಳಿಸಿತು. വലിയൊരു ഇടിനാദം കേട്ടു, ದೊಡ್ಡ ಒಂದು ಗುಡುಗಿನ ಶಬ್ದ ಕೇಳಿಸಿತು. പ്ലാറ്റ്ഫോമിന് ചുറ്റും 40 ಮೆಂಟಲ್ ಪೇಷಂಟ್ಸ್ ഉണ്ടായിരുന്നു. ಆ ಒಂದು ವೇದಿಕೆ ಬಳಿ 40 ಮೆಂಟಲ್ ಪೇಷಂಟ್ ಗಳಿದ್ರು. ആ 40 ಮೆಂಟಲ್ ಪೇಷಂಟ್ നിന്ന് ഭൂതം അലറി പുറപ്പെട്ടു പോയി. ಆ 40 ಮೆಂಟಲ್ ಪೇಷಂಟ್ ಗಳಿಂದಲೂ ದೆವ್ವವು ಗರ್ಜಿಸುತ್ತಾ ಓಡಿತು. ആ 40 പേരും ഡെലിവർ ആയി. ಆ 40 ಜನರಿಗೂ ಬಿಡುಗಡೆ ಆಯಿತು. എഴുന്നേറ്റ് നിന്നേ, ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳಿರಿ. യേശുവിന്റെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ, ಯೇಸುವಿನ ಸ್ವಭಾವವಿರುವವರಿಗೆ ಮಾತ್ರ യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ പറ്റത്തുള്ളൂ. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊತ್ತು ಸಾಗಲು ಸಾಧ್ಯ. 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 5 ನಿಮಿಷ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕಿದ್ದೇವೆ. വേഗത്തിൽ മുന്നിൽ വന്നേ, ಅತಿ ಬೇಗನೆ ಓಡಿ ಮುಂದೆ ಬನ್ನಿರಿ. വരിക, ಬನ್ನಿರಿ, ಮುಂದೆ ಬನ್ನಿರಿ, വരിക, ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. യേശുവിന്റെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ, ಯೇಸುವಿನ ಸ್ವಭಾವವಿರುವವರಿಗೆ ಮಾತ್ರ
യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ പറ്റത്തുള്ളൂ. ಯೇಸುವಿನ ಶಕ್ತಿಯನ್ನು ಹೊರಲು ಸಾಧ್ಯ. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. You deserve the glory and the honor. Lord, we lift your hands in worship as we lift your holy name. So you are great, you do miracles so great. There is no one else like you. There is no one else like you. So you are great, you do miracles so great. There is no one else like you. There is no one else like you. You deserve the glory and the honor. Lord, we lift your hands and worship as we lift your holy name. You deserve the glory. Lift your hands and sing. ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿ ಹಾಡೋಣ. Lord, we lift your hands and worship as we lift your holy name. ಅದ್ಭುತವ ಮಾಡುವೆ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ. ಉನ್ನತ ಅದ್ಭುತ ಮಾಡುವೆ, ನಿನ್ನ ಹಾಗೆ ಸ್ತುತಿಗೆ ಯೋಗ್ಯನು, ಮಹಿಮೆ ನಿನಗೆ. ನನ್ನ ಕರಗಳೆತ್ತಿ ನಿನ್ನನ್ನೇ ಆರಾಧಿಕೆ. ಸ್ತುತಿಗೆ ಮಹಿಮೆ ನಿನಗೆ. ನನ್ನ ಕರಗಳೆತ್ತಿ ನಿನ್ನನ್ನೇ ಆರಾಧಿಕೆ. ಉನ್ನತ ಅರ್ಥವ ಮಾಡುವೆ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ. ನೀ ಉನ್ನತ ಅರ್ಥವ ಮಾಡುವೆ, ಹಾಗೆ ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ. ಸ್ತುತಿಗೆ ಮಹಿಮೆ ನಿನಗೆ. ನಿನ್ನ ಕರಗಳೆತ್ತಿ ಎಂದು ನಿನ್ನನ್ನೇ ಆರಾಧಿಕೆ. ಸ್ತುತಿಗೆ ಯೋಗ್ಯನು, ಮಹಿಮೆ ನಿನಗೆ. ನನ್ನ ಕರಗಳೆತ್ತಿ ನಿನ್ನನ್ನೇ ಆರಾಧಿಕೆ. ಉನ್ನತ ಅದ್ಭುತ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ. ನೀ ಉನ್ನತ ಅರ್ಥವ ಮಾಡುವೆ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಯಾರು ಇಲ್ಲ. ಸ್ತುತಿಗೆ ಯೋಗ್ಯನು, ಮಹಿಮೆ ನಿನಗೆ. ನನ್ನ ಕರಗಳೆತ್ತಿ ನಿನ್ನನ್ನೇ ಆರಾಧಿಕೆ. ಸ್ತುತಿಗೆ ಯೋಗ್ಯನು, ಮಹಿಮೆ ನಿನಗೆ. ನನ್ನ ಕರಗಳೆತ್ತಿ ನಿನ್ನನ್ನೇ ಆರಾಧಿಕೆ. ಉನ್ನತ
കരങ്ങളെ ഉയർത്തി ദൈവത്തെ ആരാധിച്ചു. ಮೇಲಕ್ಕೆತ್ತಿ ಕರ್ತನಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. ഉന്നതനെ ಉನ್ನತನೇ, കരങ്ങളെ ഉയർത്തി ഉന്നതനായ ദൈവത്തെ സ്തുതിച്ചാൽ ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿ ಉನ್ನತನಾದ ದೇವರನ್ನ ಸ್ತುತಿ ಮಾಡಿ. അത്ഭുതം ചെയ്യുന്ന വേറെ ആരുമില്ല. ಆತನಂತೆ ಅದ್ಭುತ ಮಾಡಲು ಯಾರೂ ಇಲ್ಲ. പോലെ അത്ഭുതം ചെയ്യുന്ന വേറെ ആരുമില്ല. ಆತನಂತೆ ಅದ್ಭುತ ಮಾಡುವವರು ಯಾರೂ ಇಲ್ಲ. പോലെ അത്ഭുതം ചെയ്യുന്ന വേറെ ആരുമില്ല. ಆತನ ನಿನ್ನಗಿಂತ ಹೆಚ್ಚಾಗಿ ಅದ್ಭುತ ಮಾಡುವವರು ಯಾರೂ ಇಲ್ಲ. കരങ്ങളെ ഉയർത്തി ಕರಗಳ ಮೇಲಕ್ಕೆತ್ತಿ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದು ಬರಲಿ. സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದು ಬರಲಿ. സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ಅದು ನಿನ್ನ ಸಾನ್ನಿಧ್ಯ ಇಳಿದು ಬರಲಿ. Yes, ಈ ಜನത്തെ ತೊಡ ಈ ಜನರನ್ನ ಮುಟ್ಟು 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 നിറയ്ക്ക ತುಂಬಿಸು ತುಂಬಿಸು ತುಂಬಿಸು. ശക്തിയാൽ നിറയ്ക്ക. ನಿನ್ನ ಶಕ್ತಿಯಿಂದ ತುಂಬಿಸು. സ്വഭാവത്താൽ നിറയ്ക്ക. ನಿನ್ನ ಸ್ವಭಾವದಿಂದ ತುಂಬಿಸು. സ്വഭാവത്താൽ ശക്തിയാൽ നിറയ്ക്ക. ಸ್ವಭಾವದಿಂದಲೂ ಶಕ್ತಿಯಿಂದಲೂ ತುಂಬಿಸು. യേശുവിന്റെ നാമത്തില് ಯೇಸುವಿನ ನಾಮದಿಂದ അവരുടെ സ്വഭാവവും ശക്തി ഇവരിൽ നിറയട്ടെ. ನಿನ್ನ ಸ್ವಭಾವವು ಶಕ್ತಿಯು ಇಳಿದು ತುಂಬಿಸಲ್ಪಡಲಿ. യേശുവിന്റെ സ്വഭാവവും യേശുവിന്റെ ശക്തിയും ഇവരിൽ നിറയട്ടെ. ಯೇಸುವಿನ ಸ್ವಭಾವವು ಯೇಸುವಿನ ಶಕ್ತಿಯು ಇವರಲ್ಲಿ ತುಂಬಿಸಲ್ಪಡಲಿ. കണ്ണുകടച്ച് കരങ്ങളെ ഉയർത്തി ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ಕರಗಳ ಮೇಲೆ ಕೆತ್ತುತ್ತ ശബ്ദമുയർത്തി ആരാധിച്ച് ಶಬ್ದವೆತ್ತಿ ಆರಾಧಿಸೋಣ. പ്രാർത്ഥിക്കേണ്ടവരെ പ്രാർത്ഥിക്കാം. ಪ್ರಾರ್ಥಿಸಬೇಕಾದವರು ಪ್ರಾರ್ಥಿಸಿರಿ. എല്ലാ കണ്ണുകളും അടയട്ടെ. ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಡಲಿ. കുടുംബ സ്വഭാവമല്ല, ಕುಟುಂಬ ಸ್ವಭಾವವಲ್ಲ, അപ്പന്റെയും അമ്മയുടെയും സ്വഭാവമല്ല, ತಂದೆ ತಾಯಿಯ ಸ್ವಭಾವವಲ್ಲ, യേശുവിന്റെ സ്വഭാവം. ಯೇಸುವಿನ ಸ್ವಭಾವ. ഇറങ്ങി കർത്താവേ, യേശുവിന്റെ സ്വഭാവം തരണമേ. ಹೇಳಿರಿ, ಯೇಸುವೇ ನಿನ್ನ ಸ್ವಭಾವ ನನಗೆ ಕೊಡು. യേശുവിന്റെ സ്വഭാവം തരണമേ. ಯೇಸುವಿನ ಸ್ವಭಾವವನ್ನು ಕೊಡು. യേശു നിങ്ങളെ തൊടുകയാണ്. ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. യേശു നിങ്ങളെ തൊടുകയാണ്. ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. യേശുവിന്റെ ശക്തി ഉച്ച തല മുതലുള്ള പാദം വരെ വ്യാപരിക്കുക. ಯೇಸುವಿನ ಶಕ್ತಿ ನಡುನೆತ್ತಿಯಿಂದ ಹಿಡಿದ ಅಂಗಾಲಿನವರೆಗೆ ವ್ಯಾಪಿಸುತ್ತಿದೆ. യേശുവിന്റെ ശക്തി ഉച്ച തല മുതലുള്ള പാദം വരെ വ്യാപരിക്കുന്നു. ಯೇಸುವಿನ ಶಕ್ತಿ ನಡುನೆತ್ತಿಯಿಂದ ಹಿಡಿದ ಅಂಗಾಲಿನವರೆಗೆ ವ್ಯಾಪಿಸುತ್ತಿದೆ. കർത്താവ് നിന്നെ തൊടുന്നു. ಕರ್ತನ ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. കർത്താവ് നിന്നെ തൊടുന്നു. ಕರ್ತನ ನಿನ್ನ ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. സൗഖ്യമാക്കുന്നു. ಸೌಖ್ಯವಾಗುತ್ತಿದೆ. വിടുവിക്കുന്നു. ಬಿಡುಗಡೆ ಆಗುತ್ತಿದೆ. 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 വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ನಂಬುವವರ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಈಗಲೇ ಇಳಿದು ಬರುತ್ತಿದೆ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ನಂಬುವವರ ಮೇಲೆ ದೇವರ ಶಕ್ತಿ ಈಗಲೇ ಇಳಿಯುತ್ತಿದೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ ಈಗಲೇ ദൈവശക്തിയെ ದೇವರ ಶಕ್ತಿ പ്രാപിക്കുക. ಹೊಂದಿಕೊಳ್ಳಿರಿ. ഇപ്പോൾ ಈಗಲೇ ദൈവശക്തി ದೇವರ ಶಕ್ತಿ പ്രാപിക്കുക. ಹೊಂದಿಕೊಳ್ಳಿರಿ. Come on. എല്ലാവരും ಎಲ್ಲರೂ 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 ദൈവശക്തി ದೇವರ ಶಕ್ತಿಯನ್ನು അനുഭവിക്കുക. ಅನುಭವಿಸ್ತಿದ್ದೀರಾ? ಅನುಭವಿಸ್ತಿದ್ದೀರಾ? ദൈവശക്തി അനുഭവിക്കുക. ದೇವರ ಶಕ್ತಿಯನ್ನು ಅನುಭವಿಸ್ತಿದ್ದೀರಾ?
രണ്ട് കരങ്ങളെ ഉയർത്തി ಎರಡು ಕರಗಳನ್ನ ಮೇಲೆ ಕೆಚ್ಚುತ್ತಾ ഈ യോർദാൻ നിന്റെ അവസാനമല്ല. ಈ ಯೋರ್ದಾನ್ ನಿನ್ನ ಕೊನೆಯಲ್ಲ. നിന്റെ ജീവിതം ഇവിടെ തീരുകയില്ല. ನಿನ್ನ ಜೀವಿತವು ಇಲ್ಲಿ ಮುಗಿಯುತ್ತಲೂ ಇಲ್ಲ. നിന്റെ വാഗ്ദത്തത്തിൽ നീ പ്രവേശിച്ചു. ನಿನ್ನ ವಾಗ್ದಾನಕ್ಕೆ ನೀನು ಪ್ರವೇಶಿಸುತ್ತಿದ್ದೀಯ. നീയും നിന്റെ മക്കളും ನೀನು ನಿನ್ನ ಮಕ್ಕಳು രണ്ട് തലമുറ ഒരുമിച്ച് നിൽക്കും, സ്വർഗം തുറക്കും. ಎರಡು ಪೀಳಿಗೆಗಳು ಒಟ್ಟಿಗೆ ನಿಲ್ಲುತ್ತಾರೆ, ಪರಲೋಕವು ತೆರೆಯುತ್ತದೆ. വിശ്വാസത്തിൽ കണ്ടേ, വിശ്വാസത്തിൽ കണ്ടേ, വിശ്വാസത്തിൽ കണ്ടേ. ನಂಬಿಕೆಯಿಂದ ನೋಡಿ. നീ ഒറ്റയ്ക്കല്ല, ನೀನು ಒಂಟಿಯಲ್ಲ. നീയും നിന്റെ തലമുറയെ ഒരുമിച്ച് നിൽക്കും, സ്വർഗം തുറക്കും. ನೀನು ನಿನ್ನ ಮಕ್ಕಳು ಒಟ್ಟಿಗೆ ನಿಲ್ಲುತ್ತಾರೆ, ಪರಲೋಕವು ತೆರೆಯುತ್ತದೆ. പ്രാവിന്റെ രണ്ട് ചിറകുകൾ പോലെ പാരിവാളದ ಎರಡು ರೆಕ್ಕೆಗಳಂತೆ പരിശുദ്ധാത്മാവിന്റെ വരവും ഫലവും നിന്റെ മേൽ വന്നണയുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮನ ವರವು ಮತ್ತೆ ಫಲವು ನಿನ್ನ ಮೇಲೆ ಬೀಳುತ್ತಿದೆ. കരങ്ങളെ ഉയർത്തി ആരാധിച്ചു, ಕರಗಳ ಮೇಲೆ ಕೆತ್ತಿ ಪ್ರಾರ್ಥಿಸಿರಿ. ನಿನ್ನ ಜನರನ್ನು ತುಂಬಿಸು ದೇವ, ಜನರನ್ನು ತುಂಬಿಸು ಕರ್ತನೆ, ನಿನ್ನ ಜನರನ್ನು ತುಂಬಿಸಪ್ಪ. ಜನರನ್ನು ತುಂಬಿಸು ಕರ್ತನೆ. ಬಾಯಿಗಳ ತುറന്ന് ദൈവത്തോട് സംസാരിക്കുക. ಬಾಯಿಗಳನ್ನ ತೆರೆದು ದೇವರ ಸಂಗಡ ಮಾತನಾಡಿರಿ. ശബ്ദമുയർത്തി ಗಟ್ಟಿಯಾಗಿ ദൈവാത്മാവ് ഇറങ്ങുന്നു, ദൈവാത്മാവ് ചലിക്കുന്നു. ದೇವರಾತ್ಮನು ಚಲಿಸುತ್ತಿದ್ದಾನೆ. നിറയ്ക്കും, ತುಂಬಿಸು, സൗഖ്യമാക്കും, ಸೌಖ್ಯವಾಗು, സൗഖ്യമാക്കും, ಸೌಖ್ಯ ಮಾಡು. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ಈಗ ಅದ್ಭುತಗಳು ನಡೆಯಲಿ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ಈಗ ಅದ್ಭುತಗಳು ನಡೆಯಲಿ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ಈಗ ಅದ್ಭುತಗಳು ನಡೆಯಲಿ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. ಅದ್ಭುತ ಸೌಖ್ಯ ಈಗಲೇ ನಡೆಯಲಿ. Releasing your healing over your people. ನಿನ್ನ ಸ್ವಸ್ಥತೆಯನ್ನು ಈ ಜನರ ಮೇಲೆ ಕಳುಹಿಸುತ್ತೇನೆ ಅಪ್ಪ. ಯೇಸುವಿನ ನಾಮത്തിൽ സൗഖ്യത്തെ സ്വതന്ത്രമാക്കുകയാണ്. ಈ ಸೌಖ್ಯವನ್ನ ಸ್ವತಂತ್ರಗೊಳಿಸುತ್ತಿದ್ದೇನೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ